Hello, hello, am I audible? Hello, Khalid, am I audible to you? Hello, Sajid, am I audible? Yeah, thank you so much. Yeah, very good morning and a warm welcome. In advance, all the very best from the entire team of Universal. Yeah, we have +1 rapid revision now. Initially, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കീപ്പ് ചെയ്യൂ. ചിലപ്പോൾ ഞാൻ പേജ് നമ്പർ പറഞ്ഞിട്ട് കുറച്ച് ഭാഗം മാർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ കീപ്പ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഇനീഷ്യലി വി ഹാവ് എ ഡിസ്കഷൻ ഓഫ് യുവേഴ്സ് previous model exams. Okay, let us see the questions. Question options ഒക്കെ ഉണ്ട്, ചോയ്സ് ഒക്കെ ഉണ്ട്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുവാണ്. ഫൈൻ, കമൻറ്റ് ബോക്സിൽ ആക്റ്റീവ് ആവുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. Okay, answer any 3 questions from 1 to 4 ആയിരുന്നു. ഒരു ചോയ്സ് അവിടെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച് കോൾഡ്, അതിന്റെ പേരാണ് മക്കളെ എന്ത്? ഫിലോടാക്സി. ഫിലോടാക്സി, ഡിഫറെന്റ് ടൈപ്പ് ഫിലോടാക്സി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി ആണ്, വേറൊന്ന് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്, ആൻഡ് യെറ്റ് അനദർ വൺ വേൾഡ് ഫിലോടാക്സിയും കേട്ടിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയിൽ ഓരോ നോഡിൽ നിന്നും ഓരോ ലീഫ് വീതേ വരുള്ളൂ. ആ നൈബറിംഗ് ലീവ്സ് ഓൾട്ടർനേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്യുക. അതിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. എക്സാമ്പിളായി ബെസ്റ്റായി ചൈന റോസിനെ തന്നെ പറയാൻ പറ്റുമായിരുന്നു. മസ്റ്റാർഡിനും ഓൾട്ടർനേറ്റ് ഫിലോടാക്സി തന്നെയാണ്. ഓക്കെ, ചൈന റോസ്, മസ്റ്റാർഡ് ആൻഡ് സൺഫ്ലവർ ഇവർക്കൊക്കെ ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഫിലോടാക്സിയിൽ ഒരേ നോഡിൽ നിന്ന് 2 ലീഫ് വീതമാണ് വരിക. ആൻഡ് ദ 2 ലീവ്സ് എമർജിംഗ് ഫ്രം ദ സെയിം നോഡ് ആർ അറേഞ്ച്ഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആസ് ഇൻ കെലോട്രോപ്പീസ്. കെലോട്രോപ്പീസ് മലയാളത്തിൽ എരുക്ക് എന്നൊക്കെ പറയുന്ന ചെടിയാണ് കെലോട്രോപ്പീസ്. ആൻഡ് പേരയ്ക്കും അങ്ങനെ തന്നെയാണ്, ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ്. വേൾഡ് ഫിലോടാക്സിയിൽ ഓരോ നോഡിൽ നിന്നും മോർ ദാൻ 2 ലീവ്സ് വരും, എന്നിട്ട് അതൊരു ലെയർ പോലെ ഫോം ചെയ്യും, ഒരു വേൾ അറൗണ്ട് ദ സ്റ്റെം ഫോം ചെയ്യും. ആസ് ഇൻ അൽസ്റ്റോണിയ, നമ്മൾ ഏഴിലം പാല എന്നൊക്കെ പറയണ പാലമരം എന്നൊക്കെ പറയണതാണ് അൽസ്റ്റോണിയ. വേൾഡ് ഫിലോടാക്സിയാണ്. ഇത്രയൊന്നും ചെയ്യേണ്ടതില്ല, അഡീഷണലി പറഞ്ഞത് മാത്രം. ഇതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും നമുക്ക് ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ഫിലോടാക്സി ബേസ്ഡ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു സിംഗിൾ ടേം എഴുതിയാൽ മതിയായിരുന്നു, ഫിലോടാക്സി. Okay, second question. Which of the following is not related with a light reaction? Photosynthesis in the Pragasha Ghatam, a light reaction, granilana നടക്കുക. Chloroplast division of labor ഉണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ ആക്ച്വലി 4 കാര്യങ്ങളാണ് നടക്കുക. അതിലൊന്നാണ് ലൈറ്റ് അബ്സോർപ്ഷൻ. ലൈറ്റ് അബ്സോർപ്ഷൻ എന്നുള്ളത് ലൈറ്റ് റിയാക്ഷന്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, വാട്ടർ സ്പ്ലിറ്റിംഗ്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അതും ലൈറ്റ് റിയാക്ഷന്റെ ഭാഗമാണ്. ഇവോൾവിംഗ് ഓക്സിജൻ, റിലീസിംഗ് ഓക്സിജൻ ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് ലൈക്ക് ATP ആൻഡ് NADPH. ഈ 4 കാര്യങ്ങളാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുക. ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കും, വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കും, ബയോസിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് നടക്കില്ല. ഗ്ലൂക്കോസ് സിന്തസിസ് ഡാർക്ക് റിയാക്ഷന്റെ ഭാഗമാണ്. ദ ബൈ ആൻസർ അതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ, കുറയ്ക്കണമെങ്കിൽ പറയണം. സ്പീഡ് കൂട്ടണമെങ്കിലും മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. കളേർഡ് പ്ലാസ്റ്റിഡ്സ് ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. കളർലെസ് പ്ലാസ്റ്റിഡ്സിന്റെ പേര് ല്യൂക്കോപ്ലാസ് എന്നാണ്. ല്യൂക്കോപ്ലാസ്റ്റുകളാണ്. ല്യൂക്കോപ്ലാസ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ സിംഗുലറായി നിൽക്കും. ല്യൂക്കോപ്ലാസ്റ്റുകൾ തന്നെ 3 തരമുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ്? അമൈലോപ്ലാസ്റ്റുകളുണ്ട്, എലിയൂറോപ്ലാസ്റ്റുകളുണ്ട് ആൻഡ് ഏലിയോപ്ലാസ്റ്റുകളുണ്ട്. റൈറ്റ്? അമൈലോപ്ലാസ്റ്റുകളിൽ കാർബോഹൈഡ്രേറ്റും സ്റ്റാർച്ചുമാണ് സ്റ്റോർ ചെയ്യുക. അലിയൂറോപ്ലാസ്റ്റുകളിൽ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ആൻഡ് ഏലിയോപ്ലാസ്റ്റുകൾ ഓയിൽ ആൻഡ് ഫാറ്റ് സ്റ്റോറേജിനുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും വരാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുമായിരുന്നു അല്ലേ? യെസ്. Moving on to the next question, fourth one. Asexual reproduction in liverworts takes place by the formation of specialized structures called, അത് പ്രോട്ടോനീമ അല്ല,
പ്രോട്ടോനീമ എന്ന് പറയുന്നത് മോസുകളിൽ കാണുന്ന സാധനമാണ്. മോസുകളുടെ ഗെമറ്റോഫൈറ്റിന് 2 സ്റ്റേജസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോട്ടോനീമ സ്റ്റേജ്. ദെയർ ലീഫി താലസ് സ്റ്റേജ് ഉണ്ട്. പ്രോ താലസ് എന്നത് ഫേൺസിൽ ലൈക്ക് ടെറഡോഫൈറ്റ്സിൽ കാണുന്ന കാര്യമാണ്. ടെറഡോഫൈറ്റ്സിന്റെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ് പ്രോതാലസ്. അത് ഇൻകോൺസ്പീക്വസ് ആയ ഹാർട്ട് ഷേപ്ഡ് ഗെമറ്റോഫൈറ്റ് ആണ്. അതിന് റൈസോയിഡ് ഒക്കെ ഉണ്ടാവും. അതിലാണ് സെക്സ് ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് പഠിക്കാതിരിക്കരുത്. ബോർഡ് എക്സാമിന് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം പ്രോതാലസും പ്രോട്ടോനീമയും. പ്രോതാലസ് മോസുകളുടെ ഗെമറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതൊരു ക്രീപ്പിംഗ് ഗ്രീൻ ഫിലമെന്റസ് നെറ്റ്വർക്ക് ആണ്. അതും ഹാപ്ലോയിഡ് ആണ്. പ്രോതാലസും ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, പ്രോട്ടോനീമ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെമറ്റോഫൈറ്റ് ഇൻ മോസാസ് ആണ്. ഒരു ഗ്രീൻ ഫിലമെന്റസ് ക്രീപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. Prothallus, the microscopic but multicellular, inconspicuous, heart-shaped photosynthetic ആയ gametophyte in pteridophytes ആണ്. ഇവിടുത്തെ ആൻസർ ജെമ്മയാണ്. ജെമ്മ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് എക്സാമ്പിൾ ആണ് മാർക്യാൻഷ്യ പ്ലാൻ കിങ്ഡമിലെ ഡിവിഷൻ ബ്രയോഫൈറ്റ്സിലെ ലിവർവേർഡ്സ് എന്ന ക്ലാസ്സിലാണ് മാർക്യാൻഷ്യ വരിക. മാർക്യാൻഷ്യയ്ക്കും ലൈക്ക് റൈസോയിഡ്സ് ഒക്കെ ഉണ്ട്. കൂടാതെ അവർക്ക് സ്മോൾ റിസപ്റ്റക്കിൾസ് ഫോം ചെയ്യും. ആ കപ്പ് ലൈക്ക് റിസപ്റ്റക്കിളുകളുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് ആയ അസെക്ഷൽ ബഡുകളുടെ പേരാണ് ഏകവചനം ജെമ്മ, പ്ലൂറൽ വേർഡ് ആണ് ജെമ്മെ. അതാണ് അവരുടെ അസെക്ഷൽ ബഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ജെമ്മയെന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. Okay, understood. Can you follow me? Hello, my dear ones. Can you follow me? Are you okay with me? Someone please respond. Moving on to the question number. Yeah, thank you so much, Vasila. Question number 5 is here. 5 to 15th question വരെയുള്ളതിൽ 9 എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, സോ വാട്ട് ആർ ദ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ, ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ആൾക്കാർ, ഗ്രോത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഗ്രോത്ത് എൻഹാൻസേഴ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻഡ്യൂസേഴ്സ്, അവരാണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് ആയ 3 ഹോർമോൺസിനെയാണ് നമുക്ക് പരിചയമുള്ളത്. ഓക്സിൻസ് പ്രൊമോട്ടേഴ്സ് ആണ്, സൈറ്റോകൈനിൻസ് പ്രൊമോട്ടേഴ്സ് ആണ്, ആൻഡ് ജിബറലിൻസും പ്രൊമോട്ടേഴ്സ് ആണ്. ഇത്രയും പേരെയാണ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് പരിചയപ്പെട്ടത്. റൈറ്റ് ടു എക്സാമ്പിളിന് 3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഗ്രോത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, എൻഹാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ആർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്? സെല്ലുകളിൽ റെസ്പിറേഷൻ നടക്കുമ്പം അതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ വിളിക്കും അല്ലേ. അന്നേരം സെല്ലിന്റെ അകത്ത് ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. Okay, the substances that undergo oxidation, the substances that undergo oxidation within cells. സെൽസിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. കോമൺ ആയിട്ട് നമുക്ക് അവരെ സോ കോൾഡ് ഫുഡ് എന്ന് വിളിക്കാം. Okay, name the most common respiratory substrates എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് മോസ്റ്റ് കോമൺ ആയ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് കൂടാതെ പ്രോട്ടീൻസ് ഉണ്ട് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട്, ഫാറ്റ് ഉണ്ട് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട്. ചില പ്ലാന്റ്സിലൊക്കെ ചില കേസുകളിൽ ഓർഗാനിക് ആസിഡ്സ് കൂടി ഉണ്ട് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ആയിട്ടെങ്കിലും മോസ്റ്റ് കോമൺ ആയ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ്, സോ കോൾഡ് ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ് മോസ്റ്റ് കോമൺ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. Moving on to the question number 7. Which plant group is known as amphibians of plant kingdom? അത് ബ്രയോഫൈറ്റ്സ് ആണ്. പ്ലാന്റ് കിങ്ഡമിന്റെ 2ാമത്തെ ഡിവിഷനായ ബ്രയോഫൈറ്റ്സ് ആണ് ആര്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. Give reason. Even though they are living in the soil, water is essential for their sexual reproduction. Even though വളരുന്നത് സോയിലാണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വാട്ടർ മസ്റ്റ് ആണ്. വളരാൻ സോയിൽ വേണം, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ ഗമീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വാട്ടറും വേണം. അതുകൊണ്ട് അവർ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്.
Textbook already. Yes, thank you so much, Cyan. Right. Even though they are living in the soil, water is essential for their sexual reproduction. Thus, the bryophytes are said to be the amphibians of plant kingdom. Moving on to the question number 8. Write the name of simple gaseous plant growth regulator. അത് ethylene ആണ്. Plant growth regulators PGR-കളിൽ ഒരേ ഒരു gaseous hormone ethylene ആണ്. Shijita C. Thank you so much, yeah. Hana. Ethylene, exactly, Hana. Ethylene ആണ് ഒരേ ഒരു gaseous, simple gaseous plant growth regulator. What is mean by respiratory climactic? മക്കളെ, റെസ്പിറേഷൻ ലൈക്ക് ഒരു ഫ്രൂട്ട് റൈപ്പനിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, പഴങ്ങൾ പഴുക്കുക, ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുക. ഫ്രൂട്ട് റൈപ്പനിങ്ങിന്റെ സമയത്ത് അവിടെ റെസ്പിറേഷൻ റേറ്റ് വല്ലാണ്ട് എൻഹാൻസ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലിമാക്റ്റിക്. അത് ചെയ്യുന്ന ഹോർമോണാണ് എഥീലിൻ. റൈറ്റ്? ഒരു ഫ്രൂട്ട് റൈപ്പനിങ് ഫാസ്റ്റ് റേറ്റിൽ റൈപ്പനിങ് നടന്നുകൊണ്ടിരിക്കുമ്പം ആ ഫ്രൂട്ടിന്റെ സെല്ലുകളിലെ റെസ്പിറേഷൻ റേറ്റ് വളരെ ഹൈ ആയിരിക്കും. The increased respiratory rate during fruit ripening called the respiratory climactic, which is regulated by the simple gaseous hormone, the ethylene. Okay. Here comes our next question, question number 9. What is quotient stage or G0 stage in cell cycle? അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ NCERT കയ്യിലുണ്ടെങ്കിൽ NCERTയിൽ മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ക്വൊസന്റ് സ്റ്റേജ്. എല്ലാ സെല്ലുകൾക്കൊന്നും ക്വൊസന്റ് സ്റ്റേജ് ഇല്ല. ക്വൊസന്റ് സ്റ്റേജ് ഉള്ളത് ചില അനിമൽ സെല്ലുകൾക്കാണ്. ലൈക്ക് ഹാർട്ട് സെല്ല് പോലത്തെ ചില അനിമൽ സെല്ലുകൾക്ക് എന്തുണ്ട്? ക്വൊസന്റ് സ്റ്റേജ് ഉണ്ട്. അവർ സെൽ സൈക്കിളിനെ ക്യൂറ്റ് ചെയ്യും, അവർ സെൽ സൈക്കിളിനെ ലീവ് ചെയ്യും, എന്നിട്ടൊരു ക്വയറ്റ് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. ആ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചിട്ട് അവർ ഫങ്ഷണൽ അല്ല എന്ന് വിചാരിക്കരുത്. ഫങ്ഷനൊക്കെ അവർക്കുണ്ട്, ബട്ട് ദേ ഡു നോട്ട് പ്രൊലിഫറേറ്റ് ഫർദർമോർ അൺലെസ് കോൾഡ് ഫോർ സോ. ആവശ്യം വന്നാൽ അല്ലാതെ അവർ ഫർദർമോർ ഡിവൈഡ് ചെയ്യില്ല, പെരുകില്ല എന്നതേ ഉള്ളൂ. അവർക്ക് ജീവനൊക്കെ ഉണ്ട്, ഫങ്ഷനും ഉണ്ട്. റൈറ്റ്? അവർക്ക് സെൽ സൈക്കിളാണ് ക്വൊസന്റ് ആക്കിയത്. സെൽ സൈക്കിളിനെയാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതിന്റെ പേരാണ് ക്വൊസന്റ് സ്റ്റേജ് ഓർ G0 സ്റ്റേജ്. ന്യൂ NCERT ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 122 ആദ്യം തന്നെ അതുണ്ട്. സം സെൽസ് ഇൻ അഡൾട്ട് ആനിമൽസ് do not appear to exhibit division, example heart cells, and many other cells divide only occasionally as needed to replace cells that have been lost because of injury or cell death. Okay, these cells that do not divide further exit G1 phase to enter an inactive stage called the quotient stage or G0 stage of cell cycle. Cells in this stage remain metabolically active. മറക്കരുത്, G0 സ്റ്റേജിലെ സെല്ലുകൾ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് അല്ല, മെറ്റബോളിക്കലി ആക്റ്റീവ് തന്നെയാണ്. ബട്ട് നോ ലോങ്ങർ പ്രൊലിഫറേറ്റ്. അവർ ഡിവൈഡ് ചെയ്ത് പെരുകൂല. റൈറ്റ്? ഏതുവരെ? അൺലെസ് കോൾഡ് ഓൺ ടു ഡു സോ. ആവശ്യം വന്നാൽ അല്ലാതെ അവർ ഡിവൈഡ് ചെയ്യില്ല. ആവശ്യം വന്നാൽ അവർ ഡിവൈഡ് ചെയ്യും. ആ സ്റ്റേജിന്റെ പേരാണ് G0 phase, the quotient phase, shown by certain animal cells. The best example is heart cell. What is the most important event take place in S phase എന്നതാണ് അതിന്റെ പാർട്ട് B. S phaseൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുക. എസ് ഫേസിൽ ഈ ന്യൂക്ലിയസ് നടക്കുന്ന ഒരു കാര്യമുണ്ട്, ന്യൂക്ലിയസിൽ ഒരു കാര്യം നടക്കാനുണ്ട്. ആൻഡ് ഇൻ സൈറ്റോപ്ലാസമിൽ വേറൊരു കാര്യവും നടക്കാനുണ്ട്. എന്താണ് ന്യൂക്ലിയസിൽ നടക്കുക? ന്യൂക്ലിയസിൽ നടക്കാൻ പോണത് DNA replication ആണ്. DNA replication takes place in the nucleus during S phase. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ DNA synthesis എന്ന് വേണമെങ്കിലും വിളിച്ചോളൂ കേട്ടോ. DNA synthesis, DNA replication ന്യൂക്ലിയസിൽ നടക്കുന്ന കാര്യമാണ്. ഓക്കെ. ആൻഡ് സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രിയോളുകളുടെ ഡ്യൂപ്ലിക്കേഷൻ അത് സൈറ്റോപ്ലാസമിലാണ് നടക്കുക. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾ. രണ്ട് സെൻട്രിയോളുകൾ പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് സെൻട്രോസോം ആണ് കേട്ടോ. അത് സൈറ്റോപ്ലാസമിലാണ് എസ് ഫേസിൽ നടക്കുക. സോ ഡ്യൂറിങ് എസ് ഫേസ് രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോണത്. ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേഷൻ, DNA സിന്തസിസും, സൈറ്റോപ്ലാസമിൽ സെൻട്രിയോളിന്റെ ഡ്യൂപ്ലിക്കേഷനുമാണ് നടക്കുക. ഇത് രണ്ടും നടക്കുന്ന ഫേസ് ആണ് എസ് ഫേസ്.
In animal cells, during S phase, DNA replication begins in the nucleus and the centriole duplicates in the cytoplasm. എന്നൊരു സെന്റൻസ് ഉണ്ട് ന്യൂ എൻ സി ആർ ടിയിൽ പേജ് നമ്പർ 121 ലാസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. അനിമൽ സെല്ലുകൾക്ക് എസ് ഫേസിൽ ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേഷനും സൈറ്റോപ്ലാസമിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷനും നടക്കുമെന്ന്. ഓക്കെ, moving to the question number 10. Cell wall deposits of diatoms are called diatomaceous earth. ഇതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി ടു യൂസേഴ്സ് ഓഫ് ഇറ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ചോദിക്കും ഡയാറ്റമുകൾ ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആണെന്ന്. ശരിയാണ്, ബിക്കോസ് ഡയാറ്റം സെൽ വോൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക. സിലിക്ക എംബഡ് ചെയ്തിട്ടുള്ള സെൽ വോൾ ആണ് ആർക്കുള്ളത്? ഡയാറ്റംസിനുള്ളത്. അതുകൊണ്ട് അത് ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്, അത് ഡിസ്ട്രാക്ട് ചെയ്ത് നശിപ്പിക്കാൻ പറ്റൂല. സോ ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ബില്യണോളം വർഷങ്ങൾ അത് ലെഫ്റ്റ് ബിഹൈൻഡ് ചെയ്ത് ഒരു മാസ് ഫോം ചെയ്യും. മാസിന്റെ പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്ന ഡയാറ്റമേഷ്യസ് എർത്ത്. ബീങ് ഗ്രിറ്റി, അതിന് ഗ്രിറ്റി നേച്ചർ ആണുള്ളത്, ഗ്രാനുലാർ നേച്ചർ ആണുള്ളത്, ഗ്രെയിൻസ് തരി നേച്ചർ ആണുള്ളത്. അതുകൊണ്ട് അതിനെ കൊണ്ട് രണ്ട് യൂസേഴ്സ് ഉണ്ട്. ഒന്ന് പോളിഷിംഗ് ആണ്, പോളിഷിങ്ങിന് സാൻഡ് പേപ്പറിനൊക്കെ പകരമായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് ഫിൽട്രേഷൻ ആണ് മറ്റൊരു യൂസ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്, സിറപ്സ് എക്സെട്ര. ഓയിൽസിനെയും സിറപ്സിനെയും ഒക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യാം. ഓക്കെ, എക്സാക്ട്ലി, ഓയിൽസ്, സിറപ്സ്, പെയിൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, alright, question number 11. Define Blackman's law of limiting factor. Photosynthesis factors affecting photosynthesis നോട് അസോസിയേറ്റ് ചെയ്ത് തന്ന കാര്യമാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം കേട്ടോ. എങ്ങനെ? ലൈക്ക് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ ആരെ പറയണം? എഫ് ബ്ലാക്ക്മാൻ എന്ന് പറയണം. ബ്ലാക്ക്മാന്റെ ലോ ആണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, റൈറ്റ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരേ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. എങ്കിൽ അവിടുത്തെ ഓപ്റ്റിമൽ ലെവൽ എത്തിയ ഫാക്ടേഴ്സ് അല്ല റിയാക്ഷൻ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുക, സബോപ്റ്റിമൽ ഫാക്ടർ ആണ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ന്യൂ എൻ സി ആർ ടി പേജ് നമ്പർ 149 ഇതുള്ളത്. 149 ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പറയാണ്, ഇഫ് എ കെമിക്കൽ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ മോർ ദാൻ വൺ ഫാക്ടേഴ്സ്, ഒരേ ഒരു കെമിക്കൽ പ്രോസസ്സിൽ കുറേ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് റേറ്റ് വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഫാക്ടർ വിച്ച് ഈസ് നിയറസ്റ്റ് ടു ഇറ്റ്സ് മിനിമൽ വാല്യൂ. ഒരേ ഒരു റിയാക്ഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഫാക്ടർ ഓപ്റ്റിമം ആണെന്ന് വിചാരിക്കൂ, ഒരു ഫാക്ടർ സബ് ഓപ്റ്റിമം ആണെന്ന് കരുതും, മിനിമൽ വാല്യൂവിലാണെന്ന് വിചാരിക്കൂ. എങ്കിൽ ഓപ്റ്റിമം എത്തിയ 4 ഫാക്ടറുകളല്ല റിയാക്ഷൻ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓപ്റ്റിമം എത്താത്ത സബ് ഓപ്റ്റിമലായ മിനിമൽ വാല്യൂവിലുള്ള ഫാക്ടറാണ് റിയാക്ഷൻ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക എന്നാ പറയാം. അതാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പ്രപ്പോസ്ഡ് ബൈ ബ്ലാക്ക്മാൻ. Alright, the B part question, internal factors which affect rate of photosynthesis. Yeah, photosynthesis ne affect ചെയ്യാൻ വേണ്ടിയിട്ട് external factors ഉണ്ട്, internal factors ഉണ്ട്. ഓക്കെ, അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. പ്ലാന്റ് ഫാക്ടേഴ്സ് തന്നെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ ആണ് എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ. ആ പ്ലാന്റിലുള്ള ക്ലോറോഫിലിന്റെ അളവ് എത്ര എന്നത് ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. മറ്റൊന്ന് നമ്പർ, ഓക്കെ, നമ്പർ, സൈസ്, alright, age and orientation of ആരുടെയൊക്കെ ഈ ഫീച്ചേഴ്സ് അഫക്ട് ചെയ്യും? ഓറിയന്റേഷൻ ഓഫ് ലീവ്സ്, മീസോഫിൽ സെൽസ് ആൻഡ് ക്ലോറോപ്ലാസ്. alright, ഇതൊക്കെ ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റുകളുടെയും മീസോഫിൽ സെല്ലുകളുടെയും ഇലകളുടെയും എണ്ണം, അതിൻ്റെ വലുപ്പം, അതിൻ്റെ പ്രായം, ഏജ് ആൻഡ് ഓറിയന്റേഷൻ അഫക്ട് ചെയ്യും. ആൻഡ് ഇന്റേണൽ CO2 കോൺസെൻട്രേഷൻ, ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനും ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യും. Okay, moving to the question number 12. Write the differences between metaphase and anaphase stage of mitosis.
പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ മെറ്റാഫേസ് എന്ന് പറയുമ്പം എല്ലാ ക്രോമസോമുകളും ആ സെല്ലിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ക്രോമസോമിന്റെ കണ്ടൻസേഷൻ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ക്രോമസോമിന്റെ സൈസും ഷേപ്പും ഒക്കെ ആക്യുറേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ക്രോമസോമിനെ പറ്റി പഠിക്കാൻ ബെസ്റ്റ് സ്റ്റേജ് കൂടിയാണ് ഏത്? മെറ്റാഫേസ്. മെറ്റാഫേസിൽ സ്പിൻഡിൽ ആക്ഷൻ കൊണ്ട് എല്ലാ ക്രോമസോമുകളും സെല്ലിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനായ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്ന മെറ്റാഫേസ് പ്ലേറ്റ് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ക്രോമസോമിന്റെ സെൻട്രോമിയറിന്റെ കൈനെറ്റോകോറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ക്രോമസോംസിനെ സെല്ലിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതേസമയം അനാഫേസിനെ നമ്മൾ പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അപ്പോഴേക്ക് സ്പിൻഡിൽ ആക്ഷൻ കൊണ്ട് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഓരോ ക്രോമസോമിലെയും ഒരു ഹാഫ് പോർഷൻ സെല്ലിന്റെ ഒരു പോളിലേക്കും ബാക്കി ഹാഫ് പോർഷൻ സെല്ലിന്റെ ഓപ്പോസിറ്റ് പോൾ റീജിയനിലേക്കും മൂവ് ചെയ്തിട്ടുണ്ടാവും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയി, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി. സെപ്പറേറ്റ് ചെയ്ത സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെൽസിന്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഫേസിന്റെ പേരാണ് എന്ത്? അനാഫേസ്. പിക്ചോറിയലി റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും പറ്റും അല്ലേ? എങ്ങനെയായിരിക്കും എഴുതുക? ഡ്യൂറിങ് മെറ്റാഫേസ് the chromosomes are arranged at the equatorial plane of the cell called the metaphase plate, and during anaphase the centromeres splits, sister chromatids separated, and the separated sister chromatids move towards the opposite poles of the cells. Okay, question number 13 is awaiting here. Some anatomical features of stem and root are given below. Arrange them in appropriate column എന്നതാണ് ക്വസ്റ്റ്യൻ. ഞാൻ എളുപ്പത്തിന് വേണ്ടി വെറുതെ മുൻപിൽ നമ്പർ ഇട്ട് വെക്കുകയാണെന്ന്, എനിക്ക് കോളത്തിലേക്ക് നമ്പറുകൾ എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബോർഡ് എക്സാമിന് നിങ്ങളിങ്ങനെ വലിയ ബോക്സ് ആക്കി വരച്ചിട്ട് ഫീച്ചേഴ്സ് എടുത്ത് എഴുതേണ്ട വേണം നമ്പർ തന്നില്ലെങ്കിൽ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് റൂട്ടിന്റെ ക്യാരക്ടറാണ്. അവിടെ സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് പാച്ചുകളായി ഓൾട്ടർനേറ്റിംഗ് ഈച്ച് അതറായി ഡിഫറെന്റ് റേഡിയയിൽ അറേഞ്ച് ചെയ്യുന്നതിന്റെ പേരാണ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. സൈലമുകൾ ഒരു റേഡിയസിലും ഫ്ലോയമുകൾ വേറൊരു റേഡിയസിലുമായി അറേഞ്ച് ചെയ്യുക. ഈ വരച്ചത് സൈലത്തിനെയാണ്. ഓക്കെ, ആഫ്റ്റർ വരയ്ക്കാൻ പോണത് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലോയമിനെയാണ്. സൈലവും ഫ്ലോയും ഇങ്ങനെ സെപ്പറേറ്റ് പാച്ചുകളായി അറേഞ്ച് ചെയ്തതാണ് ലൈക്ക് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അത് റൂട്ടിന്റെ ഫീച്ചറാണ്. എൻഡാർക്ക് സൈലം അത് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. എൻഡാർക്ക് സൈലം സ്റ്റെമ്മുകൾക്കാണ് കാണുക. സ്റ്റെമ്മുകളിൽ ക്രോസ് സെക്ഷൻ നോക്കിയാൽ സൈലം വാസ്കുലാർ ബണ്ടിലുകളുടെ സൈലത്തിന്റെ പോർഷൻ നോക്കിയാൽ പ്രോട്ടോസൈലം സെന്ററിലേക്കും മെറ്റാസൈലം പെരിഫറിയിലേക്കും അറേഞ്ച് ചെയ്തതാണ്. സൈലത്തിന്റെ ചെറിയ ചെറിയ സൈലം സെന്ററിലേക്കും വലിയ സൈലമായ മെറ്റാസൈലം ഔട്ട്സൈഡിലേക്കും അറേഞ്ച് ചെയ്തതാണ് എൻഡാർക്ക് സൈലം. അത് സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ അതും സ്റ്റെമ്മിന്റെ ക്യാരക്ടറാണ്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ അതെന്താണ്? വാസ്കുലാർ ബണ്ടിലിൽ സൈലവും ഫ്ലോയവും ടുഗദറായി സെയിം റേഡിയസിൽ അറേഞ്ച് ചെയ്തതാണ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. അത് സ്റ്റെമ്മുകൾക്കാണ് കാണുക. എക്സാർക്ക് സൈലം റൂട്ടുകളുടെ ഫീച്ചറാണ്. റൂട്ടുകളിൽ എന്താ കാണാൻ പറ്റുക? ആദ്യം ഫോം ചെയ്ത ചെറിയ ചെറിയ സൈലമായ പ്രോട്ടോസൈലം ഔട്ട്സൈഡിലേക്കും പിന്നെ ഫോം ചെയ്ത വലിയ വലിയ സൈലം സെൽസ് ഉള്ള മെറ്റാസൈലം സെന്ററിലേക്കും അറേഞ്ച് ചെയ്തതാണ് എക്സാർക്ക് സൈലം. ഓക്കെ, എനിവേ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസും എക്സാർക്ക് സൈലവും റൂട്ടിന്റെ ക്യാരക്ടേഴ്സും, കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസും എൻഡാർക്ക് സൈലവും സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സും ആണെന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഈസ് ഹിയർ. വാട്ട് ഈസ് ഫോട്ടോറെസ്പിറേഷൻ എന്നതാണ് ക്വസ്റ്റ്യൻ. ഫോട്ടോറെസ്പിറേഷന്റെ വേറൊരു പേര് മക്കളെ C2 സൈക്കിൾ എന്നാണ്. അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. അതിനെക്കൊണ്ട് ഉപകാരമൊന്നുമില്ല. അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. ഷോൺ ബൈ C3 പ്ലാന്റ്സ് ആണ്. അത് C3 ചെടികളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫോട്ടോറെസ്പിറേഷന്റെ വേറെ പേര് C2 സൈക്കിൾ എന്നാണ്. അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. ഷോൺ ബൈ C3 പ്ലാന്റ്സ് ആണ്. C3 പ്ലാന്റ്സിലാണ് അത് കാണുക. C3 ചെടികളിൽ കാണുന്ന ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സിന്റെ പേരാണ് ഫോട്ടോറെസ്പിറേഷൻ. എന്താണ് റീസൺ എന്നത് ചോദിക്കാം. റീസൺ എന്തെന്ന് ചോദിച്ചാൽ C3 ചെടികൾക്ക്
പ്രൈമറി കാർബൺ ആക്സെപ്റ്റർ എന്നത് RUBP ആണ്. 5 കാർബണുകളുള്ള റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് RUBP. അയാൾക്ക് കാർബണിനെ ആഡ് ചെയ്യാൻ വരുന്ന എൻസൈം റുബിസ്കോ എന്നാണ് എൻസൈമിന്റെ പേര്. റുബിസ്കോ എന്ന് പേരുള്ള എൻസൈമിന് ഡുവൽ റോൾ ഉണ്ട്, ഡബിൾ റോൾ ഉണ്ട്. ഭൂമിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ് റുബിസ്കോ എന്ന് പേരുള്ള ഈ എൻസൈം. റുബിസ്കോക്ക് ഡുവൽ റോൾ ആണ്. ആരൊക്കെയാ റുബിസ്കോന്റെ ഡുവൽ റോൾ? റുബിസ്കോക്ക് കാർബൺ ആഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഓക്സിജൻ ആഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, കാർബോക്സിലേഷൻ കെപ്പാബിലിറ്റി ഉണ്ട്, ഓക്സിജനേഷൻ കെപ്പാബിലിറ്റി ഉണ്ട്. അതിൽ ഓക്സിജനേഷൻ നടക്കുമ്പോഴാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക. RUBPയിലേക്ക് ഓക്സിജനെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുക മക്കളെ? ലൈക്ക് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക, C2 സൈക്കിൾ നടക്കുക. ഓക്കെ, അങ്ങനെ 5 കാർബണുകളുള്ള RUBP കാർബണുകൾ ഒന്നുമില്ലാത്ത ഓക്സിജനുമായിട്ട് ആഡ് ചെയ്താൽ കിട്ടാൻ പോണ പ്രൊഡക്ട്സ് ആരൊക്കെയാണെന്ന് കേട്ടു നോക്കൂ. കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് 3-phosphoglyceric acid, 3-phosphoglycerate എന്ന് പേരുള്ള 3 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ പ്രൊഡക്റ്റിൽ 2 കാർബൺ ഉണ്ടാവുള്ളൂ. അയാളുടെ പേര് ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് എന്നാണ്. ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് അത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുള്ളതുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷനിനെ C2 സൈക്കിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നെയ്തർ സിന്തസിസ് ഓഫ് ഷുഗേഴ്സ് നോർ ഓഫ് ATP ബട്ട് ദ ATP ഈസ് കൺസ്യൂംഡ്. ഇവിടെ ഗ്ലൂക്കോസ് ഒന്നും ഉണ്ടാവണില്ല, ഷുഗർ ഒന്നും ഉണ്ടാവണില്ല, എനർജി ഉണ്ടാവണില്ല, പക്ഷെ ഉള്ള എനർജി ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. ഷോൺ ബൈ ആര് മാത്രമാണ്? C3 പ്ലാന്റ്സിന്റെ വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. അതുള്ളതുകൊണ്ട് C3 ചെടികളുടെ എഫിഷ്യൻസി കുറവാണ്. ഇത് പറയുന്നത് പുതിയ NCERT ആണെങ്കിൽ, കയ്യിലുള്ളത് ന്യൂ NCERT ആണെങ്കിൽ പേജ് നമ്പർ 147 ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള പാർട്ട് ഉള്ളത്. ഓക്കെ, ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്നതാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇൻ ദ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ ദർ ഈസ് നെയ്തർ സിന്തസിസ് ഓഫ് ഷുഗേഴ്സ് നോർ ഓഫ് ATP. റാദർ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് ATP. അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ് മക്കളെ. B part question ഉണ്ട്. Photorespiration not occur in C4 plants. Why? അതിന്റെ ആൻസറും സെയിം പേജിൽ തന്നെ ഉണ്ട്, 147 തന്നെ ഉണ്ട്. സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള പാരഗ്രാഫിലുണ്ട്. In C4 plants, photorespiration does not occur. This is because they have a mechanism that increases the concentration of carbon dioxide in the enzyme site എന്നതാണ്. അത് റുബിസ്കോ സൈറ്റ് ആണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. C4 ചെടികൾക്ക് 2 തരം സെൽസ് ഉണ്ട് കാർബൺ ഫിക്സേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അവർക്കൊരു മീസോഫിൽ സെല്ലുണ്ട്, പിന്നെ ബണ്ടിൽ ഷീറ്റ് സെല്ലുണ്ട്. അവർക്ക് മീസോഫിൽ സെൽ എന്ന് പേരുള്ള ഭാഗത്ത് എന്താ നടക്കുക മക്കളെ? മീസോഫിൽ സെല്ലിൽ അവർക്ക് നടക്കാൻ പോണത് പ്രൈമറി കാർബൺ ഫിക്സേഷൻ ആണ്. പ്രൈമറി കാർബൺ ഫിക്സേഷൻ നടക്കാനാണ് മീസോഫിൽ. അവർക്ക് കൂടാതെ ബണ്ടിൽ ഷീത്ത് സെൽസും കൂടി ഉണ്ട്. ബണ്ടിൽ ഷീത്ത് സെൽസിൽ എന്താ നടക്കുക? സെക്കൻഡറി കാർബൺ ഫിക്സേഷൻ ആണ് നടക്കുക. ഓക്കെ, അവർക്ക് പ്രൈമറി കാർബൺ ഫിക്സേഷൻ നടക്കാൻ മീസോഫിൽ സെല്ലിൽ PEP കാർബൺ ആക്സെപ്റ്റർ ആയ PEPയും അതിൽ കാർബൺ ആഡ് ചെയ്യുന്ന എൻസൈമായി പെപ്കേസ് PEPcase ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസുമാണുള്ളത്. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് OAA ഓക്സാലോ അസിറ്റിക് ആസിഡ് എന്ന പേരുള്ള 4 കാർബൺ പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുക. മറിച്ച് ഇവർക്ക് C3 സൈക്കിൾ നടക്കാൻ പോണത് അത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. അതിനുവേണ്ടി RUBPയും റുബിസ്കോയും ഒക്കെ ഉള്ളത് അവർക്ക് എവിടെയാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. ഇവരിൽ സ്പെസിഫിക് ആയി നടക്കുന്ന കാര്യം എന്താണ്? ഈ മീസോഫിൽ സെല്ലിൽ നിന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് 4 കാർബൺ ആസിഡിനെ കൊണ്ടുവന്നിട്ട് 4 കാർബൺ ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്ത് കൊടുക്കും. അഥവാ റുബിസ്കോ എന്ന് പേരുള്ള എൻസൈം ഉള്ള സൈറ്റിൽ ഇവർക്ക് കാർബണിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ നടക്കില്ല. അവർക്ക് RUBPയിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യാനുള്ള ചാൻസ് വരുന്നില്ല എന്നതാണ് ഉത്തരം. ഓക്കെ.
Moving to the question number 15, what is meant by open vascular bundle and closed vascular bundle എന്നതാണ് അനാട്ടമി ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കൺജോയിന്റ് കൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിൽ തന്നെയാണ്. അവർക്ക് വാസ്കുലാർ ബണ്ടിലിന്റെ ഒരു പോർഷനിൽ അവർക്ക് ഫ്ലോയം ഉണ്ട്, ഫ്ലോയം എന്ന പേരിലുള്ള വാസ്കുലാർ ടിഷ്യൂ ഉണ്ട്. മറുഭാഗത്ത് അവർക്ക് സൈലം ഉണ്ട്. ഓക്കെ, അതും സ്റ്റെമ്മിൽ എൻഡാർക്കായി നിൽക്കുന്ന സൈലമാണ്. സൈലം അവർക്ക് എൻഡാർക്ക് നേച്ചറിൽ നിൽക്കുവാണ്. സ്പെഷ്യാലിറ്റി എന്താണ്? ഇവർക്ക് ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആരുണ്ട്? ക്യാമ്പിയം ഉണ്ട്. ആ ക്യാമ്പിയമിന്റെ മുഴുവൻ പേരെന്താണ്? ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്നാണ്. ക്യാമ്പിയം മെരിസ്റ്റമാണ്. അത് പുതിയ സെല്ല് പിന്നെയും ഉണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് വിളിക്കുക. അതേസമയം ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലിൽ ഒരു സൈഡിൽ സൈലം ഉണ്ട്, മറുഭാഗത്ത് ഫ്ലോയോ ഉണ്ട്. അവർ നേരിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആരില്ല? ക്യാമ്പിയം ഇല്ല. സോ ഇൻ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് xylem and phloem are together and side by side and separated by a cambium. അപ്പോഴാണ് ഓപ്പൺ ആവുക. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ ആണ്. Okay, and in closed vascular bundles, the xylem and phloem are together and side by side, but not separated by a cambium. അത് മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ ആണ്. ഓക്കെ, സ്പീഡ് കൂട്ടണോ മക്കളെ? ഡീറ്റെയിൽസ് കുറയ്ക്കണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണേ. Someone please respond. Yeah, moving on to the question number 16. A given diagram shows different types of chromosomes. Observe the diagram. Thank you, Zayan. And answer the following question. നോക്കൂ, ആദ്യത്തേത് മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. സെൻട്രോമിയർ സെന്ററിലാണ്. ഒപ്പം അവർക്ക് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ട്. ടെക്സ്റ്റിൽ വന്ന തെറ്റ് ഇവിടെയും അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. ഈ പോർഷൻ ആണ് ആക്ച്വലി സെക്കൻഡറി കൺസ്ട്രക്ഷൻ കേട്ടോ. ഈ പോർഷൻ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ക്രോമസോം ഉണ്ട്. രണ്ടാമത്തത് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്, സാറ്റലൈറ്റ് ഇല്ല. മൂന്നാമത്തത് ആക്രോസെൻട്രിക് ക്രോമസോം ആണ്, റൈറ്റ്. ആൻഡ് ഫൈനലി ഈ പോർഷൻ ഇല്ലാതിരിക്കുന്നതാണ് ടിലോസെൻട്രിക്കിൽ ബെറ്റർ. ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കൂ. ഐഡന്റിഫൈ 4 types of chromosomes based on the position of centromere observed in figures ABCD. What is satellite? Identify the 4 types of chromosomes. Identify ചെയ്തല്ലോ. Metacentric chromosome, submetacentric chromosomes, acrocentric chromosomes and telocentric chromosomes. And what is satellite? Satellite is a small knob-like structure beyond the secondary construction. Secondary construction എന്നതിന്റെ ശേഷം കാണപ്പെടുന്ന ആ knob-like structureന്റെ പേരാണെന്ത്? Satellite. Satellite is a small knob-like structure beyond the secondary construction. ഈ ഒരു ടൈപ്സ് ഓഫ് ക്രോമസോമിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. 17th question. What is meant by respiratory quotient? അതിന്റെ ഷോർട്ട് ഫോം ആണ് RQ. RQന്റെ ഇക്വേഷൻ എഴുതിയാലും മതി. ഇങ്ങനെ വന്നാൽ വോളിയം ഓഫ് CO2 ഇവോൾവ്ഡ്, CO2 ഇവോൾവ് ചെയ്തതാണെന്ന് മറക്കരുത്, യൂസ് ചെയ്തതല്ല റെസ്പിറേഷനിൽ, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. മാറിപ്പോവരുത് എഴുതുമ്പോൾ. CO2 കൺസ്യൂംഡ് അല്ല, ഓക്സിജൻ ഇവോൾവ്ഡും അല്ല, നേരെ തിരിച്ചാണ്. CO2 evolved divided by O2 consumed during respiration. ഇതിന്റെ പേരാണ് respiratory quotient. How much is the RQ of carbohydrates which are used as substrate? ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിക്കൂ. C6H12O6 ഓക്സിഡൈസ് ചെയ്യാൻ 6O2 വേണം. പ്രൊഡക്റ്റായി കിട്ടാൻ പോകുന്നതിൽ 6CO2 ഉണ്ടാവും. ആണല്ലോ മക്കളെ. 6 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, പിന്നെ എനർജിയുമാണ് ഉണ്ടാവുക. ഓക്കെ, സോ ദബായ് ഇവിടെ യൂസ് ചെയ്തത് 6 ഓക്സിജനെയാണ്, ഇവോൾവ് ചെയ്തത് 6 കാർബൺ ഡൈ ഓക്സൈഡിനെയുമാണ്. അതുകൊണ്ട് RQ 6CO2 ഇവോൾവ്ഡ് ഡിവൈഡഡ് ബൈ 6O2 കൺസ്യൂമഡ് ആണ്. 6/6 ആണ്. 1 യൂണിറ്റി എന്നാണ് വരിക കാർബോഹൈഡ്രേറ്റ്സിൻ്റെത്. ഇറ്റ്സ് മെസ്സി എന്ന് മെൻഷൻ ചെയ്ത ആള് ലൈക്ക് നമുക്കത് റാപ്പിഡ് റിവിഷൻ ആണ്, വിഷൻ അല്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫൈൻ. വേറെ ആർക്കെങ്കിലും ട്രബിൾ ഫീൽ ചെയ്യുന്നുണ്ടോ?
RQ എന്ന് പറയുന്നത് വോളിയം ഓഫ് CO2 ഇവോൾവ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ് എന്ന് തന്നെ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഉൾട്ടയായി പോവരുതെന്ന്. വോളിയം ഓഫ് CO2 കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് O2 ഇവോൾവ്ഡ് എന്നാവരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, റെസ്പിറേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്തിരിക്കുകയാണ്, ഓക്സിജൻ കൺസ്യൂം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ റേഷ്യോ ആണ് മക്കളെ RQ, റെസ്പിറേറ്ററി കോഷ്യന്റ്. Alright. Anyway, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് മക്കൾക്ക് എന്തെങ്കിലും യൂസ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മക്കളെ കോൺഷ്യസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ശരി, കാർബോഹൈഡ്രേറ്റ്സിന്റെ RQ വാല്യൂ 1 ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതേസമയം പ്രോട്ടീൻസിന്റെ RQ വാല്യൂ ക്ലോസ് ടു 1 ആയിരിക്കും, അത് 0.9 ആയിരിക്കും എന്നുള്ളത് അങ്ങനെ പഠിച്ചു വെച്ചോളൂ. റൈറ്റ്. ആൻഡ് ഫോർ ഫാറ്റ് ഓർ ഫാറ്റി ആസിഡ്സ് അതിന് ലെസ് ദാൻ 1 ആണ് കിട്ടുക. NCERT പ്രൊവൈഡ് ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ട്രൈപാൽമിറ്റിൻ. അതൊരു ഫാറ്റി ആസിഡ് ആയിരുന്നു. ആ ഫാറ്റി ആസിഡ് ആയ ട്രൈപാൽമിറ്റിന് 0.7 ആയിരുന്നു RQ വാല്യൂ NCERT തന്നിട്ടുള്ളത്. അതുകൂടി മനസ്സിലോർത്ത് വെക്കേണ്ടതുണ്ട്. Right. And as well, like organic acids ആണെങ്കിൽ organic acidകളുടെ RQ വാല്യൂ നോക്കിയാൽ അത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. എക്സാക്ട്ലി നിങ്ങൾ ഓൾറെഡി ചെയ്ത് ഒരു വട്ടമൊക്കെ അനലൈസ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ജുമൈല, are you okay? Okay with the descriptions? Fine. If people are open, no need of regrets, you can open out anything. Question number 18. Observe the given diagram and answer the questions. What is placentation? Simply പറഞ്ഞാൽ arrangement of ovules within ovary എന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ? Arrangement of ovules within ovary. Thank you so much, Jumaila. ഓവറിൻ്റെ ഉള്ളിൽ ഒവ്യൂളുകളെ അറേഞ്ച് ചെയ്യുന്നതിന് മോളെ പാസ് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഒട്ടും വറീഡ് ആവേണ്ടതേ ഇല്ല. ഓക്കെ, ഇന്നത്തെ ഈ കാണുന്ന വീഡിയോ ഒന്നുകൂടിയൊക്കെ ഒന്ന് കണ്ടുവെച്ച് പോയപ്പോൾ തന്നെ പാസ് മാർക്ക് കിട്ടും എന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. നമ്മൾ ഗ്യാരണ്ടി പറയുകയല്ല, പക്ഷേ ഒബ്വിയസ്ലി കിട്ടുന്നതാണ്. കാരണം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ പോർഷൻസും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകാൻ. ഓക്കെ, thank you so much for the better comments from Rinshi, Jumaila and all. Thank you. Write the type of placentation observed in figures. ഇത് മുഴുവനായി തരണമെന്നില്ല ബോർഡ് എക്സാമിന്. ചിലപ്പോൾ 2 എണ്ണമൊക്കെ തന്ന് അത് പേര് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഇവിടെ 1 തന്നത് മക്കളെ മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. മാർജിനൽ പ്ലാസന്റേഷൻ. മാർജിനൽ പ്ലാസന്റേഷന് എക്സാമ്പിളായി P എന്ന് പഠിച്ചോളുക. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടാൽ ഒവ്യൂളുകൾ, ഈ അകത്തുള്ള ലൈക്ക് സീഡാകാൻ പോണ ആൾക്കാരാണ് മക്കളെ ഒവ്യൂൾസേ. റൈറ്റ്, അകത്തുള്ള ആൾക്കാരാണ് ഒവ്യൂൾസ്. ഈ ബ്ലാക്ക് മാർക്സിൽ ഇവിടെ കാണാൻ പോണ ആൾക്കാരാണ് ഒവ്യൂൾസ്. ഈ ഔട്ടർ ഷെല്ലാണ് ഓവറി. അപ്പോൾ ഓവറിൻ്റെ ഉള്ളിൽ ഒവ്യൂളുകൾ ഇങ്ങനെ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്താൽ അത് മാർജിനൽ പ്ലാസന്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആസ് ഇൻ P. രണ്ടാമത് ഇവിടെ മെൻഷൻ ചെയ്തത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. 2 എന്ന് മെൻഷൻ ചെയ്തത്. നാരങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് പോലെ, ടൊമാറ്റോ ഒക്കെ ക്രോസ് ആയി കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് പോലെ, ചില്ലിനെയൊക്കെ ഓംലെറ്റിൽ ഇടാൻ ക്രോസ് ആയി കട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ കാണുന്നത് പോലെ, അതാണ് ആക്സൈൽ പ്ലാസന്റേഷൻ. കുറേ ലോക്യൂൾസിൻ്റെ ഇവിടെ നോക്കുക, കുറേ അറകളുണ്ട്, എന്നിട്ട് ഒവ്യൂളുകളെ ഇങ്ങനെ ആക്സിയൽ പൊസിഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എക്സാമ്പിളായി നിങ്ങൾ സിട്രസ്, നാരങ്ങേനെ തന്നെ പഠിച്ചോളൂ. ലെമൺ, റൈറ്റ്, സിട്രസ്, ലെമൺ എന്നൊക്കെ പഠിച്ചോളൂ. ലെമൺ, ചൈന റോസ്, ടൊമാറ്റോ ഒക്കെ ആക്സൈൽ പ്ലാസന്റേഷനിലാണ്. 3 എന്നിവിടെ മെൻഷൻ ചെയ്തത് പരീച്ചൽ പ്ലാസന്റേഷനിലാണ്. പരീച്ചലാണ് പ്ലാസന്റേഷൻ. പെരിഫറിയിലാണ്, അല്ലാതെ നടുവിലല്ല, ആക്സിയലിലല്ല, മറിച്ച് പെരിഫറിയിലാണ്, ഇന്നർ ഓവറി വോളിലാണ്. അതിനെയാണ് പെരീച്ചൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുക. മസ്റ്റാർഡ് എന്ന എക്സാമ്പിൾ പഠിച്ചോളൂ. മസ്റ്റാർഡ് കൂടാതെ അർജിമൻ എന്ന് പറയുന്ന ആൾക്കും പരീച്ചൽ പ്ലാസന്റേഷൻ ഉണ്ട്. 4th വൺ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്നാണ് പേര്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ നോക്കൂ, ആക്സൈലുമായി ഒരു വ്യത്യാസമേ ഉള്ളൂ. ആക്സൈലിന് കുറേ ഓവറി അറകൾ ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. ഒരു യൂണിലോക്കുലർ ഓവറിയാണ്. എന്നിട്ട് നടുവിൽ പ്ലാസന്റയും ഒവ്യൂൾസും അറേഞ്ച് ചെയ്തതാണ്. ഡയാന്തസ് എന്നൊക്കെ പേരുള്ള ഗാർഡൻ പ്ലാൻ ഡയാന്തസ്, റൈറ്റ്, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് പ്രിംറോസ്, റൈറ്റ്, അവർക്കൊക്കെയാണ് ലൈക്ക് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഉള്ളത്. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എങ്കിലൊക്കെ എക്സ്പെക്ട് ചെയ്യണേ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ പ്രീവിയസ്
No, model exam. Some features of light reaction and dark reaction of photosynthesis are given below. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈസിനെസ്സിന് വേണ്ടി ഓരോന്നിനും മുമ്പിൽ നമ്പർ ഇട്ട് വെക്കാണ്, എനിക്ക് ബോക്സിലേക്ക് നമ്പർ എളുപ്പത്തിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പക്ഷേ നമ്പർ തരാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ ടോട്ടലി സെൻറ്റൻസുകൾ പോയിന്റുകൾ ബോക്സിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. ബയോസിന്തറ്റിക് ഫേസ് എന്നത് മക്കളെ ഡാർക്ക് റിയാക്ഷൻ്റെ വേറെ പേരാണ്. ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ട് ഡാർക്ക് റിയാക്ഷനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബയോസിന്തറ്റിക് ഫേസ്. ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നത് ലൈറ്റ് റിയാക്ഷൻ്റെ വേറൊരു പേരാണ്. അവിടെ ATP, NADPH എന്നീ ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയേറ്റ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ലൈറ്റ് റിയാക്ഷനെ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് വിളിക്കുക. ATP ആൻഡ് NADPH ആർ യൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റിയാക്ഷൻ ആണ്, പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിയാക്ഷനിലാണ്. ATPയും NADPHും ഉണ്ടാവുന്നത് ലൈറ്റ് റിയാക്ഷനിലും ATPയും NADPHും ഉപയോഗിച്ച് തീർക്കുന്നത് ഡാർക്ക് റിയാക്ഷനിലുമാണ്. ഓക്കെ, അപ്പോൾ യൂട്ടിലൈസ്ഡ് ഇൻ ഡാർക്ക് റിയാക്ഷൻ. ടേക്ക് പ്ലേസ് ഇൻ സ്ട്രോമ. സ്ട്രോമയിൽ നടക്കാൻ പോണത് ഡാർക്ക് റിയാക്ഷനിലാണ്, ഡാർക്ക് റിയാക്ഷൻ ആണ്. ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ATP ആൻഡ് NADPH ആർ പ്രൊഡ്യൂസ്ഡ്, അത് ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമാണ്. ലൈറ്റ് റിയാക്ഷനിലാണ് ലൈറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്ത് ATPയും NADPHും ഉണ്ടാവുക. ടേക്ക് പ്ലേസ് ഇൻ ദ ഗ്രാനയും ലൈറ്റ് റിയാക്ഷൻ ആണ്. ഗ്രാന ഫോർ ലൈറ്റ് റിയാക്ഷൻ ആൻഡ് സ്ട്രോമ ഫോർ ഡാർക്ക് റിയാക്ഷൻ എന്നതാണ്. ഓക്കെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്. ക്വൈറ്റ് ഈസി ആയിരുന്നു എന്ന് വേണം അനാലിസിസ് ചെയ്യാനല്ലേ. ദെറാഫ്റ്റർ നമുക്ക് ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, ലൈക്ക് ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറ്റ് എ ഗ്ലാൻസ് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോടൊന്ന് നോട്ടീസ് ചെയ്താൽ മതി കേട്ടോ. 5 kingdom arrangement of organisms was given by R.H. Whittaker. State the criteria followed by Whittaker for his classification. ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ പുതിയ NCERT ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 11 ടേബിൾ കൊടുത്തതിൻ്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫിലുള്ള കാര്യമാണ്. R.H. Whittakerന്റെ 5 kingdom classification ഓർമ്മയുണ്ടല്ലോ. 5 kingdoms are Monera, Protista, Fungi, Plantae and Animalia. ഇങ്ങനെ 5 കിങ്ഡമായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി റൈറ്റ് ഏതൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പേജ് നമ്പർ 11 ഇവിടുത്തെ ആൻസർ അപ്പം പറയേണ്ടത് ആരൊക്കെയാണ് ക്രൈറ്റീരിയ യൂട്ടിലൈസ്ഡ്. ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ യൂസ്ഡ് ബൈ ഹിം ഇൻക്ലൂഡ് സെൽ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചർ ഒരു ക്രൈറ്റീരിയ ആണ്. സെൽ സ്ട്രക്ചർ, സെൽ പ്രോക്യാരിയോട്ട് ആണോ അതോ യൂക്യാരിയോട്ട് ആണോ എന്നതാണ്. ബോഡി ഓർഗനൈസേഷൻ, ശരീരഘടന യൂണിസെല്ലുലാർ ആണോ അതോ മൾട്ടി സെല്ലുലാർ ആണോ എന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ, റൈറ്റ്, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈനലി ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് തന്നെ വിളിക്കണം. എവല്യൂഷണറി റിലേഷൻഷിപ്സ് ആണ് നോക്കിയത് അല്ലേ, അത്രേ ഉണ്ടായുള്ളൂ. fill in the blanks kind of question ആണ്. മൊനെറ പ്രോക്യാരിയോട്ട് ആണെങ്കിൽ പ്രോട്ടിസ്റ്റ യൂക്യാരിയോട്ട് ആണ്. സെല്ലുലാർ പ്രോക്യാരിയോട്ടിന്റെ കിങ്ഡം ആണ് മൊനെറ, സെല്ലുലാർ യൂക്യാരിയോട്സിൻ്റെതാണ് പ്രോട്ടിസ്റ്റ. ബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയന്റെ പേര് ഹാലോഫൈൽസ് ആണെങ്കിൽ മാർഷി ഏരിയയിലുള്ളതിന്റെ പേര് മെത്തനോജൻസ് എന്നാണ്. മെത്തനോജൻസ് ജീവിക്കുന്നത് മാർഷസിലും ഗട്ട് ഓഫ് റൊമിനന്റ് അനിമൽസിലുമാണ്. അവർ ബയോഗ്യാസ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ്. കൂടാതെ ഹൈ ടെമ്പറേച്ചറിൽ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ ജീവിക്കുന്നവര് അവർ തെർമോ ആസിഡോഫൈൽസും ആണ്. ബാക്ടീരിയകളുടെ ഷേപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വിബ്രിയോ കോമ ഷേപ്ഡ് ആണെങ്കിൽ ആരാണ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളുടെ പേരാണ് ബേസിലസ്, പ്ലൂറൽ ബേസിലായി റോഡ് ഷേപ്ഡ് ബാക്ടീരിയകളാണ്. Question 3. Archaebacteria which can survive in hot springs are called, അവരുടെ പേര് thermoacidophiles എന്നാണ്. പേര്. Okay. Moving on. Observe the cyanobacteria given below. NCERT provided the picture ആണ്. Okay. And answer the following question. Name a cyanobacteria and kingdom it belongs.
നെയിം എ സൈനോബാക്ടീരിയം എന്ന് ചോദിക്കുമ്പോൾ ടെക്സ്റ്റ് തന്ന പിക്ചർ നൊസ്റ്റോക്കിൻ്റെതാണ്. ഓക്കെ, ഓർ വേറൊരാളെ പേര് എഴുതാൻ പറയുവാണെങ്കിൽ അനബീന, നൊസ്റ്റോക്ക് അനബീനയൊക്കെയാണ് സൈനോബാക്ടീരിയ നമ്മൾ പഠിച്ച ഫിലമെന്റസ് ഫോമിന് എക്സാമ്പിൾ. ആൻഡ് ദ കിങ്ഡം ഇറ്റ്സ് ബിലോങ്, അതിന്റെ കിങ്ഡം മൊനിറയാണ് മക്കളെ, പ്രോക്യാരിയോട്സ് ആണ്. മൊനിറ എന്നുള്ള കിങ്ഡമിലാണ് ബാക്ടീരിയകളെ പെടുക. ബാക്ടീരിയകളുടെ കാറ്റഗറി ആണല്ലോ സൈനോബാക്ടീരിയ. ലേബൽ ദ ലെറ്റർ പി ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. പി എന്ന് ഇവിടെ മെൻഷൻ ചെയ്തത് ഹെറ്ററോസിസ്റ്റ് എന്ന് എഴുതണം. ഹെറ്ററോസിസ്റ്റ്, ഹെറ്ററോസിസ്റ്റിന്റെ ഫംഗ്ഷൻ നൈട്രജൻ ഫിക്സേഷൻ ആണ്. നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുടെ പേരാണ് ഹെറ്ററോസിസ്റ്റ്. Question number 5. Identify the statement which is applicable to cyanobacteria. Important decomposers ആണോ? അല്ല. Cyanobacterial producers ആണ്, photosynthetic ആണ്. Form blooms in polluted water? Exactly true. Algal bloom form ചെയ്യും അവര് പൊല്യൂട്ടഡ് വാട്ടറിൽ ഫാസ്റ്റ് ആയി മൾട്ടിപ്ലൈ ചെയ്തിട്ട്. പ്രസൻസ് ഓഫ് പ്രൊമിനന്റ് ന്യൂക്ലിയസ് ഇല്ല, അവർ പ്രോക്യാരിയോട്സ് ആണ്. ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ആബ്സെന്റ് ആണ്. കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് എ സെൽ വാൾ അല്ല, അവർക്ക് ബാക്ടീരിയകളുടെ സെൽ വാൾ മെറ്റീരിയലും കൂടാതെ പ്ലാന്റിന്റെ സെൽ വാൾ മെറ്റീരിയലായ സെല്ലുലോസും ഒക്കെയുള്ള സെൽ വാൾ ഉണ്ട്. അവർ ബാക്ടീരിയകളാണ്, സെൽ വാൾ ഉള്ളവരാണ്. മൊനിറയിൽ സെൽ വാൾ ഇല്ലാത്തത് മൈക്കോപ്ലാസ്മയ്ക്ക് മാത്രമാണ്. സ്മോളസ്റ്റ് ലിവിങ് സെൽസ് ആണ് ആര്? മൈക്കോപ്ലാസ്മ. Moving on to the question number 6. Cell wall deposits of diatoms are called the diatomaceous earth. What is the nature of cell wall in diatoms? Yeah, in diatoms, cell wall forms two thin overlapping shells which fit together as in a soap box embedded with silica. ഡയാറ്റമുകളുടെ സെൽ വാളിന് രണ്ട് തിന്നായ ഓവർലാപ്പിംഗ് ആയ ഷെല്ലുകളുണ്ട്. അത് സോപ്പ് ബോക്സ് പോലെ അടഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ എംബെഡ് ചെയ്യാൻ വേണ്ടി ആരുണ്ട്? സിലിക്ക ഡെപ്പോസിറ്റ്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് ഇൻഡിസ്ട്രാക്റ്റബിൾ ആണ്. അതുകൊണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഡയാറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുക. റൈറ്റ് ഇനി ടു യൂസസ് ഓഫ് ഇറ്റ് ഓൾറെഡി നമ്മൾ മോഡൽ എക്സാം ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഒന്ന് ഫിൽട്രേഷൻ ആണ്, മറ്റൊന്ന് പോളിഷിംഗ് ആണ്. പോളിഷിങ്ങിന് ഡയാറ്റമേഷ്യസ് എർത്തിനെ യൂസ് ചെയ്യും ആൻഡ് ഫിൽട്രേഷന് യൂസ് ചെയ്യും. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ്, സിറപ്സ് എക്സെട്ര. ഓക്കെ, ആർ യു കംഫർട്ടബിൾ ഈവൻ നൗ? മക്കളെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. ജുമൈല, ആർ യു കംഫർട്ടബിൾ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. വാസില, താങ്ക് യു സോ മച്ച്. Our upcoming question 7. Find out what do the terms algal bloom and red tides signify. മറന്നു പോകരുത്. ആൽഗൽ ബ്ലൂം കോസ് ചെയ്യുന്നത് മക്കളെ സയനോ ബാക്ടീരിയകളാണ്. സയനോ ബാക്ടീരിയന്റെ ലൈക്ക് കിങ്ഡം മൊനിറയാണ്. മൊനിറയിൽ പെടുന്ന സയനോ ബാക്ടീരിയ പൊല്യൂട്ടഡ് വാട്ടറിൽ മൾട്ടിപ്ലൈഡ് ആവുന്നതാണ് ആൽഗൽ ബ്ലൂം. Right? The multiplication of cyanobacteria in polluted waters is said to be algal bloom. Cyanobacteria belongs to Monera. സത്താർ അറിയോന്ന് ചോദിക്കുന്നുണ്ട്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പ്ലീസ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓക്കെ, ആൻഡ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത് മക്കളെ ഗോണിയോലാക്സ് ആണ്. അത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പെടുന്ന ആളാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള ഒരു റെഡ് കളറുള്ള മെമ്പറാണ് ആര്? ഗോണിയോലാക്സ്. ഗോണിയോലാക്സ് കടലിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ആര്? ലൈക്ക് റെഡ് ടൈഡ്. അത് പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആളാണ്. പ്രോട്ടിസ്റ്റ. J6 man. ഹലോ, പ്രിപ്പറേഷൻ ഒക്കെ സ്ട്രോങ് ആയി നടക്കണ്ടല്ലോ അല്ലേ? Fine. So the fast rate multiplication of cyanobacteria in polluted waters causes algal bloom. The cyanobacteria belong to kingdom Monera. The rapid multiplication of a red dinoflagellate, protistale dinoflagellates il padunna red color ulla member. The red dinoflagellate of Protista goniolax undergo a rapid multiplication in the sea. By the sea itself is appearing to be red, called the red tide. രണ്ടുപേരുടെയും കിങ്ഡം ഡിഫറെന്റ് ആണെന്നത് നോട്ടീസ് ചെയ്യാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ ഓർഗാനിസം. ഇത് യുഗ്ലീനയാണ് മക്കളെ, യുഗ്ലീനയാണ്. യുഗ്ലീന കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ തന്നെയാണ് ഇവിടെ. പ്രോട്ടിസ്റ്റയിൽ വരുന്ന യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടായ മെമ്പറാണ്.
What other events takes place in slime molds during favorable and unfavorable seasons? Favorable conditions അവർ plasmodium form ചെയ്യും. During suitable conditions, the body aggregates to form a mass spreading over several feeds called the plasmodium. Unfavorable seasonal plasmodiumil നിന്ന് fruiting bodyയും sporesum form ചെയ്യും. Fruiting bodies and spores form ചെയ്യും. Okay? Plasmodium differentiate ചെയ്ത് fruiting bodies form ചെയ്യും. Fruiting bodiesന്റെ ടിപ്പിൽ spores ഉണ്ടാവും. So the slime molds produce plasmodium during favorable conditions and they produce fruiting bodies and spores during unfavorable conditions. Question number 10. Trypanosoma ഒരു flagellated protozoan ആണെങ്കിൽ ciliated protozoan ഒരു എക്സാമ്പിൾ പറയാനാണ് പറയണത്. അത് paramecium ആണ്. Paramecium ഒരു ciliated protozoan ആണ്. ഓക്കെ, അത് ഉൾട്ടയായിട്ടും ചോദിക്കാം കേട്ടോ. ലൈക്ക് Trypanosoma flagellated protozoan, paramecium dash എന്നും ചോദിക്കാം. Ciliated protozoan എന്ന് എഴുതേണ്ടി വരും. Question number 11. Match the following kind of question ആണ്. Protozoans, euglenoids, dinoflagellates, chrysophytes എന്നൊക്കെയാണ് തന്നത്. Chrysophyteന് എക്സാമ്പിൾ ആണ് മക്കളെ diatoms. Right. Dinoflagellateന് എക്സാമ്പിൾ ആണ് റെഡ് കളറുള്ള ഗോണിയോലാക്സ്. യുഗ്ലീനോയിഡ്സിന് എക്സാമ്പിൾ തന്നെയാണ് യുഗ്ലീന. പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആണ് ലൈക്ക് പാരാമീസിയം. അത് പ്രോട്ടോസോവൻസിലെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ഇതൊന്നും ട്രബിൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ലൈക്ക് എന്ന് പറയുന്നത് അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ ആൻഡ് ആൽഗെ ആണെങ്കിൽ ആരാണ് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്? അതിൻ്റെ പേര് മൈക്കോറൈസ എന്നാണ്. മൈക്കോറൈസ മറ്റൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. Okay. 13. Fill up the blanks. Network of hyphae in fungus is called mycelium. ഫംഗസിൽ ഈസ്റ്റ് ഒഴികെയുള്ളവരുടെ ബോഡി ഉണ്ടാക്കണ ലോങ് ഫിലമെന്റസ് ത്രെഡുകളുടെ പേരാണ് ഹൈഫെ. ഹൈഫെന്റെ നെറ്റ്വർക്കിന്റെ പേരാണ് മൈസീലിയം. ഓക്കെ. 14. മഷ്റൂമിന് ഒരു എക്സാമ്പിൾ ആണ് അഗാരിക്കസ്. നമ്മളെ കോമൺ അംബ്രല ലൈക്ക് ആയിട്ടുള്ള സാധനം ഇല്ലേ, അഗാരിക്കസ് ഒരു മഷ്റൂമിന് എക്സാമ്പിൾ ആണെങ്കിൽ ബ്രെഡ് മൗൾഡ് ഒബ്വിയസ് ആയിട്ടും ചോദിച്ചോളൂ, ചുമയില, നോ ട്രബിൾ അറ്റ് ഓൾ. ചോദിക്കൂ. ബ്രെഡ് മൗൾഡിന് എക്സാമ്പിൾ ആണ് റൈസോപ്പസ്. റൈസോപ്പസ് റൈസോപ്പസ് ഒരു ബ്രെഡ് മൗൾഡ് ആണ്. ധൈര്യമായിട്ട് ചോദിച്ചോ ചുമയില, യു ആർ വെൽക്കം. കമന്റ് ബോക്സിൽ ഇട്ടോ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ഫംഗൽ സെക്ഷൽ സൈക്കിൾ ചൂസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്നതാണ് ക്വസ്റ്റ്യൻ. അതും അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്ലാസ്മോഗാമി, കാരിയോഗാമി, മയോസിസ്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ആയ പ്ലാസ്മോഗാമി, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയൈ ആണ് കാരിയോഗാമി, ഫോളോഡ് ബൈ റിഡക്ഷൻ ഡിവിഷൻ ആണ് മയോസിസ്. പ്ലാസ്മോഗാമി, കാരിയോഗാമി, മയോസിസ്. അതാണ് റൈറ്റ് ചോയ്സ്. 16. Write any 4 distinguishing characters of ascomycetes and basidiomycetes എന്നാണ് ചോദിച്ചത്. ആസ്കോമൈസീഡ്സിനും ബസിഡിയോമൈസീഡ്സിൻ്റെയും ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടേഴ്സ് 4 പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആസ്കോമൈസീഡ്സിനെ കോമൺ ആയി സാക് ഫഞ്ചൈ എന്ന് വിളിക്കുമ്പം ബസിഡിയോമൈസീഡ്സിനെ ക്ലബ് ഫഞ്ചൈ എന്നാണ് വിളിക്കാറ്. ഓക്കെ. ആസ്കോമൈസീഡ്സിൽ ലൈക്ക് ആസ്കോമൈസീഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഉണ്ട്. ബസിഡിയോമൈസീഡ്സിലാവട്ടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനേ ഉള്ളൂ. അസെക്ഷൽ സ്പോർസ് ആർ ജനറലി നോട്ട് ഫൗണ്ട് എന്നതാണ്. ഓക്കെ. ആസ്കോമൈസീഡ്സിന് ഫ്രൂട്ടിംഗ് ബോഡീന്റെ പേര് ആസ്കോ കാർപ്പ് എന്നാണ്. ബസിഡിയോമൈസീഡ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡീന്റെ പേര് ബസിഡിയോ കാർപ്പ് എന്നാണ്. സ്പോറുകളോ, സെക്ഷൽ സ്പോറുകൾ ആസ്കോമൈസീഡ്സുകൾക്ക് ആസ്കോസ്പോസ് ആണ്. ആസ്കോസ്പോസ് എൻഡോജീനസ് ആണ്. എൻഡോജീനസ് സ്പോസ് ആണ്. ബസിഡിയോമൈസീഡ്സിന് ബസിഡിയോസ്പോസ് ആണ്. ബസിഡിയോസ്പോസ് എക്സോജീനസ് ആണ്. 19 മാർക്ക് മാർക്ക് കിട്ടി. +2 17 കിട്ടിയാൽ മതിയോ? അപ്പം പാസ് മാർക്ക് ആവും.
ഒരിക്കലും ജുമൈല പ്ലാസ് മാർക്ക് എന്നുള്ള മിനിമം ലിമിറ്റ് വെച്ച് നോക്കരുത്. കിട്ടുന്നതിൻ്റെ പരമാവധി സ്കോർ ചെയ്യാൻ തന്നെ നോക്കണം. അതുകൊണ്ട് ജസ്റ്റ് പാസ് എന്നുള്ളത് മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. മാക്സിമം സ്കോർ എന്നുള്ളതിലേക്ക് കോൺഷ്യസ് ആവുക. യു ക്യാൻ ഡു. ഇന്നും നാളെയും കൊണ്ട് തന്നെ ബോട്ടണി പഠിക്കാവുന്നതേ ഉള്ളൂ. ബോർഡ് എക്സാമിന് പഠിക്കാൻ ബോട്ടണി വലിയ റിസ്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കണ്ട് ഒന്ന് മറിച്ചൊക്കെ നോക്കി വെച്ചാൽ തന്നെ നല്ല സ്കോർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, all the very best from our side. Yes, different types of fungi are given, classify them into their specific classes. Okay, എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ വീണ്ടും നമ്പർ കോട്ട് ചെയ്യാൻ പോവാണ്. ട്രൈക്കോഡെർമക്ക് 1 കൊടുക്കാൻ പോവാണ്. ഓക്കെ, ന്യൂറോസ്പോറക്ക് 2 കൊടുക്കാൻ പോവാണ്. ആൽബുഗോക്ക് 3 കൊടുക്കാൻ പോവാണ്. മ്യൂക്കറിന് 4 കൊടുക്കാൻ പോവാണ്. അഗാരിക്കസിന് 5 കൊടുക്കുകയാണ്. അസ്റ്റിലാഗോക്ക് 6 കൊടുക്കുകയാണ്. ആൾട്ടർനേറിയ 7 ആൻഡ് ക്ലാവിസെപ്സ് 8 കൊടുക്കുകയാണ്. എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിന് ബോക്സസിൽ ഇതിൻ്റെ പേരുകൾ തന്നെ എഴുതണം കേട്ടോ. ട്രൈക്കോഡെർമ ഒരു ഡ്യൂട്ടിറോമൈസേറ്റ് ആണ്. ന്യൂറോസ്പോറ ഒരു ആസ്കോമൈസേറ്റ് ആണ്. ആൽബുഗോ ഒരു ഫൈക്കോമൈസേറ്റ് ആണ്. മ്യൂക്കറും ഒരു ഫൈക്കോമൈസേറ്റ് ആണ്. എസ്റ്റിലാഗോ ദ സ്മട്ട് ഫംഗസ് ഒരു ബസീഡിയോമൈസേറ്റ് ആണ്. ഓക്കെ, അഗാരിക്കസ് ഇടയിലുണ്ട്, അതും ഒരു ബസീഡിയോമൈസേറ്റ് ആണ്. ഓക്കെ, ഓൾട്ടർനേറിയ, കോളിച്ചോ, ട്രൈക്കം, ട്രൈക്കോഡെർമ ഒക്കെ ഡ്യൂട്ടിറോമൈസേറ്റ്സ് ആണ്. ക്ലാവിസെപ്സ് വീണ്ടും ആസ്കോമൈസേറ്റ്സ് ആണ്. എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മതി. ഫൈക്കോമൈസേറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത് ആകെ ആരൊക്കെയാണ്? റൈസോപ്പസ്, മ്യൂക്കർ, ആൽബുഗോ. ആസ്കോമൈസേറ്റ്സിൽ ഈസ്റ്റ്, ആസ്പെർഗില്ലസ്, പെനിസിലിയം, ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്, ട്രഫിൾസ് ആൻഡ് മോറൽസ്. ബസീഡിയോമൈസേറ്റ്സിൽ മഷ്റൂംസ് ലൈക്ക് അഗാരിക്കസ്, ബ്രാക്കറ്റ് ഫംജൈ, puff balls, the rust fungus called Puccinia and the smut fungus called the Astilago. ബസീഡിയോമൈസീറ്റുകളുടെ കൂട്ടത്തിൽ റസ്റ്റ് ഫംഗസിന്റെ പേരാണ് പക്സീനിയ, സ്മട്ട് ഫംഗസിന്റെ പേരാണ് അസ്റ്റിലാഗോ. ചിലപ്പം ഇത് തന്നെ മക്കളെ ലൈക്ക് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആയി ചോദിച്ചേക്കാം. ഓക്കെ, സോ ഇങ്ങനെ എക്സാമ്പിൾ പഠിക്കുക. ഡ്യൂട്ടിറോമൈസേറ്റ്സിനോ ഓൾട്ടർനേറിയ, കോളിച്ചോട്രൈക്കം, ട്രൈക്കോഡെർമ. Jumaila, are you comfortable now? All right. Another question is curious question. Listen. How are viroids different from viruses? Virus in the valipum comparably validana. Virus ആണ് വലുത്. Viroids അതിനെ culture ആണ്. Okay. Virus nucleoproteins ആണ്. Nucleoproteins എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, പ്രോട്ടീൻ കോട്ട് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, DNA ഓർ RNA എന്ന ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. DNA ഓർ RNA കവർ ചെയ്യാൻ വേണ്ടി അതിനൊരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. പ്രോട്ടീൻ കോട്ടിൻ്റെ പേര് ക്യാപ്സിഡ് എന്നാണ്. ഓക്കെ, പക്ഷേ വൈറോയിഡ് ലൈക്ക് RNA മാത്രമാണ്, ഫ്രീ RNA മാത്രമാണ്. അവർക്ക് ക്യാപ്സിഡ് ആബ്സെൻ്റ് ആണ്. നോ ക്യാപ്സിഡ് അറ്റ് ഓൾ. ക്യാപ്സിഡ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. ഓക്കെ, വൈറസ് ആണ് കമ്പാരബിളി വലുത്, വൈറോയിഡ്സ് ചെറുതാണ്. വൈറസസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ്. either DNA or RNA covered by a protein coat called the capsid ആണ്. പക്ഷേ വൈറോയിഡ്സ് ആർ ഫ്രീ RNA വിത്തൗട്ട് ക്യാപ്സിഡ് ആണ്. ഓക്കെ, ലോ മോളിക്കുലാർ വെയിറ്റ് ആണ് വൈറോയിഡിന് ഉണ്ടാവുക. ലോ മോളിക്കുലാർ വെയിറ്റ് ലോ, വെരി ലോ മോളിക്കുലാർ വെയിറ്റ് ആണ് ഉണ്ടാവുക വൈറോയിഡ്സിന്. Okay, this act as a bioindicator of air pollution. അത് lichens ആണ്. Lichens are very good pollution indicators എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസോടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഞാൻ ബൈൻഡ് ചെയ്യാണ്. ചാപ്റ്ററിന് ഒരു ക്വിക്ക് റിവിഷൻ ഫീൽ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാറ്റ് ബോക്സിൽ നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആയാൽ നമ്മൾക്കും കുറച്ചും കൂടി ആക്റ്റീവ് ആവാം. Are you okay with the first chapter biological classification? I'm eagerly watching the comment box part. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? യെസ് വാസയില. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ചാപ്റ്റർ, പ്ലാൻ കിങ്ഡം ചാപ്റ്റർ. പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൽ ഒരിക്കലും നിങ്ങൾ പ്രോട്ടോനീമ, പ്രോതാലസ് എന്നിവരെ പഠിക്കാതിരിക്കരുത്. പ്രോട്ടോനീമ,
പ്രോതാലസ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോസുകളുടെ ബ്രയോഫൈറ്റിലെ മോസുകളുടെ ഗെമറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയ ഒരു ക്രീപ്പിംഗ് ഫിലമെന്റസ് നെറ്റ്വർക്കിന്റെ പേരാണ് എന്ത്? പ്രോട്ടോനിമ. പ്രോതാലസ് ടെറിഡോഫൈറ്റുകളുടെ ഗെമറ്റോഫൈറ്റ് ആയ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ആര്? പ്രോതാലസ്. Okay, anyway, match the following kind of question ആണ്. Algae, pteridophytes, Gymnosperms, Angiosperms, Bryophytes എന്ന പ്ലാന്റ് കിങ്ഡമിന്റെ ഡിവിഷൻസ് ആണ് ഒരു സൈഡിലുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ അതിനെ മാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ലെറ്റ് us see. ആൽഗയ്ക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എന്താണ്? താലോയിഡ് ബോഡി, ഫോട്ടോസിന്തറ്റിക് ആൻഡ് മെയിൻലി അക്വാറ്റിക്. നമ്മൾ പായലുകൾ എന്ന് വിളിക്കുന്ന സാധനമാണ് ആൽഗകൾ. അവര് താലോയിഡ്, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളതാണ്. ഋഷി, താങ്ക് യു യാർ. ഓക്കെ, നിങ്ങളൊരു കമന്റ് തരുമ്പോൾ നമുക്ക് അതിന്റെ പ്ലഷറും പ്ലസൻസും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ള ഫോട്ടോസിന്തറ്റിക് ആയ മോസ്റ്റ്ലി അക്വാറ്റിക് ആയ സിംപ്ലസ്റ്റ് ആയ പ്ലാന്റ്സ് ആണ് ആൽഗെ. ടെറിഡോഫൈറ്റ്സിനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ആരെയാണ്? വാസ്കുലാർ ലാൻഡ് പ്ലാന്റ്സ് വിതൗട്ട് സീഡ്സ് ആണ്. വാസ്കുലേച്ചർ ആദ്യമായി ഉണ്ടായ ചെടികളാണ് ടെറിഡോഫൈറ്റ്സ്. സൈലോം ഫ്ലോയവും അവർക്കുണ്ട്, സൈലോം ഫ്ലോയവും ഉണ്ട്, പക്ഷേ സീഡ് ഫോം ചെയ്തിട്ടില്ല, സ്പോറേ ഉള്ളൂ ടെറിഡോഫൈറ്റ്സിന്. ജിംനോസ്പേംസ് ആർ ദ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് മക്കളെ ജിംനോസ്പേംസ് നേക്കഡ് സീഡഡ് ആയത്? അവർക്ക് ഒവ്യൂൾസ് മാത്രമേ ഉള്ളൂ. ഒവ്യൂൾസിനെ കവർ ചെയ്യാൻ വേണ്ടി ഓവറി ഇല്ല. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്ത് സീഡ്സേ ആവുള്ളൂ. ഓവറി ഇല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട് ഉണ്ടാവില്ല. Their ovules are not enclosed by any ovary wall. Thereby, the seeds are not covered by fruit. Thus, they are the naked seeded plants. Okay. Angiospermsനെ മാച്ച് ചെയ്യാൻ ഇവിടെ ഫ്ലവറിംഗ് എന്നുള്ള വാക്ക് തന്നെ കാണുമ്പോൾ നേരെ കൊണ്ടുപോയി വെക്കാം. ഫ്ലവറിംഗ് ആൻഡ് സീഡ് ബെയറിംഗ് വാസ്കുലാർ പ്ലാന്റ്സ്. Bryophytes are the amphibians of plant kingdom because they are, even though they are living in the soil, water is essential for their sexual reproduction. വളരുന്നത് മണ്ണിലാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ വാട്ടർ എസെൻഷ്യൽ ആണ്. ആർക്ക്? ബ്രയോഫൈറ്റ്സിന്. അതുകൊണ്ട് അവരാണ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. Moving on to the second question, what is the basis of classification of algae? ആൽഗകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. പ്ലാന്റ് കിങ്ഡമിന്റെ ഫസ്റ്റ് ഡിവിഷൻ ആയ ആൽഗകൾക്ക് 3 ക്ലാസസ് ഉണ്ട്, ലൈക്ക് ക്ലോറോഫൈസി, ഫിയോഫൈസി, റോഡോഫൈസി. പക്ഷെ ഇവിടെ ചോദിച്ചത് ആ ക്ലാസ്സുകളുടെ പേരല്ല. അങ്ങനെ ക്ലാസിഫൈ ചെയ്തത് എന്തിന്റെ ബേസിസിലാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ എന്നതാണ് ചോദ്യം. അതെന്താ? ഡിഫറൻസ് ഇൻ എന്തിന്റെ ഡിഫറൻസാ? പിഗ്മെന്റ്സ്. പിഗ്മെന്റ്സിന്റെ ഡിഫറൻസ് അതിന്റെ പാർട്ടാണ്. ഓക്കെ, ഫുഡ് റിസർവ്, ഫുഡ് റിസർവിന്റെ മാറ്റമുണ്ട്. ഫുഡ് റിസർവ്. സെൽവാൾ കെമിസ്ട്രി, സെൽവാളിന്റെ കെമിസ്ട്രിയിൽ മാറ്റമുണ്ട്. സെല്ലുലോസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ബാക്കി മെറ്റീരിയൽസിലൊക്കെ മാറ്റമുണ്ട്. ഫ്ലജല്ലാർ നേച്ചർ ആൻഡ് ഹാബിറ്റാറ്റ്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് അനുസരിച്ചാണ് ആൽഗകളെ ക്ലോറോഫൈസി, ഫിയോഫൈസി, റോഡോഫൈസി എന്ന് ഗ്രൂപ്പ് ചെയ്തത്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസസ് ലൈക്ക് ക്ലോറോഫൈസി, ദെൻ ബ്ലാങ്ക്, റോഡോഫൈസി. അപ്പോൾ സി എന്നുള്ളിടത്ത് നമ്മൾ ഫിയോഫൈസി എന്ന് ഫില്ല് ചെയ്യണം. ബ്രൗൺ ആൽഗേന്റെ പേരാണ് ഫിയോഫൈസി. റൈറ്റ്. അങ്ങനെയെങ്കിൽ ക്ലോറോഫൈസിന്റെ കോമൺ ടേം ആണ് എയിൽ എഴുതാനുള്ളത്. അത് ഗ്രീൻ ആൽഗെ എന്നുള്ളതാണ്. ഗ്രീൻ ആൽഗെ, ഗ്രീൻ ആൽഗെ ആണ് ക്ലോറോഫൈസി. ഇ എന്നത് റോഡോഫൈസിന്റെ കോമൺ ടേം ആണ്. അത് റെഡ് ആൽഗെ എന്നുള്ളതാണ്. റെഡ് ആൽഗെ ആണ് റോഡോഫൈസി, റെഡ് ആൽഗെ. മേജർ പിഗ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അത് ക്ലോറോഫൈസിന്റെ മേജർ പിഗ്മെന്റ്സ് ബി എന്നുള്ള പാർട്ടിൽ ഫില്ല് ചെയ്യണം. ക്ലോറോഫിൽ എ ആൻഡ് ബി മാത്രമാണ്. ഓക്കെ, ഫിയോഫൈസിക്ക് ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തിൻ ഉണ്ട്. റോഡോഫൈസിക്കോ ക്ലോറോഫിൽ എ, ഡി ആൻഡ് ഫൈക്കോ എറിത്രിൻ. ഫൈക്കോ എറിത്രിൻ, എറിത്രിൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ അറിയാലോ അത് റെഡ് പിഗ്മെന്റ് ആണെന്ന്. റിസർവ് ഫുഡ്, സ്റ്റോർഡ് ഫുഡിന്റെ കാര്യം പറയുന്നുണ്ട്. ക്ലോറോഫൈസിക്ക് സ്റ്റാർച്ച് ആണ്. ഫിയോഫൈസിക്ക് ലാമിനാരിൻ എന്ന വാക്കുണ്ട്. ലാമിനാരിൻ ഓർ മാനിറ്റോൾ എന്നും പറയാൻ പറ്റും. മാനിറ്റോൾ. റോഡോഫൈസിക്ക് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഈ ടേബിളിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, മൂവിങ് ഓൺ.
Agar is a commercial product obtained from algae. Name one alga from which agar is obtained. റെഡ് ആൽഗകളാണ് ലൈക്ക് ഗ്രാസിലേറിയ, ജെലീഡിയം, ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഏതെങ്കിലും ഒരു പേര് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം, ഇതിൽ ഏതെങ്കിലും ഒരു പേര് എഴുതിയാൽ മതി. അവർ റെഡ് ആൽഗകളാണ്. റൈറ്റ് ഇനി വൺ യൂസ് ഓഫ് അഗാർ ടു മേക്ക് ഐസ്ക്രീംസ്. ടു മേക്ക് ഐസ്ക്രീം മാത്രമല്ല, ഐസ്ക്രീം ഉണ്ട്, പുഡിംഗ് ഉണ്ട്, ജെലീസ് ഉണ്ട്. സജസ്റ്റ് എനി 4 യൂസസ് ഓഫ് ആൽഗെ. ആൽഗകളുടെ ഏതെങ്കിലും 4 യൂസസ് പറയാനാ പറയണേ. ആൽഗകളെ കൊണ്ട് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതിലൊരു യൂസ് എന്താ? ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഫിക്സേഷൻ ഓൺ എർത്ത് ചെയ്യുന്നത് ആരാണ്? ആൽഗകളാണ്. ന്യൂ NCERT ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 26 വെരിഫൈ ചെയ്താൽ മതി, റെഫർ ചെയ്താൽ മതി. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയാണ്. ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. At least half of the total carbon dioxide fixation on Earth is carried out by algae through photosynthesis. Being photosynthetic, they increase the level of dissolved oxygen in their immediate environment. They are of paramount importance as primary producers of energy-rich compounds which form the basis of the food cycles of all aquatic animals. Many species like Porphyra, Laminaria and Sargassum are amongst the 70 species of marine algae used as food. Certain marine brown and red algae produce large amounts of hydrocolloids, the water-holding substances like algin from brown algae and carrageen from red algae. Algin from brown algae and carrageen from red algae. Alright, and as well chala protein rich algae ഉണ്ട്, like protein rich algae like chlorella that is used even by space travelers എന്ന് പഠിച്ചിട്ടുണ്ട്. ഒപ്പം അഗാറിന്റെ യൂസും പറയാം, to make ice cream, pudding and jellies. Okay, moving on to the next question. Which plant are known as amphibians of plant kingdom? Give reason. Severally പറഞ്ഞു കഴിഞ്ഞു, bryophytes ആണ്. Even though they are living in the soil, water is essential for their sexual reproduction. Observe the figure given below. NCERT യിലുള്ള ഒരു ഫിഗർ ആണ്. It shows 2 phases in the life cycle of a plant. എന്നിട്ട് എ എന്നൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ആ എ എന്നുള്ള പോർഷനെ ഐഡന്റിഫൈ ചെയ്യണം. മക്കളെ, ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറയാത്ത ഈ ലോവർ പോർഷൻ ഉണ്ടല്ലോ, ഈ ലീഫി ആയിട്ടുള്ള പോർഷൻ, അതിന്റെ പേര് ഗെമറ്റോഫൈറ്റ് എന്നാണ്. ഗെമറ്റോഫൈറ്റ്. ഗെമറ്റോഫൈറ്റിന്റെ പ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിരിക്കും. നമ്മളോട് ഇവിടെ സെക്കൻഡ് പോർഷൻ, അപ്പർ പോർഷൻ ആണ് ലേബൽ ചെയ്യാൻ പറഞ്ഞത്. അതിന്റെ പേര് സ്പോറോഫൈറ്റ് എന്നാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗമി നടന്നിട്ടുണ്ടായതാണ്. അതിന്റെ പ്ലോയിഡ് എപ്പോഴും ഡിപ്ലോയിഡ് ഉണ്ടാവുക. സിംഗമി നടന്നാൽ നേരെ സൈഗോട്ടാണ് ഫോം ചെയ്യുക. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് ആവുക. സോ ഐഡന്റിഫൈ ദ പാർട്ട് എ എന്ന് പറഞ്ഞാൽ അത് സ്പോറോഫൈറ്റ് എന്ന് ലേബൽ ചെയ്താൽ മതി. റൈറ്റ് എനി ടു പെക്യൂലിയാരിറ്റീസ് ഓഫ് ദിസ് സ്റ്റേജ്. സ്പോറോഫൈറ്റിന്റെ പെക്യൂലിയാരിറ്റി ഏതാനാ പറയണേ? ഒന്നെന്താ പറയാ? സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഗെമറ്റോഫൈറ്റ്. Sporophyte is dependent on gametophyte. ബ്രയോഫൈറ്റുകളുടെ സ്പോറോഫൈറ്റ് ഗെമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുക. ആൻഡ് സ്പോറോഫൈറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. സ്പോറോഫൈറ്റിന് 3 പാർട്സ് ഉണ്ട്. ഒന്ന് ഫൂട്ട് എന്നാണ് പേര്, 2 സീറ്റ എന്നാണ് പേര്, 3 ക്യാപ്സ്യൂൾ എന്നാണ് പേര്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. സ്പോറോഫൈറ്റ് വന്ന് ഗെമറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗമാണ് ഫൂട്ട്. നടുവിൽ കാണുന്ന ഈ തണ്ടാണ് സീറ്റ. അറ്റത്ത് കാണുന്ന ഈ ബൾജിഡായി നിൽക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. ആൻഡ് ഇറ്റ്സ് പ്ലോയിഡ് ഈസ് ഡിപ്ലോയിഡ് എന്നൊക്കെ പറയാം. ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Okay. Diagram of 3 bryophytes are given below. Observe and give the names of these bryophytes. Picture based questions often ചോദിക്കാറുണ്ട്. എ ഇവിടെ തന്ന എ എന്ന് പറയുന്നത് മാർക്കാൻഷ്യയാണ്. മാർക്കാൻഷ്യയാണ് എ. ബി എന്ന് ഇവിടെ തന്നത് ഫിനേറിയനാണ്. നമ്മളെ മതിലൊക്കെ കാണുന്ന പച്ച വെൽവെറ്റ് പോലെ കാണുന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കളിക്കുന്ന ഫിനേറിയ. സി എന്ന് പറഞ്ഞു തന്നത് മക്കളെ സ്ഫാഗ്നമാണ്. സ്ഫാഗ്നമിനെയാണ് നമ്മൾ പീറ്റ് മോസ് എന്ന് വിളിക്കാറ്. പീറ്റ് മോസ് ആണ് സ്ഫാഗ്നം.
Okay. Which of the three bryophytes is the most advanced? ഇതിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ലൈക്ക് ലിവർവേർഡ്സ് അല്ല, അതുകൊണ്ട് മാർക്കാൻഷി അല്ല, മോസസ് ആണ്. മോസസ് ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ്. മോസസ് അഡ്വാൻസ്ഡ് ആണ് ലൈക്ക് ഫിനേറിയ. ഓക്കെ. Question. Prothallus is the gametophytic stage of pteridophytes. What is protonema? Prothallus എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റുകളുടെ ഗെമറ്റോഫൈറ്റ് ആണ്. അവര് മൈക്രോസ്കോപ്പിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, അവർക്ക് ഗ്രീൻ കളർ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഹാർഡ് ഷേപ്ഡ് ഇൻകോൺസ്പീക്കസ് സ്ട്രക്ചർ ആണ്. എൻ്റെ പേരാ മക്കളെ എന്ത്? പ്രോത്താലസ്. അതേസമയം പ്രോട്ടോനീമ ഞാൻ പലപ്പോഴും പറഞ്ഞു, പ്രോട്ടോനീമ മോസുകളുടെ കാര്യമാണ്. ഓക്കെ. പ്ലാൻ കിങ്ഡം പ്ലാന്റയിലെ ഡിവിഷൻ ബ്രയോഫൈറ്റ്സിൽ മോസുകളുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെമറ്റോഫൈറ്റ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെമറ്റോഫൈറ്റ് ആണ് മക്കളെ ആര്? ലൈക്ക് പ്രോട്ടോനീമ. പ്രോട്ടോനീമന്റെ ഡെഫിനിഷനും കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നന്നായി. പ്രോട്ടോനീമയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് NCERT. ന്യൂ NCERTയിൽ പേജ് നമ്പർ 30യിലാണ്. പേജ് നമ്പർ 30യിൽ മോസസ് എന്നൊരു ഹെഡിങ് വരും. ആ മോസസ് എന്നുള്ള ഹെഡിങ്ങിന് ആദ്യ ഭാഗം തന്നെ വായിച്ചാൽ മതി. ദ പ്രിഡോമിനന്റ് സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് മോസ് ഈസ് ദ ഗെമറ്റോഫൈറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 stages. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോട്ടോനീമ സ്റ്റേജ്. അത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെമറ്റോഫൈറ്റ് ഇൻ മോസസ് ആണ് പ്രോട്ടോനീമ, വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം സ്പോർ. ഡെവലപ്ഡ് ഡയറക്ട്ലി ഫ്രം സ്പോർസ്. സ്പോർ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് ഫോം ചെയ്യുന്നതാണ് പ്രോട്ടോനീമ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇറ്റ്സ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻറ്റ്ലി ഫിലമെന്റസ് സ്റ്റേജ്. ഇതൊരു ക്രീപ്പിംഗ് ആയ, മണ്ണിലെഴയുന്ന ക്രീപ്പിംഗ് ആയ, ഗ്രീൻ കളറുള്ള ബ്രാഞ്ച്ഡ് ആയ, ഫ്രീക്വൻറ്റ്ലി ഫിലമെന്റസ് സ്റ്റേജിന്റെ പേരാണ്. ഒരു ബ്രാഞ്ച്ഡ് ആയ ഫിലമെന്റസ് സ്റ്റേജിന്റെ പേരാണ് പ്രോട്ടോനീമ. പ്രോത്താലസും പ്രോട്ടോനീമയും പഠിക്കാതിരിക്കരുതേ. Describe the important characteristics of gymnosperms. Gymnospermsന്റെ important characters പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? Gymnosperms, they lack, അവർക്ക് എന്തില്ല മക്കളെ? They lack what they lack? They lack xylem vessels. Vessels അവർക്ക് absent ആണ്. A small technical error. Okay. Please keep quiet for a while. Okay, so they lack xylem vessels. Xylem vessels അവർക്ക് absent ആണ്, generally absent ആണ്. ഓക്കെ. പിന്നെന്താ പറയാ? അവർ naked seeded ആണ്. naked seeded plants ആണ്. naked seeded plants ആണ് ആര്? Gymnosperms. Okay, they live in extremes of temperatures and wind. Extremes of temperatures and wind. Okay, for that they have xeric adaptations. അവർക്ക് കുറെ xerophytic ആയ adaptations ഒക്കെ കാണാറുണ്ട്. xerophytic adaptations കാണാറുണ്ട്. And as well അവർക്ക് tap root system ആണ്, ഡൈക്കോട്ടിനെ പോലെ tap root system ആണ് കാണാറ്. ഓക്കെ. അവരെല്ലാവരും തന്നെ ഹെറ്ററോസ്പോറസ് ആണ്. എല്ലാ ജിംനോസ്പേംസും ഹെറ്ററോസ്പോറസ് ആണ്. 2 തരം സ്പോർ ഉള്ളവരാണ്. Alright, xeric adaptation, xerophytic adaptations in examples പറഞ്ഞാല് thick cuticle ഉണ്ടാവും. thick cuticle. അവർക്ക് sunken stomataകളായിരിക്കും. sunken stomataകൾ താഴ്ന്നിരിക്കുന്ന sunken stomataകളായിരിക്കും. Sometimes leaves reduced into needles ആവാം. leaves reduced into needles. എല്ലാവർക്കും ഇല്ല, അതുകൊണ്ട് അതിന് സ്പെസിഫിക് എക്സാമ്പിൾ പറയാണ്. അത് പൈനസ് ആണ്. പൈൻ മരങ്ങൾക്ക് ലൈക്ക് നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്. ഇതൊക്കെ ജിംനോസ്പേംസിന്റെ ഫീച്ചേഴ്സ് ആണ്. Both gymnosperms and angiosperms bear seed. Then why they are classified separately? കാരണം ജിംനോസ്പേംസിന് സീഡേ ഉള്ളൂ, കവർ ചെയ്യാൻ ഫ്രൂട്ട് ഇല്ല. നെയ്ക്കഡ് സീഡഡ് ആണ്. naked seeded ആണ്. Seeds are not enclosed by any fruit. But in angiosperms അവര് enclosed seeded ആണ്. enclosed seeded എന്ന് പറയാൻ കാരണം എന്താ? അവരെ സീഡുകളെ കവർ ചെയ്യാൻ വേണ്ടി അവർക്ക് ആരുണ്ട്? ഫ്രൂട്ട് ഉണ്ട്.
ഓക്കെ, അവർക്ക് സീഡ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഫ്രൂട്ട് ഉണ്ട്, 1 or more സീഡ് ഉണ്ടാവാട്ടോ ആൻജിയോസ്പാമിൽ. മാംഗോയിലും കോക്കനട്ടിലൊക്കെ ഒരു സീഡേ ഉണ്ടാവുള്ളൂ ഒരു ഫ്രൂട്ടിൽ. പക്ഷെ പപ്പായ, വാട്ടർമെലണിലൊക്കെ കുറേ സീഡ്സ് ഉണ്ടാവും ഒരേ ഫ്രൂട്ടിൽ. Okay, thereby they are classified separately as the gymnosperms. They, even though they bear seeds, but they lack fruit. In angiosperm, seeds are covered by fruit. Question number 11. Match the column A with B and then with C. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, കുറച്ച് സമയം എടുക്കും അല്ലേ. Let us see. ആൽഗയ്ക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് സൂസ്പോസ് ആണ്. ആൽഗകളുടെ എസെക്ഷൽ സ്പോസ് സൂസ്പോസ് ആയി വെക്കാറുണ്ട്. ഓക്കെ, ആൽഗകൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ആരാ? ബ്രയോപ്റ്ററിസ്, ടെറിഡോഫൈറ്റിൽ പോയി സെക്വോയ, ലാർജസ്റ്റ് ട്രീ ആയ ജിംനോസ്പം ആണ്. പോളിട്രൈക്കം ഡിക്റ്റിയോട്ട ഒരു ബ്രൗൺ ആൽഗയാണ്. ഓക്കെ, അടുത്തത് ബ്രയോഫൈറ്റ്സിന്റെ കാര്യമാണ്. ബ്രയോഫൈറ്റ്സിൽ ലൈക്ക് മോസസിൽ പ്രോട്ടോനീമ കാണാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പോളിട്രൈക്കമിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ടെറിഡോഫൈറ്റ് ആണ്. ടെറിഡോഫൈറ്റുകളുടെ ഗെമറ്റോഫൈറ്റ് ഹാർട്ട് ഷേപ്പുള്ള പ്രോത്താലസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഡ്രയോപ്റ്ററിസ് എന്ന് പറയുന്ന ആളുണ്ട്. ജിംനോസ്പേംസിന് ഒവ്യൂൾ ഉണ്ട്, ഓവറി ഇല്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിളായി വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രീസ് ഓഫ് വേൾഡ് ആയ സെക്വോയ, ദ ജയന്റ് റെഡ് വുഡ് ട്രീസിനെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 12. അഗെയിൻ മാച്ച് ദ ഫോളോവിംഗ് ആണ്. പ്രോതാലസ് എന്ന് പറയുന്നത് ആരാണ് മക്കളെ? ആരാണ് പ്രോതാലസ്? പ്രോതാലസ് ടെറിഡോഫൈറ്റുകളുടെ ഗെമറ്റോഫൈറ്റിന്റെ പേരാണ്. താലോയിഡ് ഗെമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ, അതാണ് പ്രോതാലസ്. പ്രോതാലസ് താലോയിഡ് ഗെമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ ആണ്. അത് ഹാർട്ട് ഷേപ്ഡ് ആയ ഇൻകോൺസ്പീക്വസ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അത് മൈക്രോസ്കോപ്പിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഗ്രീൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, താലോയിഡ് ആയ ഗെമറ്റോഫൈറ്റ് ആണ്. പ്രോട്ടോനീമ എന്ന് പറയുന്നത് ഗെമറ്റോഫൈറ്റ് സ്റ്റേജ് ഓഫ് മോസസ് ആണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെമറ്റോഫൈറ്റ് ഇൻ മോസസ് ഡെവലപ്ഡ് ഡയറക്ട്ലി ഫ്രം സ്പോർസ്. അതൊരു ക്രീപ്പിംഗ് ഫിലമെന്റസ് ബ്രാഞ്ച്ഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, thereafter antheridium male sex organ ആണ്. male sex organ in bryophytes എന്നുള്ളതാണ് ഇവിടെ മാച്ച് ചെയ്യാൻ പറ്റുക. ഫൈനലി ജെമേനെ ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ആരോടാണ്? അത് അസെക്ഷൽ ബഡ്സിൻ. സ്പേസ് വേണ്ടായിരുന്നു. അസെക്ഷൽ ബഡ്സിൻ ലൈക്ക് liverworts ലൈക്ക് മാർക്കാൻഷ്യ. അത്രയായിരുന്നു മക്കളെ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡമിൽ നിന്ന് നമ്മൾ കീപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഒക്കെ ആണോ എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ മോർഫോളജി? മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ മോർഫോളജി. ഈ ക്വസ്റ്റ്യനും ഫ്രീക്വൻലി ആസ്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ടിന്റെ പാർട്സിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് us see. ABCD നെ ലേബൽ ചെയ്യാൻ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ബെറ്റർ comments. താങ്ക് യു സോ മച്ച്. ഐഡന്റിഫൈ ദ റീജിയൻ ABC and D marked in the figure and write down its functions. ഇവിടെ A എന്ന് കൊടുത്തത് റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ, മെച്യൂർ റീജിയൻ ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ, അവിടെയാണ് റൂട്ട് ഹെയർസ് വരിക. റൂട്ട് ഹെയർസ് വരുന്നത് റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നിന്നാണ്. ഓക്കെ, ബി എന്ന് കൊടുത്തത് റൂട്ട് ഹെയറിനെയാണ്. റൂട്ട് ഹെയർ, ഒരു സിംഗിൾ റൂട്ട് ഹെയറിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി എന്നുള്ള ലെറ്റർ കീപ്പ് ചെയ്തത്. നോക്കൂ, ഇലോങ്ങേഷൻ ഫേസിനെ ഇവിടെ ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഇലോങ്ങേഷൻ ഫേസ്. സി റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ്. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ നടക്കുന്ന ഫേസ് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് റൂട്ട് ക്യാപ്പ് ആണ്. കാലിപ്ട്ര, റൂട്ട് ക്യാപ്പ്. Question. Observe. Name the type of venation in A and B. കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഫിഗർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. റെട്ടിക്കുലേറ്റ് വീനേഷൻ. ആൻഡ് ബി പാരലൽ വീനേഷൻ ആണ്. പാരലൽ വീനേഷൻ. Define venation. Arrangement of veins and veinlets on the lamina. Arrangement of veins and veinlets on the lamina. ഇലകളുടെ ലാമിനയിൽ വെയിനുകളെയും വെയിൻലെറ്റുകളെയും അറേഞ്ച് ചെയ്യുന്ന രീതിയുടെ പേരാണ് വീനേഷൻ. How is a pinnately compound leaf different from a palmately compound leaf? പിക്ചോറിയലായി റിപ്രസെന്റ് ചെയ്യാം. ഇതൊരു ലീഫ് ബേസ് ആണെന്ന് വിചാരിക്കൂ. ദെയറാഫ്റ്റർ പീറ്റിയോൾ ഉണ്ടെന്ന് കരുതൂ.
petiole ശേഷം midrib ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. അവിടെ ലീഫ് കോമ്പൗണ്ട് ലീഫ് ആകാൻ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാമിനെ സെവറൽ ഫ്രാഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ആക്കിയിട്ടുണ്ട്. അതിൽ ലീഫ്ലെറ്റുകളെ ഏത് സൈഡുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിൻ്റെ പേരാണ് പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ്. ആസ് ഇൻ നീം, നീമിലൊക്കെ കാണുന്നത് പോലെയാണ് പിന്നേറ്റലി കോമ്പൗണ്ട് ലീഫ് ഉണ്ടാവുക. Right? In pinnately compound leaves, the leaflets are arranged on either sides of the rachis. Rachis എന്നുള്ളത് ഇവിടുത്തെ മിഡ്രിബിന്റെ പേരാണ് കേട്ടോ. പക്ഷെ പാമേറ്റലി കോമ്പൗണ്ട് ലീഫില് ഇത് ലീഫ് ബേസ് ആണെന്ന് കരുതുക. ദെയറാഫ്റ്റർ പീറ്റിയോൾ ഉണ്ടെന്ന് കരുതുക. പീറ്റിയോളിന്റെ എക്സ്റ്റൻഷൻ ആണ് മിഡ്രിബ്. മിഡ്രിബിന്റെ അറ്റത്ത് ഫിംഗേഴ്സിൽ പാമിൽ ഫിംഗേഴ്സിനെ അറേഞ്ച് ചെയ്തതുപോലെ, കൈപ്പത്തിയിൽ വിരലുകളെ അറേഞ്ച് ചെയ്തതുപോലെ, the arrangement of leaflets at the tip of rachis just as the arrangement of fingers on a palm, അതാണ് palmately compound leaf. ബെസ്റ്റ് എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ ആണ്. സിൽക്ക് കോട്ടൺ നമ്മുടെ നാട്ടിലെ ഉന്നമാണ്, ഉന്നം മരം. ഉന്നം നിറച്ച കിടക്ക, ഉന്നം നിറച്ച തലയണ എന്നൊക്കെ കേൾക്കില്ലേ, ആ പഞ്ഞിമരം, അതാണ് സിൽക്ക് കോട്ടൺ. അതിന് palmately compound leaf ആണ്. Question. The following figures A and B shows two different types of phyllotaxy. Identify the phyllotaxy A and B and explain them. നോക്കൂ, എ എന്ന് പറയുന്നത് ഓരോ പോയിന്റിൽ നിന്നും 2 വീതം ലീഫ് വരുന്നുണ്ട്, എന്നിട്ട് അവരെ ഓപ്പോസിറ്റ് ആയി അറേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്. ഓപ്പോസിറ്റ് ഫിലോടാക്സിയിൽ നമ്മൾ എന്താ പറയാ? 2 leaves are originating from each node and are arranged opposite to each other. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയാണ് മെൻഷൻ ചെയ്യുക? അത് പേരയ്ക്കനെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് കെലോട്രോപ്പിസ്, എരുക്ക് എന്ന് പേരുള്ള കെലോട്രോപ്പിസിനും ഓപ്പോസിറ്റ് ഫിലോടാക്സി ആണ്. And the B, that is world phyllotaxy ആണ്. World phyllotaxy more than 2 leaves are originating from each node and they form a layer around the stem. Example is Alstonia. ഏഴിലമ്പാല എന്നൊക്കെ പറയുന്ന സാധനമാണ് Alstonia. Question. Aestivation based ആണ്. Teacher showed the chart of aestivation to students and asked them to name the type of aestivation. നോക്കൂ, എയില് ഒരറ്റം അകത്ത് പുറത്ത് അങ്ങനെ എല്ലാവരും all are in and out എന്നുള്ള നേച്ചറിലാണ്. അപ്പൊ അത് twisted aestivation ആണ്. Okay, twisted aestivation. All the floral appendages are equally overlapped, one side in and one side out. Example, twisted aestivation. Example, China rose. China rose മാത്രമല്ല, China rose, ladies finger and cotton. 3 പേരെ എക്സാമ്പിൾ NCERT തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. വെക്സിലറി ഈസ്റ്റിവേഷനെ പാപ്പിലിയോണേഷ്യസ് കൊറോള എന്നൊക്കെയാണ് വിളിക്കുക. അവിടെ വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന പേരുള്ള പാപ്പിലിയോണേഷ്യസ് കൊറോളയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, 2 വിങ് പെറ്റൽസ് ഉണ്ട്, ഫ്യൂസ് ചെയ്ത 2 കീൽ പെറ്റൽസും ഉണ്ട് കേട്ടോ. സോ വാട്ട് ഈസ് aestivation എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് എക്സാക്ട്ലി ഈസ് aestivation? Aestivation is the arrangement of sepals or petals on a thalamus in a flower bud with respect to other members of the same word. Identify the aestivation in A and B. A, twisted aestivation, and B, vexillary aestivation. Write one peculiarity of A. A in the peculiarity and all the units are equally overlapped, one side in and one side out. Name the 3 kinds of petals in B. B യിൽ തന്ന 3 ടൈപ്പ് പെറ്റൽസ് ആരൊക്കെയാ? ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് വിളിക്കാനുള്ള ഒരാളുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, ഒരാളാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. ലാർജസ്റ്റ് ആണ്, ഔട്ടർമോസ്റ്റ് ആണ്, പോസ്റ്റീരിയർ ആണ്. ഓക്കെ, 2 വിങ് പെറ്റൽസ്, 2 വിങ് പെറ്റൽസ് ഉണ്ട്. ലാറ്ററൽ ആണ്, അത് ജസ്റ്റ് ബിനീത്ത് ദ സ്റ്റാൻഡേർഡ് പെറ്റൽ ആണ്. ഓക്കെ, 2 ഫ്യൂസ്ഡ് കീൽ പെറ്റൽസ്, 2 പരസ്പരം ഫ്യൂസ് ചെയ്ത കീൽ പെറ്റൽസ് എന്ന് വിളിക്കുന്നവരുണ്ട്. അവർ സ്മോളസ്റ്റ് ആണ്, ഇന്നർമോസ്റ്റ് ആണ്, ഫ്യൂസ്ഡ് ആണ്, ആൻറ്റീരിയർ ആണ്. Observe the figure and identify the type of inflorescence. ഇതൊരു സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. ആസ് ഇൻ ചിലിയിലോ ജാസ്മിനിലോ ഒക്കെ കാണുന്നത് പോലത്തെ ഒരു സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ പിഡങ്കിളിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. ഇതാണ് പിഡങ്കിൾ. അതിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആണ് ബിക്കോസ് ദ പിഡങ്കിൾ എൻഡ്സ് ഇൻ എ ഫ്ലവർ. ആൻഡ് ദ ഫ്ലവർ അറേഞ്ച്മെന്റ് നോക്കൂ, ഓൾഡസ്റ്റ് ഫ്ലവർ ടോപ്പിലാണ് നിൽക്കുക, അതിന്റെ താഴെയാണ് യങ്ങസ്റ്റ് ഫ്ലവേഴ്സ് നിൽക്കുന്നത്. അഥവാ അത് ബേസി പീറ്റൽ ഓർഡറിലാണ്. ബേസി പീറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ്.
basipetal successionilana. Oldest one at the top and the youngest ones at the base. Okay, cymose inflorescence. Observe and fill. Epipetalous stamen example ആണ് brinjal. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പെറ്റലിലേക്ക് പോയിട്ടാണ് അവരുടെ ഫിലമെന്റ് ഫ്യൂസ് ചെയ്യുക. പെറ്റലിലേക്ക് ഫിലമെന്റ് പോയി ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് എപ്പിപെറ്റാലസ് സ്റ്റേമൻസ് എന്ന് വിളിക്കുക. അത് സൊളനേസി ഫാമിലിയിലാണ് കാണുക. സൊളനേസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബ്രിഞ്ചാൾ. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കൊറോളന്റെ സിയും ആൻഡ്രീഷ്യമിന്റെ എയും തമ്മിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഇട്ട് കാണിക്കുകയാണ് ചെയ്യുക. ഈ ബ്രിഡ്ജ് എപ്പിപെറ്റാലസ് നേച്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. എങ്കിൽ ലിലിയിലുള്ളത് എന്താണ്? അത് എപ്പിഫില്ലസ് സ്റ്റേമൻസ് ആണ്. എപ്പിഫില്ലസ് ആണ്. എപ്പിഫില്ലസ് സ്റ്റേമൻസ്, എപ്പിടെപ്പാലസ് സ്റ്റേമൻ. കാരണം സൊളനേസിയിൽ പെറ്റലാണുള്ളത്, പക്ഷെ ലിലിയിൽ അങ്ങനെയല്ല. ലിലിക്ക് പെരിയാന്താണുള്ളത്, ടെപ്പലാണുള്ളത്. ടെപ്പലിലേക്ക് ഫിലമെന്റ് അറ്റാച്ച് ചെയ്താൽ പറയുന്ന പേരാണ് എന്ത്? എപ്പിഫില്ലസ് സ്റ്റേമൻസ് എന്ന്. റെസിമോസ് ഇൻഫ്ലോറസെൻസിന് ആക്രോപീറ്റൽ സക്സഷൻ ആണ്. ആക്രോപീറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് വൺസ് ബേസിലാണ് ഉണ്ടാവുക. ടിപ്പിലേക്ക് പോകുന്തോറും യങ്ങസ്റ്റ് ആവണതിന്റെ പേരാണ് ആക്രോപീറ്റൽ സക്സേഷൻ. റൈറ്റ്, റെസിമോസിന് ആക്രോപീറ്റൽ സക്സേഷൻ ആണ്. സൈമോസിന് തൊട്ട് മുമ്പേ നമ്മൾ പറയണ്ടായി ഓൾഡസ്റ്റ് വൺ ടോപ്പിലാണ് ഉണ്ടാവുക, യങ്ങസ്റ്റ് വൺസ് ബേസിലുള്ളതാണ് ലൈക്ക് അറേഞ്ച്മെന്റ്. പേരാണ് ബേസിപീറ്റൽ. ബേസിപീറ്റൽ സക്സേഷൻ. ബേസിപീറ്റൽ സക്സേഷൻ എന്ന് എഴുതണം. Question. Define aestivation and placentation. രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് at a glance ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുവാണ്. Aestivation is the arrangement of sepals or petals in a flower bud on its thalamus with respect to the other members of the same word. അതാണ് aestivation. ഒരു ഫ്ലവർ ബഡിൽ തലാമസിന്റെ മേലെ അതിന്റെ സെപ്പലുകളെയും പെറ്റലുകളെയും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന രീതി. എക്സാമ്പിൾസ് കുറേ ഉണ്ട്, ലൈക്ക് വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. പ്ലാസന്റേഷൻ നമ്മളൊരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ കണ്ടതാണ്. അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് വിത്തിൻ ആൻ ഓവറി. അതിന് എക്സാമ്പിൾസ് ആയി മാർജിനൽ പ്ലാസന്റേഷൻ, ആക്സൈൽ പ്ലാസന്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ, പറീച്ചൽ പ്ലാസന്റേഷൻ ആൻഡ് ബേസൽ പ്ലാസന്റേഷൻ. ഓക്കെ, match the following. കെലോട്രോപ്പീസിന് ഓപ്പോസിറ്റ് ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഈസ്റ്റിവേഷൻ ആ തന്നിട്ടുള്ളത്. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കെലോട്രോപ്പീസിന്. Valvate. All the units are arranged in same radius, touching end to end but without overlapping. China rose in a twisted estivation ആണ്. All the units are equally overlapped, one side in and one side out. Cassia കണിക്കൊന്നയാണ്, അതിന് imbricate estivation ആണ്. Irregular overlapping ന്റെ പേരാണ്. P വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. പാപ്പിലിയോണേഷ്യസ് കൊറോളയാണ്. ഒരു സ്റ്റാൻഡേർഡ് പെറ്റലും രണ്ട് വിങ് പെറ്റൽസും രണ്ട് ഫ്യൂസ്ഡ് കീൽ പെറ്റൽസ് ഉള്ള കേസാണ്. നോക്കൂ, ഫോർ ഈച്ച് ഓഫ് ദ ഫോളോവിങ് ടെൽ വെദർ ദ ഓവറി ഈസ് superior or inferior. Also indicate whether each is hypogynous, epigynous or perigynous. NCERT പ്രൊവൈഡ് ചെയ്ത സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂ NCERT പേജ് നമ്പർ 62 ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ഫിഗർ ആയി തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ഫിഗർ ആയിരുന്നു. അത് ലൈക്ക് എപ്പിഗൈനസ് ആണ്. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ മക്കളെ, എപ്പിഗൈനസ് ഫ്ലവറിന് ഇൻഫീരിയർ ഓവറിയാണ്. അതുകൊണ്ട് ജി വിത്ത് അപ്പർ ലൈൻ ആണ് കൊടുക്കുക. ഓവറി ഇൻഫീരിയർ ആണെന്നതാണ് എപ്പിഗൈനസ്. ഓക്കെ, ഇവിടെ ബി എന്ന് പറഞ്ഞു കൊടുത്തത് പിക്ചർ ടെക്സ്റ്റ് ബുക്കിലും ബി എന്ന് തന്നെ കൊടുത്തിരുന്നതായിരുന്നു. അത് പെരിഗൈനസ് ആണ്. പെരിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ എന്നും പറയാം. ഓക്കെ, ഹാഫ് ഇൻഫീരിയർ ഓവറി ഉള്ളവരാണ്. ജി വിത്ത് സെൻട്രൽ ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ സി എന്ന് പറഞ്ഞു കൊടുത്ത ഫിഗർ അത് ടെക്സ്റ്റ് ബുക്കിൽ സി എന്ന് കൊടുത്തതായിരുന്നു. റൈറ്റ്, നോ, ടെക്സ്റ്റ് ബുക്കിൽ എ എന്ന് കൊടുത്തതായിരുന്നു. അത് ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഓവറി ഉള്ളവർ എന്നതാണ്. ജി വിത്ത് അണ്ടർലൈൻ ആണ് കൊടുക്കുക. ഓവറി സുപ്പീരിയർ എന്നാണ് മെൻഷൻ ചെയ്യുക. Okay, that's why indicate whether each is hypogynous, perigynous or epigynous. Like tell whether the ovary is superior or inferior. Yeah, here the ovary is inferior for A and half inferior for B for perigynous and superior for C for hypogynous. എക്സാമ്പിളും കൂടി ചോദിക്കുവാണെങ്കിൽ സുപ്പീരിയർ ആയ ഓവറിക്ക് ചൈന റോസോ ബ്രിഞ്ചാളോ ഒക്കെ പറയാൻ പറ്റും. പെരിഗൈനസിന് ഹാഫ് ഇൻഫീരിയറിന് റോസ്, പ്ലം, പീച്ച് ആണ് പറയാൻ പറ്റുക. എപ്പിഗൈനസ് ഇൻഫീരിയർ ഓവറിക്ക് ലൈക്ക്
and rare florets of sunflower, cucumbers എന്നൊക്കെയാണ് പറയാൻ പറ്റുക. Some flowers are perigynous. What do you mean by its half inferior ovary? Half inferior ovary ഉള്ളതിനെയാണ് നമ്മൾ perigynous എന്ന് പറയാ. ജീവിത സെൻട്രൽ ലൈൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ കണ്ടതാണ് മോഡൽ എക്സാം ക്വസ്റ്റ്യനിൽ. ദർബായി നമ്മൾ ഫാസ്റ്റ് ആയി പറഞ്ഞു പോവാണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ, എക്സ്പ്ലെയിൻ ആൻഡ് ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് പ്ലാസന്റേഷൻ. ഇവിടുത്തെ പേരും എക്സാമ്പിളും മാത്രം എഴുതാനേ പറഞ്ഞുള്ളൂ. പരീറ്റൽ പ്ലാസന്റേഷൻ ആണ്. പരീറ്റൽ പ്ലാസന്റേഷൻ എക്സാമ്പിളായി നമുക്ക് മസ്റ്റാർഡ്, അർജിമൻ ഒക്കെയാണ് പറയാൻ പറ്റുക. ഇവിടെ മസ്റ്റാർഡ് എന്ന് എഴുതി. ബി, നാരങ്ങയൊക്കെ മുറിച്ചാൽ കാണുന്നത് പോലത്തെ ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ആക്സൈൽ പ്ലാസന്റേഷൻ എക്സാമ്പിളായി ലെമൺ തന്നെ പറയാം. ചൈന റോസും ടൊമാറ്റോയും ഒക്കെ പറ്റും. Here comes the C, basal placentation ആണ്. Basal placentation എക്സാമ്പിളായി സൺഫ്ലവർ, marigold ഒക്കെയാണ് പറയാൻ പറ്റുക. Okay, the diagram given below shows parts of a true fruit. Write the technical name of this fruit developed from a monocarpellary superior ovary. അതിന്റെ പേര് ഡ്രൂപ്പ് എന്നാണ്. ഒരു monocarpellary superior ovary, single carpel with superior ovary നിന്ന് ഫോം ചെയ്ത ഫ്രൂട്ട് ആണ് ഡ്രൂപ്പ്. Label the parts A and B. A ഇവിടുത്തെ പെരികാർപ്പിന്റെ എപ്പികാർപ്പാണ്. എപ്പികാർപ്പ്, ഓക്കെ, എപ്പികാർപ്പാണ്. ഫ്രൂട്ട് വാൾ ആയ ലൈക്ക് ഫ്രൂട്ട് വാൾ പെരികാർപ്പിന്റെ ഔട്ടർ ലെയർ ആണ് എപ്പികാർപ്പ്, ലെതറി ആയ പോർഷൻ ആണ്. ബി എന്ന് പറയുന്നത് ഇവിടുത്തെ മീസോകാർപ്പാണ്. മീസോകാർപ്പ് മാംഗോക്ക് ഫ്ലഷി ആണ്, അതാണ് നമ്മൾ കഴിക്കുക. കോക്കനട്ടിന് അത് ഫൈബ്രസ് മീസോകാർപ്പാണ് കാണപ്പെടുക. ഓക്കെ, 14th ക്വസ്റ്റ്യൻ എൻസിആർടി തന്ന സീഡിനെ മെൻഷൻ ചെയ്യാനുള്ള പിക്ചർ ആണിത്. സീഡിനെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് മോണോകോട്ട് സീഡാണിത്. ഇതൊരു ഗ്രെയിൻ ആണെന്ന് വേണം പറയാൻ. മോണോകോട്ട് സീഡാണ്. ഇൻ ദ ഗിവൺ ഡയഗ്രാം പാർട്സ് ലേബൽ ചെയ്യാനാ പറയണേ. എന്ന് കൊടുത്തത് ലൈക്ക് പ്ലിമ്യൂളിന് ചുറ്റുമുള്ള കവറിംഗ് ആണെങ്കിൽ ദാ ഈ ഭാഗം അതിന്റെ പേര് കോലിയോപ്റ്റൈൽ എന്നാണ്. കോലിയോപ്റ്റൈൽ. 2 എന്ന് കൊടുത്തത് പ്ലിമ്യൂളിനെയാണ്, എംബ്രിയോണൽ ആക്സിസിന്റെ ടിപ്പായ പ്ലിമ്യൂൾ. 3 എന്ന് കൊടുത്തത് റാഡിക്കലിനെയാണ്, റാഡിക്കൽ. 4 എന്ന് കൊടുത്തത് റാഡിക്കലിന്റെ ഷീറ്റാണ്, പേര് കോലിയോറൈസ. ഈസി റൈറ്റ്? ഒരേ ഒരു ഫാമിലി നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് സൊളനേസി ഫാമിലിയാണ്. ഡീറ്റെയിൽ ആയി പഠിക്കാൻ കിട്ടിയത്. ഗിവൺ ബിലോ ഇസ് എ ഫ്ലോറൽ ഡയഗ്രാം. Draw any like based on the floral buds of plants or fine. Help him to complete the floral formula. ഇത് actinomorphic ആണ് with radial symmetry. Bisexual ആണ് both andrecium and gynoecium. കാലിക്സ് ഔട്ട്സൈഡിൽ പച്ച കളറിൽ വരച്ചവരാണ്. 5 പേരുണ്ട്. പരസ്പരം മറ്റങ്ങൾ ഫ്യൂസ്ഡ് ആണ്, ബ്രാക്കറ്റ് ഇട്ട് കാണിക്കണം. കൊറോള ദാ ഈ ആൾക്കാരാണ്. കൊറോള ദാ ഈ ഞാനിപ്പം മാർക്ക് ചെയ്യുന്ന ആൾക്കാർ 5 പേരുണ്ട്. ഫ്യൂസ്ഡ് ആണ്, ഗ്യാമോപെറ്റാലസ് ആണ്. ആൻഡ്രീഷ്യം ബട്ടർഫ്ലൈ പോലെ ഉള്ളിൽ കാണുന്ന ഈ സ്ട്രക്ചേഴ്സ് ആന്തേഴ്സ് ആണ്. ആൻഡ്രീഷ്യം ആണ്. 5 സ്റ്റേമെൻസ് ഉണ്ട്, ഫ്രീ ആണ്. പക്ഷേ അത് പോയി അറ്റാച്ച് ചെയ്യുന്നത് പെറ്റലിലേക്കാണ്. എപ്പിപെറ്റാലസ് മുകളിൽ ബ്രിഡ്ജ് ഇട്ട് കാണിക്കണം. ഗൈനീഷ്യം ജി ഈ അകത്ത് കാണുന്ന പിങ്ക് ഷെയ്ഡ് കൊടുത്ത 2 ആണ്. 2 ഉണ്ട്. 2 കൂടി ഫ്യൂസ്ഡ് ആയി കോമൺ വാൾ ഉണ്ട്. സിൻകാർപ്പസ് ആണ്. സുപ്പീരിയർ ഓവറി ആണ്. അവർക്ക് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. Name the family to which this plant belongs. ഇത് സൊളനേസി ഫാമിലി മെമ്പർ ആണ്. സൊളനേസി എന്നതാണ് ഫാമിലി. Write any 2 economically important plants of this family. ഫുഡായി യൂസ് ചെയ്യുന്ന പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ ഇതൊക്കെ ഈ ഫാമിലിയിലാണ് വരിക. ഓക്കെ, സ്പൈസ് ആയി യൂസ് ചെയ്യാറുള്ള ചില്ലി, the spice, the economically useful member is chili. Chili ഇതേ ഫാമിലിയിലാണ് വരിക. ഫ്യൂമിഗേറ്ററി പുകയില ചെടിയായി ഉപയോഗിക്കുന്ന ടുബാക്കോ ഇതേ ഫാമിലി മെമ്പർ ആണ്. ഓർണമെന്റലായി യൂസ് ചെയ്യുന്ന പെറ്റൂണിയ ദ ഓർണമെന്റൽ പ്ലാന്റ് പെറ്റൂണിയ ഇതേ ഫാമിലി മെമ്പർ ആണ്. മെഡിസിൻ ബെല്ലഡോണ ആൻഡ് അശ്വഗന്ധ ഇതൊക്കെയാണ് പറയാൻ പറ്റുക. അത്രയായിരുന്നു മക്കളെ നമ്മുടെ 3rd ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഗെറ്റിംഗ് ടയർഡ് ആൻഡ് ബോർഡ്? ബോറടിക്കുന്നുണ്ടോ മക്കളെ? Someone please say something. Are you okay with the chapter contents? Okay with the chapter content, morphology? Expecting answers here. Please respond.
Let's have the next chapter, anatomy of flowering plants. Yeah, ഒരു ഫ്ലോ ചാർട്ടാണ് ഇതിനെ ഫിൽ ചെയ്യാനാ പറയണേ. സൈലമിന് പ്രൈമറി സൈലം ഉണ്ട്. താങ്ക് യു ഋഷി, താങ്ക് യു. പ്രൈമറി സൈലം ഉണ്ട് എങ്കിൽ എ എന്ന് കൊടുത്ത ഭാഗത്ത് എഴുതേണ്ടത് സെക്കൻഡറി സൈലം എന്നാണ്. സെക്കൻഡറി സൈലം. പ്രൈമറി സൈലം ഉള്ളതുപോലെ തന്നെ അവർക്ക് സെക്കൻഡറി സൈലം ഉണ്ട്. സെക്കൻഡറി സൈലവും ഉണ്ട്. ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത് ഫോം ചെയ്യാന്ന് മാത്രം. പ്രൈമറി സൈലം മീൻസ് ഓഫ് ടു ടൈപ്സ്. പ്രോട്ടോസൈലം ഉണ്ട് എങ്കിൽ ബി പാർട്ടിന് ഒബ്വിയസ് ആയിട്ടും നമ്മൾ മെറ്റാസൈലം എന്ന് എഴുതണം. മെറ്റാസൈലം. പ്രോട്ടോസൈലമിന്റെ അറേഞ്ച്മെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. എൻഡാർക്ക് ഉണ്ടെങ്കിൽ സി എന്നുള്ള ഭാഗത്ത് അതിന് പേരായി എക്സാർക്ക് മെൻഷൻ ചെയ്യണം. എക്സാർക്ക്. എൻഡാർക്ക് കാണുന്നത് ആർക്ക് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. കാരണം എക്സാർക്ക് റൂട്ടിനാണെങ്കിൽ എൻഡാർക്ക് സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. സോ സിലി റൈറ്റ്. Okay. What is stomatal apparatus? Explain the structure of stomata with a labeled diagram. Stomatal apparatus, stomata, അത് പ്ലൂറൽ വേർഡ് ആണ്. സിംഗുലർ വേർഡ് സ്റ്റോമ എന്നേ ഉള്ളൂ. സിംഗുലർ സ്റ്റോമയാണ്. പ്ലൂറൽ വേർഡ് ആണ് സ്റ്റൊമേറ്റ. അത് ലീവ്സിൽ കാണുന്ന സ്മോൾ ഓപ്പണിങ്സ് ആണ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെയാണ് സഹായിക്കുക. Stomata are structures present in epidermis of leaves for gaseous exchange. സിംഗുലർ വേർഡായിട്ട് സ്റ്റോമ എന്നാണ് യൂസ് ചെയ്യുക. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്നൊക്കെ പറയും. അതിന് സെൻട്രലി ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ഓപ്പണിങ്ങിനെ സ്റ്റൊമേറ്റൽ പോർ അല്ലെങ്കിൽ സ്റ്റൊമേറ്റൽ അപ്പേർച്ചർ എന്നൊക്കെയാണ് പറയാം. സ്റ്റൊമേറ്റൽ പോർ ഓർ സ്റ്റൊമേറ്റൽ അപ്പേർച്ചർ, which is covered, flanked by two cells called the guard cells. Guard cells are bean shaped in dicots. ഡൈക്കോട്ടുകൾക്ക് ബീൻ ഷേപ്ഡ് ആണ്. പക്ഷേ ഡംബെൽ ഷേപ്ഡ് ഇൻ മോണോകോട്സ്. മോണോകോട്സിന്റെ ഗാർഡ് സെൽസ് ഡംബെൽ ഷേപ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. റൈറ്റ്? ഗാർഡ് സെൽസ് ആണ് പേര്. The inner walls of guard cells are thick. The inner walls, the walls close to the stomatal pore are thick, but the outer walls away from the stomatal pore are thin. Terrestrial plants in chloroplastuകൾ ഉണ്ടാവും ഗാർഡ് സെൽസിന്റെ ഉള്ളിൽ. ഫോട്ടോസിന്തറ്റിക് ആയ ക്ലോറോപ്ലാസ്റ്റുകളെയൊക്കെ കാണാറുണ്ട്. Right? And the specialized cells around the guard cells, അതിന്റെ പേര് സബ്സിഡിയറി സെൽസ് എന്നാണ്. സബ്സിഡറി സെൽസ്. സബ്സിഡറി സെല്ലിനും പുറമെയാണ് നോർമൽ എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവുക. സബ്സിഡിയറി സെൽസിനും പുറത്താണ് നോർമൽ എപ്പിഡെർമൽ സെല്ലുകളെ കാണാൻ പറ്റുക. റൈറ്റ്? നമ്മളിവിടെ പ്രൊമിനന്റ് ആക്കി വരച്ചതാണ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസിന്റെ ഭാഗം. സ്റ്റൊമേറ്റൽ പോറും സ്റ്റൊമേറ്റൽ പോറ് കൂടാതെ രണ്ട് ഗാർഡ് സെൽസും പിന്നെ സബ്സിഡറി സെൽസും ചേർന്നതാണ് ലൈക്ക് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. സെൻട്രൽ ഓപ്പണിംഗ് കോൾഡ് സ്റ്റൊമേറ്റൽ പോർ ഓർ അപ്പേർച്ചർ, flanked by guard cells. Guard cells, and the specialized cells, special in size and shape around the guard cells called the subsidiary cells. Subsidiary cells. ഇതാണ് ലേബൽ ചെയ്യേണ്ടി വരിക. Question number 3. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇതിനെ പാർഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ആയിട്ടോ. ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. എന്ന് കൊടുത്തത് മക്കളെ റേഡിയൽ വാസ്കുലാർ ബണ്ടിലിനെയാണ്. റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. കാരണം xylem and phloem are arranged as separate patches alternating each other in different radii. B എന്ന് കൊടുത്തത് ഓപ്പൺ കൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിലാണ്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കൊലാറ്ററലിന്റെ ഒരു കൈൻഡ് ആണത്. അവിടെ xyletiനെയും phloemത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ക്യാമ്പിയം ഉണ്ട്. ഐഡന്റിഫൈ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് പേര് മാത്രം എഴുതി നിർത്താം. റൂട്ടുകൾക്ക് റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ സ്റ്റെമ്മുകൾക്കുള്ളത് എന്താണ്? സ്റ്റെമ്മുകൾക്കുള്ളത് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസ് ആണ് സ്റ്റെമ്മുകൾക്ക് കാണാം. റൂട്ടുകൾക്ക് xylem phloem സെപ്പറേറ്റ് ആയി അറേഞ്ച് ചെയ്ത റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസും സ്റ്റെമ്മുകൾക്ക് xylem phloem ടുഗെദർ ആയ റേഡിയൽ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസും ആണ്. തജു, താങ്ക് യു. ഇന്നർ ടു എപ്പിഡെർമിസിന്റെ പേര് ഹൈപ്പഡെർമിസ് ആണെങ്കിൽ ഇന്നർ ടു എൻഡോഡെർമിസിന്റെ പേര് പെരിസൈക്കിൾ എന്നാണ്. എൻഡോഡെർമിസിന് തൊട്ട് താഴെ കാണുന്ന ലെയർ പെരിസൈക്കിൾ എന്നാണ് പേര്. സ്റ്റീലിന്റെ ഔട്ടർ ലെയർ ആണത്. പെരിസൈക്കിൾ എന്നാണ് പേര്. ക്വസ്റ്റ്യൻ: all tissues on the inner side of the endodermis together constitute steel. ഈ ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീൽ എന്നാണ് പറയാം. എൻഡോഡെർമിസ് വരെ കോർട്ടെക്സ് ആണ്. കോർട്ടെക്സിന്റെ ഉള്ളിലുള്ള ഭാഗം, എൻഡോഡെർമിസിനകത്തുള്ള ഭാഗത്തിന്റെ പേര് സ്റ്റീൽ എന്നാണ്. In the anatomy lab, Eugene observed the following features in the transverse section of plant part.
radial and polyarch xylem and അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. റേഡിയൽ ആകുമ്പോൾ റൂട്ട് ആണെന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, വിത്ത് പോളിയാർക്ക് xylem ഉണ്ടെങ്കിൽ മോർ ദാൻ 6 xylem ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം അത് മോണോകോട്ടിന്റെ റൂട്ടാണ്, മോണോകോട്ട് റൂട്ടാണ്. പാരൻകൈമാറ്റസ് ഹോമോജീനസ് കോർട്ടെക്സ് ഉണ്ട്, ലാർജ് പിത്ത് ഉണ്ട്, എപ്പിഡെർമിസ് വിത്ത് യൂണിസെല്ലാർ ഹെയർസ് ഉണ്ട്, പെരിസൈക്കിൾ, എൻഡോഡെർമിസ് വിത്ത് കാസ്പെരിയൻ സ്ട്രിപ്സ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട്, അത് മോണോകോട്ട് റൂട്ടാണ്. Monocot root. Rearrange the given regions from the periphery to the center in their correct sequence. ഓക്കെ, എപ്പിബ്ലമ അല്ലെങ്കിൽ എപ്പിഡെർമിസ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഉണ്ട്, എപ്പിഡെർമിസ് വിത്ത് യൂണിസെല്ലാർ ഹെയർസ്, ഡി എന്നതാണ്. ദെറാഫ്റ്റർ അവർക്ക് ലൈക്ക് കോർട്ടെക്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ബി ആണ് വരിക. എപ്പിഡെർമിസിന് താഴെയാണല്ലോ കോർട്ടെക്സ്, റൈറ്റ്? അതിനുശേഷം അപ്പോൾ ഡി എഴുതി, ബി എഴുതി. Thereafter അവർക്ക് ആരാണുള്ളത് നോക്കാം. കോർട്ടെക്സിന് ഇന്നർ മോസ്റ്റ് ലെയർ എൻഡോഡെർമിസ് വിത്ത് കാസ്പെരിയൻ സ്ട്രിപ്സ്, എഫ് എന്നതിനെ മെൻഷൻ ചെയ്യണം. Thereafter അവർക്ക് പെരിസൈക്കിൾ ഉണ്ടാവും. എൻഡോഡെർമിസിന്റെ തൊട്ട് താഴെ കാണുന്ന ലെയറിന്റെ പേരാണ് പെരിസൈക്കിൾ. പെരിസൈക്കിളിന് ശേഷം അവർക്ക് റേഡിയൽ ആൻഡ് പോളിയാർക്ക് xylem ബണ്ടിൽസ് ഉണ്ടാവും, എ എന്നതാണ് മെൻഷൻ ചെയ്യാനുള്ളത്. അവസാനം ഇന്നർ മോസായി ലാർജ് പിത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കറക്റ്റ് സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഉണ്ടാവുക. ഓക്കെ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് കാസ്പെരിയൻ സ്ട്രിപ്സ്. പറയാതിരിക്കാൻ പറ്റില്ല. റൂട്ടുകളുടെ എൻഡോഡെർമിസിന്റെ റേഡിയൽ ടാൻജൻഷ്യൽ വാളുകളിൽ കാണുന്ന വാട്ടർ ഇംപെർമിബിൾ ആയ വാക്സ് ആണ് സ്യൂബറിൻ. അത് കോട്ട് ചെയ്തതിന്റെ പേരാണ് എന്ത്? കാസ്പെരിയൻ സ്ട്രിപ്സ്. റൂട്ടുകൾക്കാണ് കാണുക. എൻഡോഡെർമിസിന്റെ വാളുകളിൽ വാട്ടർ ഇംപെർമിബിൾ ആയ, വാട്ടറിനെ കടത്തിവിടാത്ത വാക്സ്, മെഴുകാണ് സ്യൂബറിൻ. സ്യൂബറിൻ കൊണ്ട് കോട്ട് ചെയ്ത ആ കട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാസ്പെരിയൻ തിക്കനിങ്. NCERT ന്യൂ NCERT പേജ് നമ്പർ 74 റൂട്ടിനെ, ഡൈക്കോട്ട് റൂട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഇതിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Right, the tangential as well as radial walls of the endodermal cells have a deposition of water impermeable waxy material, suberin, in the form of casparian strips. യെസ്, ഇങ്ങനെ ഒരു പിക്ചർ NCERT ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പേജ് നമ്പർ 75 മെൻഷൻ ചെയ്തിട്ടുള്ളത്. A portion of transverse section of maize stem is shown in the diagram. Label ABCD. Alright, A എന്ന് പറയുന്നത് ഇതാ ആരെയാ ഇവിടെ A എന്ന് ലേബൽ ചെയ്ത് തന്നത്? എപ്പിഡെർമിസിനെയാണ്. എപ്പിഡെർമിസിനെ A എന്ന് ലേബൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഔട്ടർ കവറിങ്ങിന്റെ പേരാണ് എപ്പിഡെർമിസ്. ബി, എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള ലെയർ ആണ്. NCERT അതിനെ ഹൈപ്പോഡെർമിസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയതാന്നൊക്കെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാസ്കുലാർ ബണ്ടിലിനകത്താണ് സിയും ഡിയും ഉള്ളതെങ്കിൽ പെരിഫറി ഭാഗത്ത് ഫ്ലോയമാണ് ഉണ്ടാവുക, ഇൻസൈഡിലേക്കാണ് xylem ഉണ്ടാവുക. xylem ഫ്ലോയം ഉള്ളതിൽ കൺജോയിന്റ് കൊലാറ്ററൽ വാസ്കുലാർ ബണ്ടിലിൽ xylem ഇൻസൈഡിലേക്കാണ് പൊതുവെ ഉണ്ടാവാറ്. സോ ഇങ്ങനെയാണ് ലേബൽ ചെയ്യാനുള്ളത്. പേജ് നമ്പർ 75 അതിനുള്ള ഫിഗർ ഉണ്ട്. Okay, 2 types of plant specimens were given to students for a microscopic observation. They were directed to note down the features they observed. Major features noted by students were summarized in the box below. Radial vascular bundle and with 20 in number. Radial vascular bundles are 20 in number. അപ്പോൾ polyarch ആണ്. Polyarch എന്നുള്ളത് obviously monocot rootന്റെ ഫീച്ചർ ആണ്. മോണോകോട്ട് റൂട്ട് ഇവിടെ റേഡിയൽ ആണെന്നുള്ളത് റൂട്ടാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനും മോർ ദാൻ 6 ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മോണോകോട്ടിൻ്റെതാണെന്നും മനസ്സിലാക്കണം. കൊലാറ്ററൽ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ് ആർ ഫ്യൂ ഇൻ നമ്പർ. റിംഗ് ഫോമിൽ വാസ്കുലർ ബണ്ടിലിനെ അറേഞ്ച് ചെയ്യുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ മാത്രമാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിനാണ് റിംഗ് ഫോം അറേഞ്ച്മെന്റ്. xylem is round in shape, അത് റൂട്ടുകളിലാണ് കാണാറുള്ളത്. xylem is exarch, റൂട്ടുകൾക്കാണ് കാണാറുള്ളത്. ക്യാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ xylem ആൻഡ് ഫ്ലോയം, ഡൈക്കോട്ട് സ്റ്റെമ്മിനാണ് കാണാറ്. ഓപ്പൺ വാസ്കുലർ ബണ്ടിലിന്റെ ഭാഗമാണ്. ഓക്കെ, ക്യാമ്പിയം. xylem is endarch, സ്റ്റെമ്മിന്റെ ഫീച്ചർ ആണ്. നെയിം ദ 2 സ്പെസിമെൻ. ഇത്രയും ഫീച്ചേഴ്സിൽ നിന്ന് 2 സ്പെസിമെനെ നമുക്ക് മനസ്സിലായി. ഒന്ന് മോണോകോട്ട് റൂട്ട് ആണ്,
മോണോക്കോട്ടിന്റെ റൂട്ടാണ് പോളിയാർക്കായി കണ്ട ഒരു സ്പെസിമെൻ. മറ്റൊന്ന് ഡൈക്കോട്ടിന്റെ സ്റ്റെം ആണ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലുകളെ റിംഗ് ഫോമിൽ അറേഞ്ച് ചെയ്തതായി കണ്ടത്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ ബൈ പിക്കിംഗ് അപ്പ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്പെസിമെൻസ് ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ കോളംസ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു ബോക്സിന്റെ അകത്ത് റൂട്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത് ലൈക്ക് 1, 3 and 4 റൂട്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ടാണുള്ളത്. ആൻഡ് ദെറാഫ്റ്റർ 2, 5 and 6 സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതൊരു ഡൈക്കോട്ട് ലീഫ് ആണല്ലേ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓൺ മീസോഫിൽസ് ഫ്രം ദ ഫിഗർ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഡോർസി വെൻട്രൽ ലീഫ് ആണ്. ഡോർസി വെൻട്രൽ ലീഫ് എന്നത് ലൈക്ക് ഡൈക്കോട്ട് ലീഫിന്റെ വേറെ പേരാണ്. ഡൈക്കോട്ട് ലീഫിന്റെ ഒരു സ്പെഷ്യാലിറ്റി അവര് സ്റ്റൊമേറ്റ മോർ ഓൺ ദ ലോവർ സൈഡ്, അബാക്സിയൽ സൈഡ് ആയിരിക്കും എന്നതാണ്. മറ്റൊരു വലിയ സ്പെഷ്യാലിറ്റി ഇവരുടെ ഗ്രൗണ്ട് ടിഷ്യൂ ആയ മീസോഫിലിനെ 2 പാർട്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ പാലിസൈഡ് എന്നാണ് പേര്, ലോവർ സ്പോഞ്ചി എന്നാണ് പേര്. അപ്പർ പാലിസൈഡ് പാരൻ കൈമകളും ലോവർ സ്പോഞ്ചി പാരൻ കൈമകളുമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഡൈക്കോട്ട് ലീഫിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഡോർസി വെൻട്രൽ ലീഫിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ക്വസ്റ്റ്യൻ എന്താ? 3 ഫീച്ചേഴ്സ് ഓൺ മീസോഫിൽ സെൽസ് ആണ് എഴുതാനുള്ളത്. ഒബിയസ്ലി ആദ്യം തന്നെ എന്തെഴുതും? മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു 2, അപ്പർ പാലിസൈഡ് പാരൻ കൈമ ആൻഡ് ലോവർ സ്പോഞ്ചി പാരൻ കൈമ. ഓക്കെ, എന്നിട്ട് എന്തെഴുതും? പാലിസൈഡ് പാരൻ കൈമ ഈസ് അറേഞ്ച്ഡ് ടുവാർഡ്സ് ദ അഡാക്സിയൽ സൈഡ്. ഇതാണ് പാലിസൈഡ് പാരൻ കൈമ. ആൻഡ് സ്പോഞ്ചി പാരൻ കൈമ ഈസ് അറേഞ്ച്ഡ് ടുവാർഡ്സ് ദ അബാക്സിയൽ സൈഡ്. ഇതാണ് സ്പോഞ്ചി പാരൻ കൈമ. റൈറ്റ്, ദെറാഫ്റ്റർ അതിന്റെ ഫീച്ചേഴ്സ് വീണ്ടും പറയാൻ പറ്റും. റൈറ്റ്, എങ്ങനെയാ? അഡാക്സിയൽ parenchyma, the palisade parenchyma are elongated cells which are arranged vertically and parallel to each other. But the spongy parenchyma are spherical or oval, arranged loosely with large intercellular spaces. എന്നൊക്കെ മെൻഷൻ ചെയ്യണം. Okay. Describe the internal structure of a dorsiventral leaf with the help of labeled diagram. ഈ ഡയഗ്രാം അതിന് വരയ്ക്കേണ്ടത്. A dorsiventral leaf is covered by an adaxial upper epidermis and abaxial lower epidermis respectively with conspicuous cuticle. Vascular bundles greatly vary their size due to reticulate venation. Mesophil is differentiated into upper palisade and lower spongy parenchyma. Adaxially placed palisade parenchyma are elongated cells arranged vertically and parallel to each other, arranged compactly as well. The abaxially placed spongy parenchyma are spherical oval and arranged loosely with large air spaces. Stomata are more on the abaxial side as well. Okay. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മോണോക്കോട്ടിനെ പറ്റി പഠിക്കുമ്പം മോണോക്കോട്ട് ലീഫ് ഐസോ ബൈലാട്രൽ ലീഫ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അവിടെ ബുള്ളി ഫോം സെല്ലിനെ പഠിക്കാൻ മറക്കരുത്. ബുള്ളി ഫോം സെൽസ് എന്താണ്? ഇൻ മോണോക്കോട്ട് ലീവ്സ്, മോണോക്കോട്ട് ലീഫുകൾക്ക് certain adaxial epidermal cells along the veins modified themselves into large colorless empty cells called the bulliform cells or the motor cells used to curl the leaves during water stress. Yes, some of the anatomical characters of monocot leaf and dicot leaf are given below. Arrange the characters in the column. അപ്പോൾ ആൻസർ നിങ്ങൾ എഴുതുമ്പം നിങ്ങൾ ഇതിനെ ബോക്സ് ഉണ്ടാക്കണം. എന്നിട്ട് ഡൈക്കോട്ട് ലീഫ് എന്നത് ഒരു സ്ഥലത്തും മോണോക്കോട്ട് ലീഫ് എന്നത് മറ്റൊരു കോളമിലും ആക്കി എഴുതണം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. ബുള്ളിഫോം സെൽസ് പ്രസന്റ് മോണോക്കോട്ട് ലീഫിനാണ്. ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ് ഡൈക്കോട്ട് ലീഫിനാണ്. Undifferentiated mesophil monocot leafനാണ്. Equal number of stomata on both the surfaces monocot leafനാണ്. Stomata are more on the lower side dicot leafന്റെ ഫീച്ചർ ആണ്. ഇത് ടേബിളിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Yes, the following are the anatomical features of flowering plant. Arrange these features in the table given below. നമ്പർ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. എക്സാർക്ക് സൈലം റൂട്ടുകളുടെ ഫീച്ചറാണ്. എക്സാർക്ക് സൈലം 1 എന്നുള്ളത് നമ്മൾ ലൈക്ക് റൂട്ടിന്റെ കൂടെ മെൻഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ പ്രസൻസ് ഓഫ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് ഡൊമിനന്റ് ആയി സ്പെസിഫിക് ആയി കാണപ്പെടാറുള്ളത് സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്. റൂട്ടുകൾക്ക്, ഡൈക്കോട്ട് റൂട്ടുകൾക്ക് ഹൈപ്പോഡെർമിസ് സ്പെഷ്യലി ഇല്ല.
പാലിസൈഡ് പാരൻകൈമ സെൽസ്, പാലിസൈഡും സ്പോഞ്ചിയും ഒക്കെ ലീഫിന്റെ ഫീച്ചറിലാണ് വരിക, അതും ഡൈക്കോട്ടിന്റെ ലീഫിന്റെ ഫീച്ചറിലാണ് വരിക. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് സ്റ്റെമ്മിന്റെ ഫീച്ചറിലാണ് വരിക, ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചറിലാണ് വരിക. എൻഡോഡെർമിസ് വിത്ത് കാസ്പേരിയൻ സ്ട്രിപ്സ്, അത് റൂട്ടിന്റെ ഫീച്ചറിലാണ് വരിക, സ്യൂബറിൻ കൊണ്ടാണ് കോട്ട് ചെയ്യുക. ലാർജ് എംറ്റി ബുള്ളിഫോം സെൽസ്, അത് ലീഫിന്റെ ഫീച്ചറിലാണ് വരിക, മോണോക്കോട്ട് ലീഫിന്റെ ഫീച്ചറിലാണ് വരിക, ലാർജ് എംറ്റി ബുള്ളിഫോം സെൽസ് എന്നത്. ഓക്കെ. അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ലീഫുകളുടെ ഫീച്ചറിലാണ് വരിക, അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഡിഫറൻസിയേഷൻ, അത് ലീഫിന്റെ ഫീച്ചറിലാണ് വരിക. ഓക്കെ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് റൂട്ടിന്റെ ഫീച്ചറിലാണ് വരിക, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് റൂട്ടിന്റെ കാര്യമാണ്. എൻഡാർക്ക് സൈലം സ്റ്റെമ്മിന്റെ ഫീച്ചറാണ്, എൻഡാർക്ക് സൈലം. ഓക്കെ, സ്റ്റെം ഫീച്ചറാണ്. ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് കോൾഡ് ദ മീസോഫിൽ, ലീഫിന്റെ ഫീച്ചറാണ്, ലീഫിലാണ് ഗ്രൗണ്ട് ടിഷ്യൂ കോൾഡ് ദ മീസോഫിൽ. ഈ രണ്ട് ഫിഗറും എൻ സി ആർ ടിയിലുള്ളതാണ്. ഫോളോവിങ് ആർ ദ ഡയഗ്രാംസ് ഷോവിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ബി അത് ഓൾറെഡി തന്നു. എ എന്ന് പറയുന്നത് ഡൈക്കോട്ട് സ്റ്റെം ആണ്, റിംഗ് ഫോമിൽ വാസ്കുലർ ബണ്ടിലുണ്ട്. ബി എന്ന് പറയുന്നത് മോണോക്കോട്ട് സ്റ്റെം ആണ്. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഒരുപാട് ഡിഫറൻസ് പറയാണ്ട്. എന്തൊക്കെ പറയാം? മേജറായിട്ട് 3 എണ്ണം പറയുന്നുണ്ട്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് വെൽ ഡിഫറൻഷിയേറ്റഡ്. Ground tissue is differentiated. Ground tissue differentiated ആണ്. Differentiated ground tissue ഉണ്ട്. In monocot leaf, ground tissue is undifferentiated. Ground tissue is undifferentiated. Undifferentiated വെറും parenchymatous ground tissue ആണ്. Dicot stem open vascular bundles ആണ്. Monocot stem closed vascular bundles ആണ്. Dicot stem vascular bundles in ring formula. Monocot stem scattered ആണ്, scattered vascular bundles ആണ്. Okay, dicot stem secondary growth present ആണ്, monocot stem secondary growth is absent ആണ്. Okay, dicot stem ന് lacuna absent ആണ്, monocot stem ന് water filled lacuna present ആണ്. ഇങ്ങനത്തെ കുറേ ഡിഫറൻസ് ഉണ്ട്. 3 എണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടെ അനാട്ടമി ചാപ്റ്ററിന് വൈൻഡ് ചെയ്യുവാണ്. ഹിയർ കംസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരുപാട് ക്വസ്റ്റ്യന് പോസിബിലിറ്റി ഉള്ള ഒരു ലൈക്ക് ചാപ്റ്റർ ആണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ആരോ ഹലോ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പേര് കാണുന്നില്ല. യെസ്, ഹലോ, ഐ എം റിവേഴ്സിങ് ഹലോ. Prokaryotic cell possesses special membranous structure which is formed by the extension of the plasma membrane in the form of vesicles, tubules and lamellae. Identify this structure. അതിന്റെ പേര് മീസോസോം എന്നാണ്. മീസോസോം, മീസോസോം. പ്രോക്യാരിയോട്ടിക് സെല്ലുകൾക്ക്, എസ്പെഷ്യലി ബാക്ടീരിയകൾക്ക്, അവരുടെ സെൽ മെംബ്രെയിൻ ഇൻഫോൾഡ് ചെയ്ത് ഫോം ചെയ്യുന്ന വെസിക്കുലാർ, ട്യൂബുലാർ, ലാമെല്ലേറ്റ് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് മീസോസോംസ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ പറഞ്ഞു മീസോസോം. റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ മെൻഷൻ ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫംഗ്ഷൻ കൂടി പറയാം. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? DNA റെപ്ലിക്കേഷൻ, അത് അവരുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ഹെൽപ്പ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. ഒന്ന് സെൽ വാൾ ഫോർമേഷൻ. സെൽ വാൾ ഫോർമേഷനിൽ മീസോസോമിന് പങ്കുണ്ട്. DNA റെപ്ലിക്കേഷൻ, ഒരു DNA റെപ്ലിക്കേഷനിൽ മീസോസോംസ് ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, റെസ്പിറേഷൻ, അല്ലാതെ അവർക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, പകരം റെസ്പിറേഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സെക്രീഷൻ പ്രോസസ്സുകളെ സഹായിക്കുന്നുണ്ട്. സെക്രീഷൻ. ഓക്കെ, എൻസൈമാറ്റിക് കണ്ടന്റ് അതിലാണുള്ളത്. റൈറ്റ്, ലൈക്ക് ഡൈജഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട് എൻസൈമാറ്റിക് കണ്ടന്റ് ഉള്ളതുകൊണ്ട്. റൈറ്റ്, ഇതൊക്കെയാണ് മീസോസോമിന്റെ ഫംഗ്ഷൻ. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ ഫൗണ്ട് ഇൻ ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. അത് റൈബോസോംസ് ആണ്. റൈബോസോം, റൈബോസോം പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും ഉണ്ട്. ജസ്റ്റിഫൈ ഇറ്റ്സ് പ്രസന്റ് ഇൻ ബോത്ത് ടൈപ്സ് ഓഫ് സെൽസ്. യെസ്, ദേ ആർ നോൺ മെംബ്രെയിൻ ബൗണ്ട്. They are non-membrane bound. അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ കവറിങ് ഇല്ല. They are non-membrane bound ആണ്. ഓക്കെ, പ്രോക്യാരിയോട്സിൽ ഇവരെ റൈബോസോംസ് സൈറ്റോപ്ലാസത്തിൽ മാത്രമാണ് കാണുക. യൂക്യാരിയോട്സിൽ സൈറ്റോപ്ലാസമിലും ഓൺ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയയിലും ഒക്കെ കാണാം. Several ribosomes may attach to a single mRNA. ഒരു സിംഗിൾ mRNA-യിൽ, ഒരു mRNA-യിൽ ബീഡ്സ്
കോർത്തതുപോലെ കുറേ റൈബോസോംസ് ഇങ്ങനെ മുത്ത് കോർത്തതുപോലെ നിന്നാൽ ഫോം എ ചെയിൻ കോൾഡ് പോളിറൈബോസോംസ് ആണ് വിളിക്കുക. പോളിറൈബോസോംസ് ഓർ ഷോർട്ട് ഫോം ആണ് പോളിസോം. പോളിറൈബോസോം ഓർ പോളിസോം. ഓക്കെ, ക്രോമസോമിന്റെ സെൻട്രോമിയറിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ള കാര്യമാണ്. ചൂസ് എ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ടിലോസെൻട്രിക് ക്രോമസോം മിഡിൽ സെൻട്രോമിയർ അല്ല. മിഡിൽ സെൻട്രോമിയറിന്റെ പേര് മെറ്റാസെൻട്രിക് എന്നാണ്. മെറ്റാസെൻട്രിക് ക്രോമസോം സെൻട്രോമിയർ സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ അല്ല, അത് സബ് മെറ്റാസെൻട്രിക്കിലാണ്, സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ. Acrocentric chromosome centromere close to its end. ശരിയാണ്, close to its end. എക്സാക്ട്ലി എൻഡിലല്ല, പക്ഷെ ക്ലോസ് ടു ഇറ്റ്സ് എൻഡിലാവുമ്പോഴാണ് acrocentric എന്ന് പറയാം. So C is answer here. Fill in the blanks. Small disc-shaped structures at the surface of centromere are called. മക്കളെ, ഒരു പ്രൈമറി കൺസ്ട്രക്ഷന്റെ പേരാണ് സെൻട്രോമിയർ. ഒരു ക്രോമസോമിന്റെ കൺസ്ട്രക്റ്റഡ് റീജിയന്റെ പേരാണ് സെൻട്രോമിയർ. അവിടെ നിന്നാണ് അവർക്ക് ആംസ് ഒക്കെ ഫോം ചെയ്യുക. റൈറ്റ്, ആകെ ഒരു സാധാരണ ക്രോമസോമിന് 4 ആംസ് ഒക്കെയാണ് കാണുക. 4 ആമുകളെ 2 ക്രൊമാറ്റിഡ്സ് ആയിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇതിൽ നോക്കൂ, ഈ പോർഷന്റെ പേരാണ്, കൺസ്ട്രക്ഷൻ പോർഷന്റെ പേരാണ് സെൻട്രോമിയർ. സെൻട്രോമിയറിന്റെ ഇരുവശങ്ങളിലും 2 ഡിസ്കോയിഡ് സ്ട്രക്ചേഴ്സിനെ കാണാറുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് ഇവിടെ ചോദിച്ചത്. കൈനെറ്റോകോസ് എന്നാണ് പേര്. കൈനെറ്റോകോസ് എന്നാണ് പേര്. സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് at the surface of the centromere are called kinetocoes. My dear ones, all are there now? Okay. The non-membrane bound organelle found in all cells is, മുമ്പും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ ബൗണ്ട് ആണ്. സെൻട്രിയോൾ മെംബ്രെയിൻ ബൗണ്ട് അല്ല, പക്ഷേ അത് ഓൾ സെൽസിലില്ല, അനിമൽസിലേ ഉള്ളൂ. റൈബോസോം ആണ് ആൻസർ. വാക്യൂൾ മെംബ്രെയിൻ ബൗണ്ട് ആണ്. വാക്യൂളിന്റെ സിംഗിൾ മെംബ്രെയിൻ ആണ്. ടോണോപ്ലാസ് എന്നാണ് ആ മെംബ്രെയിൻ്റെ പേര്. സോ ഹിയർ ആൻസർ ഈസ് റൈബോസോം. Fill in the blanks. Vacuole is bound by a single membrane called, തൊട്ടുമുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ആരാണ്? ടോണോപ്ലാസ്റ്റ്. സിംഗിൾ മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ് around the vacuole. Choose the correct answer. Structure seen in bacterial cell is nucleus. ബാക്ടീരിയകൾക്കില്ല, യൂക്യാരിയോട്സിനേ ഉള്ളൂ. ലൈസോസോം യൂക്യാരിയോട്സിനേ ഉള്ളൂ. പ്ലാസ്റ്റിഡ്സ് യൂക്യാരിയോട്സിനേ ഉള്ളൂ. മീസോസോം മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലേ. പേരാണ് മീസോസോംസ്. സെൽ വാൾ ഫോർമേഷനിലും DNA റെപ്ലിക്കേഷനിലും റെസ്പിറേഷനിലും ഡൈജഷനിലും ഒക്കെ അത് ഇൻവോൾവ്ഡ് ആണ്. മാച്ച് ദ ഫോളോവിങ് ആണ്. സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ചെയ്യുക മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയനെ നമ്മൾ പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് വിളിക്കുക. പവർ ഹൗസ് ആണ്, പവർ ഹൗസ് ഓഫ് സെൽ ആണ്. ഡ്യൂ ടു ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. പാക്കേജിങ് ആൻഡ് ഡെലിവറിങ് മെറ്റീരിയൽസ് അത് ഗോൾജി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ആണ്. ഡൈജഷൻ ഓഫ് ഇന്റർസെല്ലുലാർ മെറ്റീരിയൽസ്, ഡൈജഷൻ അത് ലൈസോസോമിനാണ് ചെയ്യാൻ പറ്റുക, ഡൈജസ്റ്റീവ് എൻസൈംസ് കൊണ്ട്. ഫോർമേഷൻ ഓഫ് ബേസൽ ബോഡി ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല സെൻട്രിയോളുകളാണ് ചെയ്യുക. 2 സെൻട്രിയോളുകൾ പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന സെൻട്രോസോം ആക്ട്സ് ആസ് ദ ബേസൽ ബോഡി ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല. നമ്മൾ സ്പീഡ് കൂടുതലാണോ മക്കളെ? ക്യാൻ യു ഫോളോ? നമ്മൾ മെയിൻ ചെയ്യുന്നത് ഒരു റാപ്പിഡ് ക്വിക്ക് റിവിഷൻ ആണ്. ഏത് ഭാഗം സ്ട്രോങ് ആണ്, നിങ്ങൾ ഏത് ഭാഗം വീക്ക് ആണ്, ഇന്നും നാളെയായിട്ട് ഏതൊക്കെ പഠിച്ചു തീർക്കണം എന്നൊക്കെ അനലൈസ് ചെയ്യാനും കൂടിയാണേ. Okay. Observe the figure given below. Identify the cell organelle. NCERT-ൽ ഇങ്ങനെ ഒരു സെൽ ഓർഗനലിനെ യൂക്യാരിയോട്സിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെൽ ഓർഗനലിന്റെ പേരെന്താ? ഗോൾജി ആണ്. ഗോൾജി അപ്പാരറ്റസ്, ഗോൾജി ബോഡീസ്, ഗോൾജി അപ്പാരറ്റസ്, ഗോൾജി കോംപ്ലക്സ് എന്നൊക്കെ പറയാൻ പറ്റും. റൈറ്റ് ഇറ്റ്സ് 2 ഫങ്ഷൻസ്. പാക്കേജിങ് ചെയ്യും ഇവര്, പാക്കേജിങ് ചെയ്യും. പാക്കേജിങ് ഗോൾജി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ ആണ് പാക്കേജിങ്. പാക്കേജിങ് മാത്രമല്ല ഇവർ ചെയ്യാറ്, ഇവർ പാക്കേജിങ് കൂടാതെ അതിനെ കാർഗോ ചെയ്യും സെല്ലിൻ്റെ ഉള്ളിൽ. കൂടാതെ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും സിന്തസിസ് ചെയ്യും. സിന്തസിസ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെയും സിന്തസിസിലും ഇവർ ഇൻവോൾവഡ് ആണ് ഗോൾജി കോംപ്ലക്സ്.
Pili and Fimbria are surface structures seen in bacterial cells. Bacterial cell surface actually മൂന്ന് തരം എക്സ്റ്റൻഷൻസ് ആണ് കാണാറ്. അതിലെ ലോങ്ങേസ്റ്റ് ആയതിൻ്റെ പേര് ഫ്ലജല്ല എന്നാണ്, ലോക്കോമോഷനാണ്. അതിലെ ഫിലമെന്റസ് ആയ അടുത്ത സ്ട്രക്ചേഴ്സിന്റെ പേരാണ് പിലി. ബാക്ടീരിയകളെ തമ്മിൽ അറ്റാച്ച് ചെയ്യാനാണ് സഹായിക്കുക. ഫോർ എക്സാമ്പിൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് സെക്സ് പിലികളൊക്കെ ഫോം ചെയ്യാറുണ്ട്. പിന്നെയോ സ്മോളസ്റ്റ് ആയ ബ്രിസിൽ ലൈക്ക്, ചെറിയ കുറ്റികളെ പോലെ തോന്നുന്ന ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്മോളസ്റ്റ് ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ പേരാണ് എന്ത്? ഫിംബ്രിയെ. അത് ബാക്ടീരിയത്തിന് ഒരു സബ്സ്ട്രേറ്റമിലേക്ക് അറ്റാച്ച് ചെയ്യാനാണ് സഹായിക്കുക. ലൈക്ക് ഹോസ്റ്റ് ടിഷ്യൂവിലേക്കോ അല്ലെങ്കിൽ റോക്കുകളിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഫിംബ്രിയകളാണ് സഹായിക്കുക. ഓക്കെ, സ്മോളസ്റ്റ് ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ആര്? ഫിംബ്രിയെ. ഫിംബ്രിയകളൊക്കെ സ്മോളസ്റ്റ് ആയ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. പിലി ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സും. പിലി ആർ ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻസ് ആണ്. അത് ഫോർ അറ്റാച്ചിങ് ബാക്ടീരിയ themselves ആണ്. ഫിംബ്രിയെ ആർ സ്മോൾ ബ്രിസിൽ ലൈക്ക് ഫൈബേഴ്സ് സ്പ്രൗട്ടിങ് ഔട്ട് ഓഫ് ദ സെൽ ആണ്. എന്തിനാണ്? to help to attach the bacteria to the rocks or to the host substrates, host tissue. പേജ് നമ്പർ 91 നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും കേട്ടോ, ന്യൂ NCERT-യിലെ. Alright, observe the figure of chromosomes given below. A and B ഉണ്ട്. Identify the type of chromosomes labeled as A and B. ഇങ്ങനെ ക്രോമസോമിന്റെ സെൻട്രോമിയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അറ്റ്ലീസ്റ്റ് മാച്ച് ദ ഫോളോവിങ്ങിലോ ഡ്രോ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ ഒക്കെ ആവാം. ഇവിടെ ഏന്ന് തന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്രോമസോംസ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. ഏന്ന് തന്നത് മെറ്റാസെൻട്രിക് ക്രോമസോമുമാണ്, മെറ്റാസെൻട്രിക്കുമാണ്, കൂടാതെ സാറ്റലൈറ്റ് ക്രോമസോമും കൂടിയാണ്. സാറ്റലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിന്ന് കൊടുത്തത് ആക്രോസെൻട്രിക് ക്രോമസോമിനെയാണ്, ആക്രോസെൻട്രിക്കിനെയാണ്. എന്തുകൊണ്ടാണ് മക്കളെ ഇവിടെ എനെ മെറ്റാസെൻട്രിക് എന്ന് വിളിച്ചത്? സെൻട്രോമിയർ എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ ആണ്. ആൻഡ് ഹിയർ സബ് ടെർമിനൽ ആണ്, അറ്റത്തിന്റെ അടുത്ത്, ക്ലോസ് ടു ദ വൺ എൻഡ്. ആക്രോസെൻട്രിക് ആണ്. നെയിം ദ ക്രോമസോം വിച്ച് ഹാസ് എ ടെർമിനൽ സെൻട്രോമിയർ. അതിന്റെ പേര് ടെലോസെൻട്രിക് എന്നാണ്. ടെർമിനൽ ആണ് സെൻട്രോമിയർ എങ്കിൽ പേര് ടെലോസെൻട്രിക് ക്രോമസോം എന്നാണ്. ഓക്കെ, fine, fill up the blanks. Endomembrane systemil usually 4 cell organelles ആണ് ഉണ്ടാവുക. അതിൽ ലൈസോസോമിനെ മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ആരൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് എഴുതണം, ഗോൾജി കോംപ്ലക്സ് എന്നടുത്തത് എഴുതണം. റൈറ്റ്, അവസാനം വാക്യൂളും വേണം. ഇവർ 4 പേരുമാണ് ഒരു എൻഡോമെംബ്രെയിൻ സിസ്റ്റമിന്റെ ഭാഗം. യൂകാരിയോട്സിലെ a group of membrane bound cell organelles whose functions are coordinated called endomembrane system. Abhishek and Taju. Identify the organelle and mark the parts labeled as A, B, C, D. ഇവിടെ A എന്ന് കൊടുത്തിട്ടുള്ളത് ഇന്നർ മെംബ്രെയിനെയാണ്. 2 മെംബ്രെയിൻ ഉള്ളതിലെ ഇന്നർ മെംബ്രെയിനെയാണ് A എന്ന് കൊടുത്തിട്ടുള്ളത്. B എന്ന് കൊടുത്തത് മാട്രിക്സിനെയാണ്. മാട്രിക്സ് ആണ് B എന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മൈറ്റോകോൺഡ്രിയന്റെ ഫിഗർ NCERT-യിൽ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ആ ടെക്സ്റ്റിലുള്ള ഫിഗേഴ്സിൽ തന്നെ ചോദിക്കാറുള്ളൂ കേട്ടോ. C എന്ന് കൊടുത്തത് ഇന്റർ മെംബ്രെയിൻ സ്പേസിനെയാണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ്, 2 മെംബ്രെയിനുകളുടെ ഇടയിലുള്ള സ്പേസിനെയാണ് കൊടുത്തത്. ആൻഡ് ഡി എന്ന് കൊടുത്തത് ക്രിസ്റ്റേനെയാണ്. ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ്, ഏകവചനം ക്രിസ്റ്റ, പ്ലൂറൽ ക്രിസ്റ്റേ. ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിഡ്സ് ആണ്. ക്ലോറോഫിലും കുറച്ച് കെരോട്ടിനോയിഡ്സും ഉള്ള പ്ലാസ്റ്റിഡിന്റെ പേര് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ്. അപ്പൊ എ എന്നുള്ള ഭാഗത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് ഫില്ല് ചെയ്യണം, ക്ലോറോപ്ലാസ്റ്റ്. പിന്നെയോ കൂടുതൽ കെരോട്ടിനോയിഡ് പിഗ്മെന്റ് ഉള്ളതുകൊണ്ട് യെല്ലോ, ഓറഞ്ചോ, റെഡ് കളറിൽ കണ്ടതാണ് ക്രോമോപ്ലാസ്റ്റുകൾ. കളർലെസ് ആയ പ്ലാസ്റ്റിഡുകൾ ഉണ്ട്. കളർലെസ് ആയ പ്ലാസ്റ്റിഡുകളെ മുഴുവനായി വിളിക്കുന്ന പേരാണ് ബിയിൽ മെൻഷൻ ചെയ്യേണ്ടത്. അതിന്റെ പേര് ല്യൂക്കോപ്ലാസ്റ്റ് എന്നാണ്. കളർലെസ് പ്ലാസ്റ്റിഡുകളുടെ പേരാണ് എന്ത്? ല്യൂക്കോപ്ലാസ്റ്റുകൾ. ല്യൂക്കോപ്ലാസ്റ്റുകൾ തന്നെ 3 തരമുണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്തതാണ് സി, അതിന്റെ പേര് അമൈലോപ്ലാസ്റ്റ് എന്നാണ്. ഓക്കെ, ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യാറുള്ളതാണ് ഏലിയോപ്ലാസ്റ്റുകൾ. പ്രോട്ടീനെ സ്റ്റോർ ചെയ്യുന്നതിന്റെ പേര് അല്യൂറോപ്ലാസ്റ്റ് എന്നാണ്, അല്യൂറോപ്ലാസ്റ്റ്. ഇതൊക്കെയാണ് ഫില്ല് ചെയ്യാൻ ചോദിച്ചത്. ആസച്ച് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആവണം എന്നില്ല, ലൈക്ക് വേറെ ഫോമാറ്റിലും ആവാം, പക്ഷെ കണ്ടന്റ് ഇത് തന്നെ പഠിച്ചാൽ മതിയാവും അല്ലേ.
Okay. An accepted model of the structure of a cell membrane was proposed by Singer and Nichols and named the model. അതിൻ്റെ പേരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് സിംഗർ ആൻഡ് നിക്കോൾസൺ മെൻഷൻ ചെയ്തത് 1972-ലായിരുന്നു. ലിസ്റ്റ് ചെയ്ത two major biomolecules of which this membrane is composed of lipids and proteins. ലിപ്പിഡ്സും പ്രോട്ടീൻസുമാണ് ഇതിലെ മേജറായ കമ്പോണൻസ്. Mention two important points of this model from the point of view of function. അതിന് പ്രോട്ടീൻസിന് മൂവ് ചെയ്യാൻ പറ്റും എന്നതാണ് പറയണേ. പ്രോട്ടീൻസിന് ലാറ്ററൽ മൂവ്മെന്റ്സ് പോസിബിൾ ആണ് മെംബ്രെയിനിൽ. ഓക്കെ, ലൈക്ക് ക്വാസി ഫ്ലൂയിഡ് ആയിട്ടുള്ള മെംബ്രെയിനിൽ ലാറ്ററൽ മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. പ്രോട്ടീൻസിന്റെ ലാറ്ററൽ മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. അതിനെ ഫ്ലൂയിഡിറ്റി എന്നാണ് നമ്മൾ വിളിക്കാറ്. Right? Mention ചെയ്യുന്നത് പേജ് നമ്പർ 94 ഫസ്റ്റ് പാരഗ്രാഫിലാണ്. An important model of the structure of cell membrane was proposed by Singer and Nichols in 1972, widely accepted as a fluid mosaic model. According to this, the quasi-fluid nature of a lipid enables lateral movement of proteins within the overall bilayer. This ability to move within the membrane is measured as its fluidity. Question here. Due to the presence of a secondary construction, a knob-like small fragment appears on some chromosomes called kinetochore അല്ല, kinetochore primary construction ആയ സെൻട്രോമിയറിന്റെ ഇരുവശത്തും കാണുന്ന ഡിസ്കുകളാണ്. ഹിസ്റ്റോൺ ക്രോമസോം ഫോം ചെയ്യാൻ സഹായിച്ച പ്രോട്ടീൻസ് ആണ്. കയാസ്മേറ്റ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ മിയോസിസിൽ പഠിക്കുന്നതാണ്. ആൻസർ ഈസ് സാറ്റലൈറ്റ്, ദ സ്മോൾ knob-like structure beyond the secondary construction. Classify chromosomes based on the position of centromere. ഞാൻ പറഞ്ഞു ഇതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. 4 ടൈപ്പ് ഉണ്ട്. മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോമിൽ സെൻട്രോമിയർ എക്സാക്ട്ലി സെന്ററിലായിരിക്കും, മിഡിലായിരിക്കും. അതുകൊണ്ട് 2 സൈഡിലേക്കുള്ള ആംസ് ഈക്വൽ ആയിരിക്കും. സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. സബ് മെറ്റാസെൻട്രിക് ക്രോമസോമിന്റെ സെൻട്രോമിയർ ക്ലോസ് ടു ദ മിഡിലായിരിക്കും, എക്സാക്ട്ലി മിഡിലായിരിക്കില്ല, ക്ലോസ് ടു ദ മിഡിലായിരിക്കും. അതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള ആംസ് കുറച്ച് വലുതും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ച് ചെറുതുമായിരിക്കും. Acrocentric chromosome. Acrocentricൽ സെൻട്രോമിയർ ക്ലോസ് ടു വൺ എൻഡ് ആയിരിക്കും, ഒരറ്റത്തിന്റെ അടുത്തായിരിക്കും സെൻട്രോമിയർ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള ആമുകൾ വളരെ കമ്പയറബിളി ചെറുതും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കമ്പയറബിളി വലുതുമായിരിക്കും. ടിലോസെൻട്രിക് ക്രോമസോം. ടിലോസെൻട്രിക്കിന് ടെർമിനൽ സെൻട്രോമിയർ ആയിരിക്കും, അറ്റത്ത് തന്നെ ആയിരിക്കും സെൻട്രോമിയർ ഉണ്ടാവുക. Cell theory is the fundamental concept in cell biology. 2 സയന്റിസ്റ്റുകൾ ചേർന്ന് 2 സ്ഥലത്തിരുന്നു കൊണ്ട് ഒരേ കാര്യം പറഞ്ഞതാണ് സെൽ തിയറി. ഹു പ്രപ്പോസ്ഡ് സെൽ തിയറി എന്നാണ് ചോദിച്ചത്. ഒന്ന് മെത്തിയാസ് ഷ്ലീഡൻ ആണ്. എം ഷ്ലീഡൻ എന്ന് എഴുതിയാൽ മതിയാവും. മെത്തിയാസ് ഷ്ലീഡൻ. രണ്ടാമത്തെ ആളുടെ പേര് തിയോഡർ ഷ്വാൻ എന്നാണ്. തിയോഡർ ഷ്വാൻ. ടി ഷ്വാൻ എന്നൊക്കെ എഴുതിയാൽ മതിയാവും. തിയോഡർ ഷ്വാൻ ആണ് രണ്ടാമത്തെ ആള്. ഓക്കെ, റൈറ്റ് ദ 2 ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ദ സെൽ തിയറി. എന്തൊക്കെയാ? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ്. രണ്ടാമത്തതോ ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. 2 പോയിന്റ്സ് ആണ് മോഡേൺ സെൽ തിയറിയിലുള്ളത്. ഒന്നെന്താ? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ്. രണ്ടെന്താ? ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിന്റെ കണ്ടന്റിനെ ഒന്ന് വൈൻഡ് ചെയ്യുവാണ്. ഹിയർ കംസ് ദ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. യെസ്, ഒബ്സർവ്. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ മൈറ്റോസിസ് ആരാണ്? മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇക്വേഷണൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് മൈറ്റോസിസ്. എന്തുകൊണ്ടാണ് മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിച്ചത്? അവിടെ ക്രോമസോം നമ്പർ ഹാഫ് ആവും. പാരന്റ് സെല്ലിന്റെ ക്രോമസോം നമ്പറിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഡോട്ടർ സെല്ലുകൾക്ക് കിട്ടുക. അതുകൊണ്ട് റിഡക്ഷൻ ഡിവിഷൻ. എന്തുകൊണ്ടാണ് മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിച്ചത്? കാരണം അവിടെ പാരന്റ് സെൽ ആരോ പാരന്റ് സെല്ലിന്റെ അതേ ക്രോമസോം നമ്പർ തന്നെയുള്ള ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുക. ക്രോമസോം നമ്പർ അൺഅഫക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുക. Observe the diagram related with the cell cycle. Identify A and B. But already G1 phase തന്നിട്ടുണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് S phase ആണ്, B എന്ന് പറയുന്നത് G2 phase ആണ്. ഓക്കെ, അപ്പോൾ G1
S G2 M എന്നതാണ് ഓർഡർ. Observe and fill. Metaphasal spindle fibers attached to kinetochores ആണെങ്കിൽ chromatids moves to opposite poles ഏത് ഫേസിലാണ്? അത് അനാഫേസിലാണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ഹോമലോഗസ് ക്രോമസോംസ് ഡ്യൂറിങ് പാക്കറ്റീൻ സ്റ്റേജ് ഓഫ് മെയോസിസിന് രണ്ട് പേരുണ്ട്. ഒന്നുകിൽ ക്രോസിംഗ് ഓവർ എന്ന് എഴുതാം, ക്രോസിംഗ് ഓവർ സ്കോർ കിട്ടും, ഓർ റീകോമ്പിനേഷൻ എന്ന് വേണമെങ്കിലും എഴുതാം, റീകോമ്പിനേഷൻ ഓർ ക്രോസിംഗ് ഓവർ. DNA synthesis takes place in the dash phase of cell cycle, S phase. Animal cellകൾക്ക് S ഫേസിൽ ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേഷൻ നടക്കുന്നതോടൊപ്പം സൈറ്റോപ്ലാസമിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷനും കൂടി നടക്കും. മെറ്റാഫേസിന്റെയും അനാഫേസിന്റെയും പിക്ചേഴ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഫീച്ചേഴ്സ് എഴുതുക എന്നുള്ളത് ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ ആണ് ഫ്രം ചാപ്റ്റർ സെൽ സൈക്കിൾ. അതുകൊണ്ട് ഈ ലേബിൾ ഈ പ്രൊവൈഡ് ചെയ്ത പിക്ചർ അത് ഏത് ഫേസ് ഓഫ് മൈറ്റോസിസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഇത് മെറ്റാഫേസ് ആണ്, മെറ്റാഫേസ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ മെറ്റാഫേസ് എന്ന് ഐഡന്റിഫൈ ചെയ്തത്? നോക്കൂ, ക്രോമസോമുകൾ സെല്ലിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആയ മെറ്റാഫേസ് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഇത് മെറ്റാഫേസ് ആണ്. നൗ ഈ ഫിഗർ ടെക്സ്റ്റിൽ അതേ ഫിഗർ ആണ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തു, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്തു. റൈറ്റ് ദ നെയിം ഓഫ് ദ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഇത് അനാഫേസ് ആണ് മക്കളെ, അനാഫേസിലാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റ് വൺ മെയിൻ ഇവന്റ് ഒക്കറിംഗ് ഇൻ ദ സ്റ്റേജ് സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ്, sister chromatids separated. The separated sister chromatids move towards opposite poles of the cell. ഈ ഫിഗറും എൻ സി ആർ ടിയിൽ നിന്നാണ്. ഒരേ സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസുകൾ കാണുന്ന സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് ടിലോഫേസ് ആണ്, ആന്റി പ്രൊഫേസ് ആണ് ടിലോഫേസ്. ഐഡന്റിഫൈ ദ സ്റ്റേജ്, ടിലോഫേസ്. റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റേജ്. വി ക്യാൻ സീ ടു ന്യൂക്ലിയൈ വിത്തിൻ എ സെൽ എന്ന് എഴുതാം. പ്രൊഫേസിന്റെ വിപരീതം ഒക്കെ എഴുതാം. Nuclear envelope, nucleoli, endoplasmic reticulum and Golgi bodies reappear. Chromatids decondenses into chromatin. Nucleoli ഒക്കെ reappear ചെയ്യുന്ന phase ആണിത്. ടിലോഫേസ് കഴിഞ്ഞാൽ പിന്നെ സൈറ്റോകൈനസിന്റെ ഇവന്റ് ആണ് നടക്കുക. പ്ലാന്റ്സിന് സെൽ പ്ലേറ്റ് ഫോർമേഷനും അനിമൽസിന് ക്ലീവേജ് ഫറോ ഫോർമേഷൻ ആണെന്നതും മറക്കരുത്. പ്ലാന്റ്സിന് സെല്ലിന്റെ സെന്ററിൽ ഒരു പ്രിക്കേഴ്സർ ഓഫ് സെൽ വോളായ കാൽഷ്യം പെക്ടേറ്റ് മെയ്ഡ് ആയ സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ലാറ്ററലി ഗ്രോ ചെയ്ത് ലാറ്ററൽ വാളിൽ മീറ്റ് ചെയ്തിട്ടാണ് നടുവിൽ തുടങ്ങി വശങ്ങളിലേക്കാണ് പ്ലാന്റ് സെല്ലുകളുടെ സൈറ്റോകൈനസിസ് നടക്കുക. അനിമൽ സെല്ലുകൾക്ക് സെൽ വാൾ ഇല്ലല്ലോ, അവിടെ മെംബ്രെയിൻ ഫറോ ഫോം ചെയ്യും. അത് ഡീപ്പൻ ചെയ്ത് നടുവിൽ കൂട്ടിമുട്ടിയിട്ടാണ് രണ്ട് സെൽ ഫോം ചെയ്യുക. Karyokinesis of mitosis is divided into 4 stages. Name the second and third stages. 4 സ്റ്റേജും അങ്ങ് എഴുതിയേക്കാം. 4 സ്റ്റേജുകൾ ഏതൊക്കെയാ? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. എന്നിട്ടോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മളോട് 2ഉം 3ഉം സ്റ്റേജുകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. സെക്കൻഡ് ആൻഡ് തേർഡ്. സെക്കൻഡ് ആരാ? മെറ്റാഫേസ്. തേർഡ് ആരാ? അനാഫേസ്. റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് സെക്കൻഡ് സ്റ്റേജ്. മെറ്റാഫേസിന്റെ ഫീച്ചേഴ്സ് ഏതു? Chromosome condensation was completed. Thus, it's the best stage to study chromosomes. Spindle fibers are getting attached with the kinetochores of centromeres and arranging the chromosomes at the equatorial plane of the cell called the metaphase plate. യെസ്, മെസ ഫോളോവിങ് ആണ്. മിയോസിസിന്റെ കാര്യമാണ്. മിയോസിസിൽ മിയോസിസ് 1ന്റെ പ്രൊഫേസ് 1 ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പ്രൊഫേസ് 1ന് 5 സബ്സ്റ്റേജുകളുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓർഡർ അനുസരിച്ചൊന്നും കൊടുത്തിട്ടില്ല. ലെപ്റ്റോട്ടീൻ കൊടുത്തിട്ടില്ല അല്ലേ? കറക്റ്റ് ഓർഡറിൽ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് എന്നാണ്. ഇവിടെ ഓരോ ഫേസിലും എന്ത് നടക്കുന്നുള്ളത് നോക്കൂ. ഡയാകൈനസിസ് എന്ന് കൊടുത്താൽ അത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ് ആണ്. എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ വിട്ടുപോണ സ്റ്റേജ് ആണ്. സൈഗോട്ടീൻ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ് നടക്കുന്ന സ്റ്റേജ് ആണ്. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസിന്റെ പേരാണ് സിനാപ്സിസ്. പാക്കറ്റീൻ ക്രോസിംഗ് ഓവർ ഓർ റീകോമ്പിനേഷൻ ഫേസ് ആണ്.
Diplotin, formation of chiasmatia phase ആണ്. Chiasmatia form ചെയ്യുന്നത് ഡിപ്ലോട്ടീനിലും chiasmatia terminalize ചെയ്യുന്നത് ഡയാകൈനസിസിലും ആണെന്ന് മറക്കരുത്. Again, match the following ആണ്. Prophase, metaphase, anaphase, telophase ന്റെ features ആണ്. Chromosomes are moved to spindle equator എപ്പോഴാണ് നടക്കുക? Metaphase. Formation of two daughter nuclei at the each pole, telophase. Formation of meiotic chromosomes form ചെയ്യുന്നത് prophase-ലാണ്. And chromatids move to opposite poles anaphase-ലാണ്. Okay. Question. Prophase of the first meiotic division അഥവാ meiosis 1 is typically longer and complex. എന്നിട്ടോ subphases ഒക്കെ തന്നിട്ടുണ്ട്. Pairing of dear ones, welcome back. Yes, മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് പഠിക്കുന്ന പോലെ തന്നെ മിയോസിസിന്റെ സിഗ്നിഫിക്കൻസും അറിയണം. അതിനുള്ള ക്വസ്റ്റ്യൻ ആണിത്. Meiosis ensures the production of haploid gametes in diploid organism. Human beings in a പോലത്തെ diploid organisms sperm ovum പോലത്തെ haploid gametes ഉണ്ടാവാൻ meiosis നടക്കണം. Why is meiosis is called reduction division? അതിനാണ് reason. The chromosome number of daughter cells is just the half as compared to the parent cell. ഒരു diploid cellന് meiosis നടന്നു കഴിഞ്ഞാൽ 4 haploid cells ആണല്ലോ ഫോം ചെയ്യുക. ക്രോമസോം നമ്പർ പകുതി ആവുന്നതുകൊണ്ടാണ് ഇതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുക. റൈറ്റ് എനി ടു മേജർ സിഗ്നിഫിക്കൻസ് ഓഫ് മെയോസിസ്. ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ബ്രിങ് അബൌട്ട് ജനറ്റിക് വേരിയേഷൻ കൊണ്ടുവരും. വേരിയേഷൻ ഈസ് മസ്റ്റ് ഇൻ എവല്യൂഷൻ. രണ്ടാമത്തത് കൺസേർവ് ദ ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ്. മക്കളെ, ഇതിൽ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ ഹ്യൂമൻസിന് ഇപ്പം 46 ക്രോമസോംസ് ആണുള്ളത്. മെയിൽ പാരന്റിനായിക്കോട്ടെ ഫീമെയിൽ പാരന്റിനായിക്കോട്ടെ 46 ക്രോമസോംസ് ഉണ്ടാവുക. അവർക്ക് മെയോസിസ് എന്ന റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് മെയിൽ ഗമീറ്റായ സ്പെർമിന് 23 ആവും, ഫീമെയിൽ ഗമീറ്റായ ഓവമിലും 23 ആവും. എന്നിട്ടോ ഫെർട്ടിലൈസേഷൻ അതിൻ്റെ പേരൻറ്റിൻ്റെ അതേ ക്രോമസോം നമ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് കൺസേർവ് ദ ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓരോ ജീവികളുടെയും ഓരോ സ്പീഷീസിൻ്റെയും ക്രോമസോം നമ്പറിനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി ഗമീറ്റ് ഫോം ചെയ്യാൻ ക്രോമസോം നമ്പറിനെ ഹാഫ് ആക്കും, ഫെർട്ടിലൈസേഷൻ ക്രോമസോം നമ്പറിനെ റീസ്റ്റോർ ആക്കും. ഓക്കെ, അതാണ് മിയോസിസിൻ്റെ 2 സിഗ്നിഫിക്കൻസസ്. ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് ജനറ്റിക് വേരിയേഷൻ ക്രോസ് ചെയ്യുമെന്നതാണ്. രണ്ടാമത്തത് അവർ കൺസേർവ് ചെയ്യും ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ് ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽ സൈക്കിളിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ മൈറ്റോസിസിന് മുമ്പേ സെൽ സൈക്കിളിൻ്റെ G1, S, G2 ഫേസുകളെ മനസ്സിലാക്കുക. S ഫേസിൻ്റെ ഫീച്ചേഴ്സിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, ദെറാഫ്റ്റർ മൈറ്റോസിസിൽ നിന്ന് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിനൊക്കെ ഒന്ന് പിക്ചർ ബേസ്ഡ് ആയി ഐഡന്റിഫൈ ചെയ്യാനും ഫീച്ചേഴ്സ് എഴുതാനും പഠിക്കുക. മെയോസിസിൽ പ്രൊഫേസ് 1ന്റെ സബ്ഫേസുകൾ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസിന്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യുക. മൈറ്റോസിസിന്റെയും മെയോസിസിന്റെയും സിഗ്നിഫിക്കൻസും കൂടി മനസ്സിലാക്കുക. ഓക്കെ, fine. Here comes the next chapter, photosynthesis in higher plants. My dear ones, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ഇതിനാണ്, ഫോട്ടോസിന്തസിസിനും റെസ്പിറേഷനുമാണ്, ഫിസിയോളജിയിലെ ചാപ്റ്റേഴ്സിനാണ്. അതുകൊണ്ട് ഭയങ്കര കോൺഷ്യസ് ആവുക ഈ ചാപ്റ്റേഴ്സിനെ കേട്ടോ. ഫോട്ടോസിന്തസിസിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The reaction center of photosystems in green plants during light reaction is, അത് ഓൾവേസ് ഒരേ ഒരു പിഗ്മെന്റ് ആണ്. ഓൾവേസ് ഒരേ ഒരു പിഗ്മെന്റ് ആണ് റിയാക്ഷൻ സെന്റർ ആവുക. ആരാ? someone please respond to me. ആരായിരിക്കും റിയാക്ഷൻ സെന്റർ ഓഫ് ഫോട്ടോസിസ്റ്റംസ്? PS1ന്റെ ആയിക്കോട്ടെ PS2ൻ്റെതായിക്കോട്ടെ റിയാക്ഷൻ സെന്റർ ആരാണാവുക? അത് ഓൾവേസ് ക്ലോറോഫിൽ എ ആയിരിക്കും. ക്ലോറോഫിൽ എ മാത്രമാണ് റിയാക്ഷൻ സെന്റർ ആയി അറിയപ്പെടുക. ബാക്കിയുള്ള ക്ലോറോഫിൽ ബിനെയും കെരോട്ടിനോയിഡ്സിനെയും സാന്തോഫിൽസിനെയും ഒക്കെ നമ്മൾ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിക്കുക.
An enzyme present in plants which shows carboxylation and oxygenation activity. Identify the enzyme. എൻസൈമിൻ്റെ പേര് റൊബിസ്കോ എന്നാണ്. റൊബിസ്കോ റൊബിസ്കോ റൊബിസ്കോയിലെ C for carboxylation, O for oxygenation ആണ് റൊബിസ്കോ. Okay. Yes, Rishi, your comments are noticed. Fine. And those are correct as well. Choose the correct answer. Law of limiting factors നമ്മുടെ പ്രീവിയസ് മോഡൽ എക്സാം ക്വസ്റ്റ്യനിലും ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തെന്നായിരുന്നു അല്ലേ? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഈസ് പ്രപ്പോസ്ഡ് ബൈ, അത് ബ്ലാക്ക്മാൻ്റെതാണ്. ബ്ലാക്ക്മാൻ്റെതാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ. ആൻഡ് എംഗൽമാൻ അത് ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് പ്രൊവൈഡ് ചെയ്ത ആളാണ് എംഗൽമാൻ. ഓർക്കണില്ലേ? വൈറ്റ് ലൈറ്റിനെ ഒരു പ്രിസമിൽ കൂടി പാസ് ചെയ്ത് സ്പെക്ട്രൽ ഫ്രാഗ്മെന്റ്സ് ആക്കി വിബ്ജിയോർ ആക്കി അതിന് നേരെ ഒരു ടെസ്റ്റ് ട്യൂബ് സസ്പെൻഷനിൽ ക്ലാഡോഫോറ എന്ന് പേരുള്ള ഗ്രീൻ ആൽഗേനെയും എയറോബിക് ബാക്ടീരിയകളെയും കീപ്പ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് മാക്സിമം നടക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസിലാണെന്ന് പറഞ്ഞ ആളായിരുന്നു എംഗൽമാൻ. ജോസഫ് പ്രീസ്ലിനെ ഓർമ്മയില്ലേ? നമ്മുടെ ബെൽ ജാർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത ആള്. കോർണീലിയസ് വാൻ നീലോ ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷൻ നടക്കാൻ ഒരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് വേണം. അത് H2O ആണ് റെഡ്യൂസിങ് ഏജന്റ് എങ്കിൽ ഓക്സിജൻ പുറത്തു വരും. H2S ആണ് റെഡ്യൂസിങ് ഏജന്റ് എങ്കിൽ സൾഫർ ഓർ സൾഫേറ്റ് പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ ആളാണ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ബ്ലാക്ക്മാൻ്റെതാണ്. C4 cycle is so called because of the presence of a C4 acid. Name the C4 acid. അതാണ് മക്കളെ oxaloacetic acid. Oxaloacetate. 4 കാർബൺ ഉള്ള ആസിഡ് oxaloacetic acid. Name the leaf anatomy present in C4 plants. പേരാണ് Kranz anatomy. Kranz anatomy. നെയിം ചെയ്യാൻ പറഞ്ഞാൽ പേര് മാത്രം എഴുതിയാൽ മതി. ക്രാൻസ് അനാട്ടമി. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ഉണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക? വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കുറച്ച് തിക്ക് വോൾഡായ ലാർജ് സൈസുള്ള തിക്ക് വോൾഡായ കോമ്പാക്ട്ലി പ്ലേസ്ഡ് ആയ ഇംപർവിയസ് ടു ഗ്യാസസ് ആയ സെൽസ് ഉണ്ട്. പേര് ബണ്ടിൽ ഷീത്ത് സെൽസ് എന്നാണ്. ബണ്ടിൽ ഷീത്ത് സെൽസിന് പുറത്ത് ഇവർക്ക് ലൂസായി പാക്ക് ചെയ്ത ഇന്റർസെല്ലുലാർ സ്പേസുകളുള്ള തിൻ വോൾഡായ മീസോഫിൽ സെല്ലുകളുടെ സെവറൽ ലെയേഴ്സും ഉണ്ട്. മൊത്തത്തിലൊരു റീത്ത് ലൈക്ക് ദ മീസോഫിൽ സെൽസ് ആണ്. മൊത്തത്തിലൊരു റീത്ത് ലൈക്ക് അപ്പിയറൻസ് കിട്ടും. അതാണ് ക്രാൻസ് അനാട്ടമി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഫൈൻ. Observe and fill. C4 plants in pepcase, PEPcase, phosphoenol pyruvate carboxylase enzyme ആണ് എങ്കിൽ C3 ചെടികളുടെ ആ പ്രൈമറി എൻസൈം ആരാ? റൊബിസ്കോ. C4 ചെടികളുടെ സെക്കൻഡറി കാർബോക്സിലേഷൻ എൻസൈമും C3 ചെടികളുടെ പ്രൈമറി കാർബോക്സിലൈസിങ് എൻസൈമുമാണ് റൊബിസ്കോ. C3 ചെടികളുടെ പ്രൈമറി കാർബോക്സിലൈസിങ് എൻസൈമും C4ലെ സെക്കൻഡറി കാർബോക്സിലൈസിങ് എൻസൈമുമാണ് റൊബിസ്കോ. ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിലാണെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലാണ്. അത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ഡിവിഷൻ ഓഫ് ലേബർ വിത്തിൻ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഫോട്ടോ റെസ്പിറേഷൻ ഈസ് എ കേഴ്സ്, ഒരു ശാപം. കേഴ്സ് ടു പ്ലാന്റ്സ് ആണ്, കാരണം അത് വേസ്റ്റ്ഫുൾ ആണ്. ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ കൂടെയും പറഞ്ഞിരുന്നു കേട്ടോ. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. യെസ്, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ because photorespiration is a wasteful process shown by C3 plants. C3 ചെടികളിൽ കാണുന്ന ഒരു wasteful process ആണിത്. എന്തുകൊണ്ട്? During photorespiratory pathway there is neither synthesis of sugars nor of ATP, but it results in the release of carbon dioxide by the utilization of ATP. Thereby it is a wasteful process shown by C3 plants, and that's why the efficiency of C3 plants is less. Find the reason for this event to take place. And the reason in C3 plants, C3 ചെടികളിൽ, in C3 plants, some oxygen does bind to rubisco. റുബിസ്കോയിലേക്ക് കുറച്ച് ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ റീസൺ. കാരണം റുബിസ്കോക്ക് ഡുവൽ റോളിൽ കാർബോക്സിലേഷൻ്റെ കൂടാതെ ഓക്സിജനേഷൻ റോളും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ഓർക്കണില്ലേ? RuBp+O2 നടക്കും. റുബിസ്കോന്റെ ഓക്സിജനേഷൻ പവർ ഉണ്ട്.
റിസൾട്ടായിട്ട് ഒരു PGAയും ഒരു ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാവും. ഓക്കെ, അറ്റ്മോസ്ഫെറിക് ഓക്സിജൻ ഋഷി, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നതും ഓക്സിജൻ കൂടുന്നതും തന്നെയാണ് റീസൺ. ഓക്കെ, photosynthesis can be considered as the most significant physicochemical process on Earth. Evaluate this statement citing any two significances. ടെക്സ്റ്റ് ബുക്കിൽ ഫോട്ടോസിന്തസിസിന്റെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഇൻട്രോഡക്ടറി പാരഗ്രാഫിലുണ്ട് ഫോട്ടോസിന്തസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു ടു റീസൺസ്. ഒന്നാമത്തത് എന്താ? ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. ഭൂമിയിലുള്ള എല്ലാ ഫുഡിൻ്റെയും അൾട്ടിമേറ്റ് സോഴ്സ് ആണ് ഫോട്ടോസിന്തസിസ്. രണ്ടെന്താ? ഇസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് ഓക്സിജൻ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ, ഇൻ ടു ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഭൂമിയിലെ എല്ലാ ഫുഡിൻ്റെയും അൾട്ടിമേറ്റ് സോഴ്സ് ആണെന്നതും അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനെ റിലീസ് ചെയ്യുന്നതുമാണ് ഫോട്ടോസിന്തസിസ് സിഗ്നിഫിക്കൻ്റ് ആവാനുള്ള രണ്ട് റീസൺ. നെയിം ദ ഫോളോവിങ് ഇൻ C4 pathway. Name the following in C4 pathway. In C4 plants, leaf anatomy in the പേര് Kranz anatomy. The leaf anatomy is called the Kranz anatomy. The wreath-like anatomy called the Kranz anatomy. Primary carbon dioxide acceptor is PEP, phosphoenol pyruvate. 3 കാർബൺ ഉള്ളത്. PEP, phosphoenol pyruvate. Enzyme responsible for primary carbon dioxide fixation, PEPcase, phosphoenol pyruvate carboxylase, PEP carboxylase, pepcase. First C4 acid formed in mesophyll cell, oxaloacetic acid, OAA, oxaloacetate, the 4 carbon compound. I hope it's understood. Question. Arrange the following events in the appropriate boxes. Cyclic phosphorylation, non-cyclic. ABCD ഉള്ളതുകൊണ്ട് ഈസി ആണല്ലോ. ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH രണ്ടും കൂടി ഉള്ളത് നോൺ സൈക്ലിക്കിലാണ്. ഓൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഫങ്ഷണൽ. PS1 മാത്രമുള്ളത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിലാണ്. ഫോർമേഷൻ ഓഫ് ATP ഓൺലി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിലാണ്. Both photosystem 1 and photosystem 2 are involved non-cyclic photophosphorylation. Splitting of water, non-cyclic photophosphorylation. No oxygen release, water split ചെയ്യാത്തതും and oxygen release ചെയ്യാത്തതും സൈക്ലിക്കിലാണ്. ഓക്കെ, observe the figure. Chloroplast ആണ്. Identify the parts A and B. Write their functions. A granum ആണ്. Granum plural ആണ് grana. B stroma ആണ്. Fluid inside chloroplast ആണ്. Write the functions as well. Grana, light reaction. Grana is meant for light reaction and stroma for dark reaction. Dark reaction, that is the division of labor shown by a chloroplast. All right. Yes, thank you, Rinshi. പിക്ചർ കാണുമ്പോഴേ അറിയാം ഇത് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ആണ്. C4 പാത്വേ വേറെ പേരാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. C3ക്ക് കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത് പോലെ. ഐഡന്റിഫൈ ദ സെൽസ് A ആൻഡ് B. മുമ്പ് ഞാനൊരു തവണ വരച്ചതായിരുന്നു. ഔട്ട്സൈഡിൽ കാണുന്നത് മീസോഫിൽ സെല്ലിനെയാണ്. അപ്പോൾ A മീസോഫിൽ സെല്ലാണ്. B ബണ്ടിൽ ഷീത്ത് സെല്ലാണ്. മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീത്ത് സെല്ലുമാണ് A and B respectively. Name the C4 acid formed through this pathway. Or C4 acid, oxaloacetic acid, oxaloacetate. Name the enzyme involved in the formation of C4 acid. Pepcase, PEPcase. PEPcase ആണത് OA ഉണ്ടാവാൻ സഹായിക്കുക. പ്രൈമറി കാർബൺ ആക്സെപ്റ്റർ ആയ PEP 3 കാർബൺ ഉള്ളതാണ്. അതിലേക്ക് ഒരു കാർബണും കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുവാണ്. ചെയ്യാൻ പോണ എൻസൈമിന്റെ പേര് PEPcase, pepcase, phosphoenol pyruvate carboxylase എന്നാണ്. പ്രൊഡക്റ്റ് 4 കാർബൺ oxaloacetic acid ആണ്. That is the equation. Alright, notice the 3 stages of Calvin cycle given. Arrange the above stages in correct order. First one is carboxylation, thereafter reduction, and then only regeneration. ഇതാണ് order. Calvin cycle is also known as C3 cycle or C3 pathway. Yes, Ranshi.
മക്കളെ ഇപ്പം ചാപ്റ്റർ ഡിലീഷനൊക്കെ ശേഷം ഡിലീഷന് മുമ്പ് തന്നെ ഫോട്ടോസിന്തസിസിൽ നിന്ന് 4 to 5 മാർക്സ് ചോദിച്ചിരുന്നു, റെസ്പിറേഷനിൽ നിന്നും 4 to 5 മാർക്സ് ചോദിച്ചിരുന്നു. അപ്പോൾ ഡിലീഷന് ശേഷം നമ്മളൊരു 7 to 8 ഒക്കെ മാർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഫോട്ടോസിന്തസിസിൽ നിന്ന്. സെയിം വെയിറ്റേജ് ഓഫ് മാർക്ക് റെസ്പിറേഷനും എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇൻ ഇഫാക്ട് ആ 2 ചാപ്റ്റേഴ്സ് തറോലി പഠിച്ചാൽ തന്നെ പാസ് മാർക്ക് കിട്ടുന്ന അർത്ഥം. Okay, Calvin cycle is also known as C3 cycle or C3 pathway. Give reason. Yes, it's a first stable product. It's first stable product of primary carbon fixation is a C3 compound called 3-PGA, 3-phosphoglyceric acid. Archana, thank you. Thereby, the Calvin cycle is otherwise said to be the C3 cycle. മെൽവിൻ കാൽവിൻ കണ്ടുപിടിച്ചതുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്നും, ഫസ്റ്റ് പ്രൊഡക്റ്റ് 3 കാർബണുള്ള ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയതുകൊണ്ട് ഇതിനെ C3 സൈക്കിൾ എന്നും വിളിക്കും. എല്ലാ പ്ലാന്റ്സിലും C3 സൈക്കിൾ നടക്കും. C3 പ്ലാന്റിൽ മാത്രമല്ല, C4 പ്ലാന്റിന്റെ ബണ്ടിൽ ഷീറ്റ് സെല്ലുകളിലും C3 സൈക്കിൾ ഉണ്ട്. Yes. Analyze and fill up the blanks. C3 C4 plants in the comparison ആണ്. Let us see. Primary carbon dioxide accepts the primary carbon acceptor, the first primary carbon acceptor. അത് C4 ചെടികൾക്ക് PEP ആണെന്ന് പലതവണ നമ്മൾ പറഞ്ഞു. 3 കാർബൺ ആണ് PEPക്ക് ഉള്ളതെന്നും പറഞ്ഞു. C3 ചെടികളിലെ പ്രൈമറി കാർബൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP ആണ്. RUBP അതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. പ്രൈമറി കാർബൺ ഫിക്സേഷൻ പ്രൊഡക്റ്റ് C4 OA ആണെന്ന് സെവറലി പറഞ്ഞു. 4 കാർബൺ ആണുള്ളത് താനും. C3 അത് PGA ആണ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോഗ്ലിസറേറ്റ് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിനെ C3 സൈക്കിൾ വിളിക്കുക. ലീഫ് അനാറ്റമി C3 ചെടികൾക്ക് നോർമൽ അനാറ്റമിയാണ്, C4 ചെടികൾക്ക് അത് ക്രാൻസ് അനാറ്റമിയാണ്, റീത്ത് ലൈക്ക് അനാറ്റമിയാണ്, ക്രാൻസ് അനാറ്റമി എന്നാണ് പറയാം. എക്സാമ്പിൾ C3 ചെടികൾക്ക് ഹിബിസ്കസ് ഉൾപ്പെടെ നമ്മൾ കാണുന്ന അധിക ചെടികളും C3 ആണ്. C4 മെയ്സ്, ചോളം, കോൺ, മെയ്സ്, സ്വർഗം ഒരു ഹൈബ്രിഡ് മെയ്സ് ആണ്, ഒരു മില്ലറ്റ് ആണ്, ചെറുമണി ധാന്യമാണ്. ലൈക്ക് സ്വർഗം എന്നാണ് പറയാം, മണിച്ചോളം എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. ആൻഡ് ഷുഗർ കെയിനും C4 പ്ലാന്റ് ആണ്. യെസ് അർഷന, ഇവർക്കൊക്കെ ക്രാൻസ് അനാറ്റമി ഉണ്ട്, C4 പ്ലാന്റ്സ് ആണ്. Question 13. Observe the figure given below. Write the name of 3 major events marked as A, B, C. Steps ആണ്. A, carboxylation. കാൽവിൻ സൈക്കിളിന് 3 സ്റ്റെപ്സ് ആണല്ലോ ഉള്ളത്. കാർബോക്സിലേഷൻ. B, റിഡക്ഷൻ, ആസിഡിനെ ആൽഡിഹൈഡ് ആക്കുന്ന റിഡക്ഷൻ. C, റീജനറേറ്റ് ചെയ്യുന്നത് RUBP-നെയാണ്. Find out the name of the first carbon dioxide acceptor. First carbon acceptor ആരാണ്? First carbon acceptor RUBP, ribulose 1,5 bisphosphate. 5 കാർബൺ ഉള്ള ഒരു വസ്തുവാണ്. Given in the figure, അതാണ് ribulose 1,5 bisphosphate RUBP. Okay, product 3-phosphoglycerate PGA. Yes, question. Accessory pigments are involved in the process of photosynthesis. Name any 2 accessory pigments. Chlorophyll B, carotenes, xanthophylls ഒക്കെ accessory pigments ആണ്. Chlorophyll A അല്ലാത്തതൊക്കെ. Chlorophyll A മാത്രം reaction center ആണ്. Others are accessory pigments. Write any one function of accessory pigment. ബുക്കിൽ 2 functions ആണ് ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, absorb wider range light and transfer ചെയ്യും. ആരെ? its എനർജീനെ ട്രാൻസ്ഫർ ചെയ്യും ടു ക്ലോറോഫിൽ എ. ആക്സസറി പിഗ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ അതാണ്. എന്താണ്? അബ്സോർബ് എ വൈഡർ റേഞ്ച് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ്സ് എനർജി ടു ക്ലോറോഫിൽ എ. രണ്ടാമത്തതോ, പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ നടക്കാതെ ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, these are the 2 functions performed by the accessory pigments. Clear? Question. List out any 4 external factors affecting photosynthesis.
External factors ഒന്നാണ് മക്കളെ temperature, right? വേറൊന്നാണ് മക്കളെ carbon dioxide. Thereafter light, right? Water. ഇതൊക്കെ photosynthesisനെ affect ചെയ്യുന്ന factors ആണ്. Melvin Calvin discovered carbon dioxide fixation in green plants. Which are the three main stages of Calvin cycle? Carboxylation, reduction, regeneration. Carboxylation, reduction and regeneration. ഇത് മൂന്നുമാണ് Calvin cycle-ന്റെ മൂന്ന് steps. Name the enzyme catalyzing first stage of this cycle. Rubisco. Calvin cycle-ന്റെ first stage ആയ carboxylation-ൽ involve ചെയ്തത് Rubisco-ന്റെ carboxylation power ആണ്. What is the peculiarity of this enzyme? രണ്ട് peculiarity പറയാം. It is the most abundant enzyme. The most abundant protein എന്നൊക്കെ വിളിക്കാം. The most abundant protein of world. ലോകത്തിലെ ഏറ്റവും abundant protein ആണ് Rubisco. രണ്ടാമത്തെ speciality, peculiarity, it has dual role. It has a dual role. ഏതൊക്കെയാണ് രണ്ട് റോള്? Both carboxylation and oxygenation. Thereby the term co, C and O. Okay. Moving on to the next question. നമുക്ക് ചാപ്റ്റർ വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടുതലായിരുന്നു കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന്. Plants that are adapted to dry tropical regions have a special type of carbon dioxide fixation in addition to C3 cycle. Name this pathway. C4 pathway, Hatch and Slack pathway, C4 pathway, or Hatch and Slack pathway, C4 pathway. Can you identify any speciality in the leaf anatomy of such as plants? If so, what is this anatomy called? Kranz anatomy. Kranz anatomy. Exactly. True, Fatima, Nafla. Kranz anatomy, which is the primary carbon dioxide acceptor in this pathway. PEP. PEP, phosphoenol pyruvic acid, phosphoenol pyruvate, the 3-carbon compound. Write any one advantage of such plants over C3 plants. They are more efficient. C4 plants are more efficient. Why? More efficient as photorespiration is absent in them. They do not show photorespiration. അവർക്ക് എന്തില്ല? ഫോട്ടോറെസ്പിറേഷൻ ഇല്ല. ഫോട്ടോറെസ്പിറേഷൻ C3 ചെടികൾക്കേ ഉള്ളൂ, C4 പ്ലാന്റ്സിനില്ല. ഓക്കെ, ഓൾ റൈറ്റ്. യെസ്, മെനി ഓഫ് യു പീപ്പിൾ ആർ ആക്റ്റീവ് നൗ. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ്. യെസ്, that much were the questions from the chapter photosynthesis. Now comes the respiration with the equal weightage. The just reverse process of photosynthesis is here, right? Aerobic respiration and anaerobic respiration starts with a common pathway. Identify the pathway. Another glycolysis. Glycolysis. അതിൻ്റെ വേറെ പേരാണ് EMP pathway. EMP pathway. Glycolysis. Splitting of sugar. Discovered by Gustav Emden, Otto Meyerhof, and J. Parnas. Emden, Meyerhof, Parnas pathway. Okay, and its end products are pyruvic acids. Pyruvic acids. Pyruvates are the end products. And its site, cytoplasm. നടക്കുന്ന സ്ഥലം cytoplasm ആണ്. End products pyruvic acids ആണ്. പ്രോസസ്സിന്റെ പേര് glycolysis ആണ്. Yes, Nafla. Fill up the blanks. The number of carbon atoms in acetyl coenzyme A, which take part in Krebs cycle, is 2. Acetyl coenzyme A ക്ക് 2 കാർബൺ. 2 കാർബൺ ഉള്ള വസ്തുവാണ് acetyl coenzyme A. The process of breakdown of glucose to pyruvic acid is called glycolysis. അതാണ് glycolysis. Okay. Yes, Afla. Yeah. Complete oxidation of organic substances in the presence of oxygen is aerobic respiration. Aerobic respiration എന്നാണ് അതിനെ വിളിക്കുക. Aerobic respiration. The complete oxidation. All right. Yes. Moving on. The following compounds are intermediates in glycolysis or Krebs cycle. Write them in a proper column.
നോക്കൂ, ഫ്രക്ടോസ് 6-phosphate ഗ്ലൈക്കോലൈസിസിന്റെ ഭാഗമാണ് ഫ്രക്ടോസ് 6-phosphate. സിട്രിക് ആസിഡ് ക്രബ് സൈക്കിളിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സിട്രിക് ആസിഡ്, സിട്രേറ്റ്, സിട്രിക് ആസിഡ്. ക്രബ് സൈക്കിളിലത്തെ ഫസ്റ്റ് മെമ്പർ ഓക്സാലോ അസറ്റിക് ആസിഡും ഫസ്റ്റ് പ്രൊഡക്റ്റ് സിട്രിക് ആസിഡും ആണ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് PEP അത് ഗ്ലൈക്കോലൈസിസിൽ പൈറുവിക് ആസിഡ് ആവുന്നതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ആണ്. മാലിക് ആസിഡ് അത് തീർച്ചയായിട്ടും ക്രബ് സൈക്കിളിലുള്ളതാണ്. മാലിക് ആസിഡും ലൈക്ക് ഫ്യൂമറിക് ആസിഡും ഒക്കെ ക്രബ് സൈക്കിളിന്റെ പാർട്ടാണ്. Question. The RQ, the respiratory quotient, ഞാൻ മുമ്പും പറയണ്ടായി, volume of CO2 evolved divided by volume of O2 consumed during respiration ആണ്. Of carbohydrates 1 ആണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ RQ വാല്യൂ ഇസ് 1 ആണ്. പ്രോട്ടീൻസിന്റെ RQ വാല്യൂ ആണ് 0.9. ഓക്കെ, ഫാറ്റി ആസിഡ് ആയ ട്രൈപാൽമിറ്റിൻ, ഫാറ്റി ആസിഡ് ട്രൈപാൽമിറ്റിൻ്റെതാണ് 0.7. റൈറ്റ്. ഓർഗാനിക് ആസിഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓർഗാനിക് ആസിഡിന്റെ RQ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയനെ, മോർ ദാൻ 1 ആയനെ. ഓക്കെ, മെൻഷൻ ദ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് ഇൻ റെസ്പിറേഷൻ. ഇനി 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. സത്യത്തിൽ 3 പോയിന്റ്സ് ഉണ്ട്, 3 ഫേറ്റുകൾ ഉണ്ട് പൈറുവിക് ആസിഡ്സിന്. ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടന്നേക്കാം പൈറുവിക് ആസിഡിന്. അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, അത് നടക്കാനുള്ള ചാൻസും ഉണ്ട്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ സെല്ലിന്റെ മെറ്റബോളിക് ഫേറ്റ് അനുസരിച്ച്. അതും അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ. ഇതിലെ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. പൈറുവിക് ആസിഡിന്, ഗ്ലൈക്കോലൈസിസ് നടന്നുണ്ടായ പൈറുവിക് ആസിഡ്സിന് 3 മെറ്റബോളിക് ഫേറ്റുകളാണ് ഉണ്ടാവാറ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Respiration is an amphibolic pathway. Evaluate the statement. Exactly, respiration ഒരു amphibolic pathway തന്നെയാണ്. കൺവെൻഷനലി ഇതിനെ ബിലീവ് ചെയ്തിരുന്നത് ഒരു കാറ്റബോളിക് പ്രോസസ് ആയിട്ടായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി ആംഫിബോളിസം ആണ്. വൈ? ബിക്കോസ് ദ റെസ്പിറേറ്ററി പാത്വേ ഇൻവോൾവ്ഡ് ഇൻ ബോത്ത് അനബോളിസം ആൻഡ് കാറ്റബോളിസം. ഓക്കെ, ഇതിൽ അനാബോളിസവും ഉണ്ട്, കാറ്റബോളിസവും ഉണ്ട്. അനബോളിസവും കാറ്റബോളിസവും ചേർന്നതാണ് സത്യത്തിൽ റെസ്പിറേഷൻ. and it is better known as amphibolic pathway. All right, exactly. Question. Krebs cycle in the figure ആണ്. Identify the steps where FADH and GTP are synthesized. എപ്പോഴാണ് മക്കളെ FADH ഉണ്ടാവുക? സക്സിനിക് ആസിഡിനെ, സക്സിനിക് ആസിഡ് അല്ലെങ്കിൽ സക്സിനേറ്റ് എന്നൊക്കെ പറയാട്ടോ. സക്സിനിക് ആസിഡ്, സക്സിനിക് ആസിഡിനെ കൺവേർട്ട് ചെയ്ത് ഫ്യൂമറിക് ആസിഡ് ആക്കുമല്ലോ. ഓക്കെ, ഫ്യൂമറിക് ആസിഡ് ഫോം ചെയ്യുമല്ലോ. അന്നേരമാണ് ആരെ ഫോം ചെയ്യുക? അപ്പോഴാണ് FADH2 വരിക. FADH2നെ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റെപ്പ് ഇതാണ്. വൈൽ കൺവേർട്ടിംഗ് ദ സക്സിനിക് ആസിഡ് ഇൻ ടു ഫ്യൂമറിക് ആസിഡ്. GTPനെ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റെപ്പും കൂടി ചോദിക്കുന്നുണ്ട്. അതെപ്പോഴാണ് മക്കളെ GTP ഫോം ചെയ്തത്? സക്സിനൈൽ കോഎൻസൈം എ ഇല്ലേ, സക്സിനൈൽ കോഎൻസൈം എനെ കൺവേർട്ട് ചെയ്ത് സക്സിനിക് ആസിഡ് ആക്കൂലേ, അന്നേരമാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? GTPനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഹിയർ. പ്ലാന്റ് സെൽസിൽ GTP എത്രയും പെട്ടെന്ന് തന്നെ ATP ആയി കൺവേർട്ട് ചെയ്യപ്പെടും. എഗെയിൻ ക്രബ് സൈക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തരുമ്പോൾ NCERTന്റെ പിക്ചറിൽ തന്നവരെ മാത്രം ലേബൽ ചെയ്താൽ മതി. ഇന്റർമീഡിയറ്റ്സ് ആയ കുറേ പ്രൊഡക്ട്സ് ഇതിലുണ്ട്. റൈറ്റ്, ഡോട്ടഡ് ലൈനൊക്കെയാണ് ബുക്കിലുള്ളത്. പക്ഷെ ബുക്കിൽ തന്ന ആൾക്കാരെ മാത്രം കൊടുത്താൽ മതിയേ. ലെറ്റ് us see. ആദ്യമായിട്ടുണ്ടായ 6 കാർബൺ കോമ്പൗണ്ടിന്റെ പേര് സിട്രിക് ആസിഡ് എന്നാണ്. അപ്പൊ A എന്നുള്ള സ്ഥലത്ത് സിട്രിക് ആസിഡ് എന്ന് എഴുതണം. ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ടേ നമ്മളെ ബുക്കിൽ, നമ്മളെ ക്രബ് സൈക്കിളിലുള്ളൂ. അതിന്റെ പേര് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്നാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, അതാണ് B എന്നുള്ള ഭാഗത്ത് എഴുതേണ്ടത്. സക്സിനിക് ആസിഡ് കഴിഞ്ഞിട്ട് ഫ്യൂമറിക് ആസിഡ് ഒന്നും ബുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. ബുക്ക് മെൻഷൻ ചെയ്തത് മാലിക് ആസിഡിനെയാണ്. അതുകൊണ്ട് മാലിക് ആസിഡ് എന്നാണ് സിക്ക് ലേബൽ ചെയ്യേണ്ടത്. D ഫസ്റ്റ് മെമ്പർ ഓഫ് ക്രബ് സൈക്കിൾ ആണ്. അത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. OA 4 കാർബൺ ഉള്ള ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രബ് സൈക്കിളിൽ ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ടേ ഉള്ളൂ. അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആണ്.
ഗ്ലൈക്കോലൈസിസിന്റെ ഇവന്റ്സിന്റെ ഇന്റർമീഡിയറ്റ്സ് തന്നിട്ടുള്ളത്. ചെറുതായിട്ടാണുള്ളത് അല്ലേ, ഒരു ലോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ വായിക്കാം. ഒബ്സർവ് ദ ഇൻകംപ്ലീറ്റ് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദിസ് പാത്വേ കോമൺ ഫോർ ബോത്ത് എയറോബിക് ആൻഡ് അനഎറോബിക് റെസ്പിറേഷൻ. അപ്പൊ നമ്മൾ എന്തെഴുതും? ഗ്ലൈക്കോലൈസിസ്, EMP പാത്വേ, ഗ്ലൈക്കോലൈസിസ് എഴുതും. കംപ്ലീറ്റ് ദ സ്കീം ബൈ ഫില്ലിംഗ് ദ ബോക്സസ് ABCD. ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് 6-phosphate വരും. പിന്നെയാണ് അത് ഫ്രക്ടോസ് 6-phosphate ആവും. ഫ്രക്ടോസ് 1,6-bis-phosphate ആകും. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate, 3-phosphoglyceraldehyde. Okay, 3-phosphoglyceraldehyde, 3-PGAL ആണ് B വരിക. 3-phosphoglyceraldehyde എന്നാണ് ഉദ്ദേശിച്ചത്. അത് പിന്നീട് ലൈക്ക് 3-phosphoglyceric acid ഒക്കെ ആവും. ശരി, പിന്നെ ആരാവുക? 2-phosphoglyceric acid ആകും, 2-PGA. പിന്നീട് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് ആവും, PEP. എന്നിട്ടാണ് അവസാനം പൈറുവിക് ആസിഡ് ആവുക. അപ്പോൾ ഇതൊക്കെയാണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. Mention the 3 ways in which different cells handle pyruvic acid produced by this pathway. അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നുകിൽ അത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടത്തും. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, അതും അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, 3 ഫേറ്റുകളാണ് ഉണ്ടാവുക. Alright, lactic acid fermentation, alcoholic fermentation and aerobic respiration. Question, what are the respiratory substrates? നമ്മളത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ്റെ കൂടെ കേട്ടതാണ്. During respiration within the cells, the substances that undergo oxidation are said to be the respiratory substrates. Name any 2 substances used as respiratory substrates in plants. Carbohydrates ആവാം, proteins ആവാം, fat ആവാം, lipid, and organic acids ആവാം. മക്കളെ ജസ്റ്റ് ആ മൊമെന്റ് മൂവ് ചെയ്യണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ഒരു ചെറിയ ടെക്നിക്കൽ മാറ്റർ. Yeah, thank you so much for your patience. Okay, moving to the next question. Again, glycolysis ആണ്, schematic representation ആണ്. Glycolysis is a partial oxidation of glucose to produce 2 molecules of pyruvic acid. Where does glycolysis occur? Cytosol, cytoplasmലാണ് നടക്കുക. Steps of glycolysis are given below. Fill up the blank boxes. Yes, ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ മക്കളെ ഗ്ലൂക്കോസ് 6-phosphate വരണം, പിന്നെ ഫ്രക്ടോസ് 6-phosphate വരണം, പിന്നെ ഫ്രക്ടോസ് 1,6-bis-phosphate വരണം. അത് കഴിഞ്ഞാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphateും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഉള്ളത്. ഡി എന്ന് പറയുന്ന സ്ഥലത്ത് 1,3-bis-phosphoglyceric acid, 1,3-BPGA വരണം. Thereafter 3-phosphoglyceric acid ഇവിടെ തന്നെ ഉണ്ട്. E എന്ന് പറയുന്ന സ്ഥലത്ത് 2-phosphoglyceric acid വരണം, 2-phosphoglyceric acid. F എന്ന് പറയുന്ന ഭാഗത്ത് ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ്, PEP, പെപ്പർ, ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ് വരണം. Finally pyruvic acid. So simple, so nice, right? Shall we move on? The breakdown of glucose to pyruvic acid is called the glycolysis. Where does it occur in a cell? Cytoplasm. How many ATP molecules are directly synthesized during this process? 4 ATP are directly synthesized. എപ്പോഴൊക്കെയാ മക്കളെ ATP സിന്തസൈസ് ആവുക? 1,3-bis-phosphoglyceric acids, 2 മോളിക്യൂൾ ഉണ്ടാവുമല്ലോ, അവരെ 2 മോളിക്യൂൾ തന്നെയുള്ള 3-phosphoglyceric acids ആക്കി മാറ്റുമ്പം 2 ATPകൾ ഫോം ചെയ്യും. റൈറ്റ്, ഈ സ്റ്റെപ്പിൽ 2 ATP ഉണ്ടാവും. ഓക്കെ, ഫൈനലി പിന്നെ ATP ഉണ്ടാവുന്ന സ്റ്റെപ്പ് എപ്പോഴാണ്? 2 മോളിക്യൂൾ ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡ്, PEP, പെപ്പർ, ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡുകളെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്സ് ഓർ പൈറുവേറ്റ്സ് ഉണ്ടാക്കണ കാര്യം പറയുമ്പോഴും yeah, dear ones, I think it's okay now. In certain plants, a tolerance to various kinds of stress such as severe drought can be overcome by production of hormone. Name the hormone. Answer ആണ് abscisic acid, ABA എന്നാണ് ഷോർട്ട് ഫോം കൊടുക്കുക. abscisic acid, ഒരിക്കലും അത് IBA എന്ന് തെറ്റിദ്ധരിക്കരുത്. IBA ഒരു ഓക്സിൻ ആണ്, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് ആണ് IBA.
ഇത് അബ്സസിക് ആസിഡ് ആണ് ABA. അതുകൊണ്ട് തന്നെ അബ്സസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് വിളിക്കുക. സ്ട്രെസ് ഹോർമോൺ. ഓക്കെ, യെസ്, പ്ലീസ് എക്സ്ക്യൂസ്, ഒരു ചെറിയ എറർ ഉണ്ടായതാട്ടോ. Question. A simple gaseous plant growth regulatory is മോഡൽ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ വന്നു. ഇത് 2019 ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. അത് എത്തിലീൻ ആണ്. എത്തിലീൻ മാത്രമാണ് ഒരു ഗേഷ്യസ്, സിമ്പിൾ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. Choose only one growth inhibiting plant hormone among the following options. അത് അബ്സസിക് ആസിഡ് ആണ്. അബ്സസിക് ആസിഡ് ഒരു പക്ക ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. NAA നാഫ്തലീൻ അസറ്റിക് ആസിഡ് ഓക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. IAA ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് നാച്ചുറൽ ഓക്സിൻ ആണ്. 2,4-D വീഡിസൈഡായി യൂസ് ചെയ്യാറുള്ള കളനാശിനിയായി യൂസ് ചെയ്യുന്ന ഓക്സിൻ ആണ്. ഓക്സിൻ പൊതുവെ ഒരു ഗ്രോത്ത് ഇൻഡ്യൂസർ ആണ്, പ്രൊമോട്ടർ ആണ്. അബ്സസിക് ആസിഡ് സ്ട്രെസ് ഹോർമോൺ ആയ അബ്സസിക് ആസിഡ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. Who among the following scientists is related with the identification of cytokinins? അത് F. സ്കൂഗ് ആണ്. സ്കൂഗ് സൈറ്റോകൈനിന്റെ ഐഡന്റിഫിക്കേഷനുമായി കണക്ട് ചെയ്ത സയന്റിസ്റ്റ് ആണ്. കുറോസാവ ജിബർലിക് ആസിഡ്, ജിബർലിന്റെ കണ്ടെത്തലുമായിട്ടാണ്. ഡാർവിൻ ഓക്സിൻസുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. FW വെന്റിനും ഓക്സിൻസുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. ഓക്കെ, ചാൾസ് ഡാർവിൻ, ഫ്രാൻസിസ് ഡാർവിൻ, FW വെന്റ് ഒക്കെ ഓക്സിനുമായി കണക്ട് ചെയ്തവരാണ്. കുറോസാവ ജിബർലിനുമായി, F. സ്കൂഗ് സൈറ്റോകൈനുമായി, കസിൻസ് എത്തിലിന്റെ ഡിസ്കവറിയുമായി കണക്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോവിങ് ആണ്. ഓക്സിൻ ചെയ്യുന്നത് എന്താണ്? ഓക്സിൻ റൂട്ട് ഇനീസിയേഷൻ ചെയ്യും. സ്റ്റെം കട്ടിങ്ങുകളിൽ നിന്ന് റൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിൻ. ജിബർലിൻ ബോൾട്ടിങ് ചെയ്യും. ക്യാബേജ് പോലത്തെ റോസെറ്റ് ചെടികളിൽ ഫ്ലവറിങ്ങിന് ജസ്റ്റ് പ്രയോർ ആയിട്ട് ഇന്റർനോഡ് ഇലോങ്ങേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബോൾട്ടിങ്. സൈറ്റോകൈനിൻസ് ഓവർകം ആപ്പിക്കൽ ഡൊമിനൻസ് ചെയ്യും. ഓക്സിൻ ആപ്പിക്കൽ ഡൊമിനൻസ് ചെയ്യുമ്പോൾ സൈറ്റോകൈനിൻ അതിനെ ഓവർകം ചെയ്യും. എത്തിലിൻ ഫ്രൂട്ട് റൈപ്പനിങ് ചെയ്യുന്ന ആളാണ്. ഫ്രൂട്ട് റൈപ്പനിങ് പഴങ്ങളെ പഴുക്കാൻ സഹായിക്കും. സ്റ്റൊമേറ്റൽ ക്ലോഷറിന് ഇവിടെ ആളുണ്ടായിരുന്നില്ല, വെക്കുവാണെങ്കിൽ അത് അബ്സസിക് ആസിഡ് ആണ്, ABA ആണ്. യെസ്, റൺ ചെയ്യും. Question number 7. Observe the graph. The graph represents the different phases of growth. Name the growth curve. ഇതിന്റെ പേര് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് എന്നാണ്. സിഗ്മോയിഡ് ആണ്. സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ് S ഷേപ്പിൽ കിട്ടുക. ഓക്കെ, സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റ് ആയിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയേനെ. ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റിൻ്റെതാണ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. സോ നെയിം ദ ഗ്രോത്ത് കർവ് എന്നത് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ് ആണ്. ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഗ്രോത്ത് റെപ്രസെന്റഡ് ഇൻ ദ ഡയഗ്രാം ആസ് ABC. A ലാഗ് ഫേസ് ആണ്. ലാഗ് ഫേസ് ആണ് A. ലാഗ് ഫേസ് എന്നാ പറയാം. B ലോഗ് ഫേസ് എന്നും പറയാം. എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറയാം. എക്സ്പൊണൻഷ്യൽ ഫേസ് ആണ്. C അതൊരു സ്റ്റേഷനറി ഫേസ് ആണ്. സ്റ്റേഷനറി ഫേസിന്റെ പേരാണ് C. ഓക്കെ, യെസ് റൺഷി. റൈറ്റ് എനി 4 അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് ഓഫ് എത്തിലിൻ. ഒന്നാമത്തത് ഫ്രൂട്ട് റൈപ്പനിങ് തന്നെ പറയാം. ഫ്രൂട്ട് റൈപ്പനിങ്. ഫ്രൂട്ട് റൈപ്പനിങ് ആണ് എത്തിലിൻ ചെയ്യുന്ന മേജറായ ഫങ്ഷൻ. ഫ്രൂട്ട് റൈപ്പനിങ് നമ്മളോട് 4 ഫങ്ഷൻസ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലെ വൺ ഓഫ് ദ മേജർ ഫങ്ഷൻസ് എന്തായാലും ഫ്രൂട്ട് റൈപ്പനിങ് തന്നെയാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. പിന്നെ പറയാൻ പറ്റിയ റെസ്പിറേറ്ററി ക്ലിമാറ്റിക് ആണ്. റെസ്പിറേറ്ററി ക്ലിമാറ്റിക് റെസ്പിറേഷൻ അത് ലൈക്ക് റെസ്പിറേറ്ററി ക്ലിമാറ്റിക്, റെസ്പിറേറ്ററി ക്ലിമാറ്റിക് അത് എത്തിലിൻ ചെയ്യുന്നതാണ്. ഞാൻ പേജ് നമ്പർ പറഞ്ഞു തരാം. എത്തിലിൻ്റെ ഫങ്ഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പുതിയ NCERT പേജ് നമ്പർ 177 ഇൻഡ്യൂസ് ഫീമെയിൽനെസ് ഇൻ ക്യുക്കുംബേഴ്സ്. ക്യുക്കുംബേഴ്സിൽ ഫീമെയിൽനെസ്സിനെ ക്യുക്കുംബേഴ്സിൽ പെൺപൂക്കളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കും. ആര്? എത്തിലിൻ. ഇൻഡ്യൂസ് ഫീമെയിൽനെസ് ഇൻ ക്യുക്കുംബേഴ്സ്. ബ്രേക്ക് ഡോർമെൻസി. ബ്രേക്സ് സീഡ് ഡോർമെൻസി ഇൻ പീനട്സ്. ഡോർമെൻസി ഓഫ് പീനട്സ് ബ്രേക്ക് ചെയ്യും. പീനട്ട് സീഡ്സിന്റെ ഡോർമെൻസി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കും. ഹൊറിസോണ്ടൽ horizontal growth of seedlingsനെ സഹായിക്കും.
സീഡ്ലിങ്ങുകൾ മണ്ണിന് ഹൊറിസോണ്ടലായിട്ട് വളരാൻ സഹായിക്കും. ആൻഡ് ആസ് റിൻഷി സെഡ് സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങിനെ മുളയ്ക്കാൻ സഹായിക്കും. സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടേറ്റോ. കൂടാതെ ലൈക്ക് ചതുപ്പ് വെള്ളത്തിലൊക്കെ വളരുന്ന റൈസ് പോലത്തെ ചെടികളുടെ പീറ്റോൾ ഇലോങ്ങേറ്റ് ചെയ്ത് ലീഫിനെ വാട്ടറിനും അപ്പർ ലെവലിൽ എത്തിക്കാൻ സഹായിക്കും. ഇതൊക്കെ എത്തിലിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, please excuse. Write a note on the phenomenon plasticity exhibited by plants with an example. ചെടികളിൽ എൻവിയോൺമെന്റൽ കണ്ടീഷൻ മാറുമ്പോഴോ അല്ലെങ്കിൽ അവർ ഡെവലപ്മെന്റൽ ഫേസ് ചേഞ്ച് ചെയ്യുമ്പോഴോ മൊർഫോളജിക്കലി ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് പ്ലാസ്റ്റിസിറ്റി. Plants follow different pathways in response to environment or phases of life to form different kinds of structures. The ability is called the plasticity. Plasticity is the ability of certain plants to follow different pathways in response to environment or phases of life. Okay, called the plasticity. The best example is heterophyly. Heterophyly, വ്യത്യസ്ത തരം ഇലകൾ ഉണ്ടാക്കുന്ന അവസ്ഥ. ഹെറ്ററോഫിലി, ആ ഹെറ്ററോഫിലിയിൽ ഡെവലപ്മെന്റൽ ഹെറ്ററോഫിലി, ജുവനൈൽ ലീവ്സ് ഒരു രീതിയിലും ആൻഡ് അഡൾട്ട് ലീവ്സ് വേറെ രീതിയിലും കാണുന്നതിന് എക്സാമ്പിൾസ് ആണ് കൊറിയാൻഡർ, മല്ലിയില, കൊറിയാൻഡർ ഉണ്ട്, റൈറ്റ്. പിന്നെ ആരാ ഉള്ളത്? ലാക്സ്പർ ഉണ്ട്, ലാക്സ്പർ ആൻഡ് കോട്ടൺ ഒക്കെ ഉണ്ട്. അതേസമയം എൻവിയോൺമെന്റൽ ഹെറ്ററോഫിലി ടെറസ്ട്രിയൽ ലീവ്സ് ഒരു രീതിയിലും അക്വാട്ടിക് ലീവ്സ് വേറെ രീതിയിലും ആവണതാണ് ബട്ടർകപ്പ് പ്ലാന്റ്. Alright, draw the given flowchart in your answer sheet. Fill the blank column. ഓക്സിനിലെ സിന്തറ്റിക് ഓക്സിൻസ് ആരൊക്കെയാണ്? NaA, നാഫ്തലീൻ അസിഡിക് ആസിഡും 2,4-D, 2,4-dichlorophenoxy അസിഡിക് ആസിഡും. ഓക്കെ, നാച്ചുറൽ ഓക്സിൻസ് ആരൊക്കെയാ? IAA, ഇൻഡോൾ 3 അസിഡിക് ആസിഡും IBA, ഇൻഡോൾ ബ്യൂട്ടീറിക് ആസിഡുമാണ്. ഓക്കെ, fine. Question. Choose the appropriate functions from the brackets and fill in the blanks against each plant. Ripening of fruit എത്തിലിൻ്റെ ഫംഗ്ഷൻ ആണ്. ഫ്രൂട്ട് റൈപ്പനിങ്, ഞാനിവിടെ നമ്പർ മെൻഷൻ ചെയ്യാണ് 1 എന്ന്. അത് എത്തിലിൻ്റെ ഫംഗ്ഷൻ ആണ്. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം ഇൻ ഷുഗർ കെയിൻ, അത് ജിബർലിൻ്റെ ഫംഗ്ഷൻ ആണ്. ജിബർലിനാണ് ലെങ്ത് ഓഫ് ഇന്റർനോഡ് ഇൻക്രീസ് ചെയ്യുക. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, ഞാനിവിടെ 3 എന്ന് മെൻഷൻ ചെയ്യാണ്, അത് ഓക്സിൻ്റെ ഫംഗ്ഷൻ ആണ്. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോസ്. ഹെൽപ്സ് ടു ഓവർകം ആപ്പിക്കൽ ഡൊമിനൻസ്, ഞാനിവിടെ 4 എന്ന് മെൻഷൻ ചെയ്യാണ്, അത് സൈറ്റോകൈനിൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, റിൻഷി കാണുന്നില്ല? ലെറ്റ് മീ ചെക്ക് ജസ്റ്റ് എ മൊമെന്റ്. റിൻഷി, ഇസ് ഇറ്റ് ഓക്കെ നൗ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളത് കേട്ടോ. വിശക്കുണ്ടാവില്ലേ നിങ്ങൾക്ക്? കുറേ സമയമായി. റിൻഷി, ഇസ് ഇറ്റ് ഓക്കെ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Certain physiological effects in plants are given below. Name the plant growth regulators responsible for this. Bolting, gibberellic acid, gibberellin ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആപ്പിക്കൽ ഡൊമിനൻസ് ഓക്സിൻസ് ചെയ്യുന്ന കാര്യമാണ്, ഓക്സിൻസ് ആണ്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് എത്തിലിൻ്റെ മേജർ ഫംഗ്ഷൻ ആണ്, എത്തിലിനാണ്. ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ അബ്സിസിക് ആസിഡ് ABA, സ്ട്രെസ് ഹോർമോൺ ചെയ്യാറുള്ളതാണ് ഡ്യൂറിങ് വാട്ടർ സ്ട്രെസ്. Question. Plant growth regulators can be employed for various agricultural and horticultural practices. Identify the growth regulators that can be used for the following purposes. To have weedless lawns, auxin ആണ് യൂസ് ചെയ്യുക. ഏത് ഓക്സിൻ ആണ് യൂസ് ചെയ്യുക? 2,4-D. വീഡിസൈഡ് ആയിട്ട്, ഹെർബിസൈഡ് ആയിട്ട്, ബ്രോഡ് ലീവ്ഡ് ആയ ഡൈക്കോട്ടുകളെ കില്ല് ചെയ്യാൻ. ടു ഇൻക്രീസ് ഷുഗർ കെയിൻ ലെങ്ത്, ജിബർലിക് ആസിഡ്സ് ആണ് യൂസ് ചെയ്യുക, ജിബർലിനാണ് യൂസ് ചെയ്യുക. ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾസ്, അതിന് എത്തിലിനാണ് സഹായിക്കുക. ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ, സിൻക്രണസ് ഫ്രൂട്ട് സെറ്റ്. റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്, ഓക്സിൻ ആണ് ചെയ്യുക.
സ്റ്റെം കട്ടിങ്സിൽ നിന്ന് റൂട്ട് വരാൻ ഓക്സിൻസ് സഹായിക്കും. ഇൻഹിബിറ്റിംഗ് സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. ABA എന്ന സ്ട്രെസ് ഹോർമോൺ ആണ്. അബ്സിസിക് ആസിഡ് ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അത് സീഡ് ഡോർമെൻസി കോസ് ചെയ്യും, സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ടു പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ക്യൂക്കംബേഴ്സ് എത്തിലിൻ ആണ്. എത്തിലിൻ ചെയ്യുന്നത് ഒരു ജോലിയാണ്, ഇൻഡ്യൂസ് ഫീമെയിൽനെസ് ഇൻ ക്യൂക്കംബേഴ്സ്. യെസ്, അതേപോലെ തന്നെ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ ആക്കി വെച്ചൊന്ന് മാത്രം. 1 2 3 ഉള്ളതുകൊണ്ട് ഞാൻ നമ്പർ വേഗം നോട്ടീസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇന്റർനോഡ് ഇലോങ്ങേഷൻ ഓഫ് ഷുഗർ കെയിൻ ജിബർലിൻ ചെയ്യുന്ന കാര്യമാണ്. ജിബർലിൻ എന്നുള്ളതിൽ വേണം 1. പ്രൊമോട്ട് സെൽ ഡിവിഷൻ സൈറ്റോകൈനിന്റെ റോളാണ്. 2 എന്നുള്ളത് സൈറ്റോകൈനിൽ എഴുതി വെച്ചു. ബോൾട്ടിംഗ് എന്നുള്ളത് ജിബർലിൻ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് 3 എന്നുള്ള നമ്പറും ജിബർലിൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്തു. ആപ്പിക്കൽ ഡൊമിനൻസ് ഓക്സിൻ ചെയ്യുന്ന കാര്യമാണ്. ആപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത് ബൈ ഇൻഹിബിറ്റിംഗ് ദ ആക്സിലറി ബഡ്സ്. ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സും ഓക്സിൻ ചെയ്യുന്ന കാര്യമാണ്. ഓവർകം ആപ്പിക്കൽ ഡൊമിനൻസ് സൈറ്റോകൈനിന്റെ റോളാണ്. സോ ഇങ്ങനെ ടേബിളിൽ ഫിൽ ചെയ്യാനാണ്. That much. Anyway, thank you so much for a prolonged period of time you are cooperating with me. I hope നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും